السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനിയന്മാരെ, ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിൻ്റെ നേരിയ ഒരംശം പോലും ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവൻ്റെ ദീനിൻ്റെ പ്രബോധന മേഖലയിൽ നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നന്മയുടെ തുലാസിൽ ഏറെ ഭാരമുള്ള കർമ്മമായി റബ്ബിതിനെ മാറ്റിത്തരുമാറാവട്ടെ. ഇത്തരം വേദികളിൽ നമ്മോടൊക്കെ ദുആ ചെയ്യണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്ത ധാരാളം സഹോദരന്മാർ, ജീവിതത്തിലെ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തുമൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഇസ്ലാമിൻ്റെ ശരിയായ ആദർശ പാതയുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇന്നത്തെ ഈ വേദി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിമീങ്ങൾ വ്യത്യസ്തമായ കക്ഷികളും വിഭാഗങ്ങളുമൊക്കെയായി മാറിയിട്ടുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. അതില്ലെന്ന് പറഞ്ഞിട്ടോ മൂടി വെച്ചിട്ടോ അതിൽ വിഷമിച്ചത് കൊണ്ടോ മാത്രം ആ ഭിന്നിപ്പുകൾ ഇല്ലാതാകുന്നില്ല. മാത്രവുമല്ല, വ്യത്യസ്ത സംഘങ്ങളായി മാറുമ്പോൾ
എല്ലാ സംഘങ്ങളും അവകാശപ്പെടുന്നത് ഞങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅയാണ് എന്നാണ്. കേരളക്കരയിൽ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ സംഘമുണ്ടോ അതിൽ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങൾ അഹ്ലുസുന്നയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുകയും അവകാശപ്പെടുകയും ചെയ്യാറുണ്ട്. ഹദീസ് നിഷേധികളായ ചേകന്നൂർ വിഭാഗം അവർ സ്വന്തത്തെക്കുറിച്ച് അഹ്ലുസുന്ന എന്ന് പറയാറില്ല. അവർ അഹ്ലുൽ ഖുർആൻ എന്നാണ് പരിചയപ്പെടുത്താറുള്ളത്. അതേപോലെയുള്ള ഖാദിയാനികൾ തുടങ്ങിയ ആളുകളും അഹ്ലുസുന്ന എന്ന പേര് അവർ സ്വയം അവകാശം ഉന്നയിക്കാറില്ല. അല്ലാത്ത ഒട്ടുമിക്ക പാർട്ടികളും ആ പേരിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ആ പേര് പോലും എന്ന് പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി പറയുന്നുണ്ട്. ശരിയായ മുസ്ലിമീങ്ങൾ തിരിച്ചറിയാൻ ആദ്യകാല മുസ്ലിങ്ങൾ ഒരു പേര് സ്വീകരിച്ചപ്പോൾ അഹ്ലുൽ ഖുർആൻ എന്നൊരു പേര് അവർ സ്വീകരിച്ചില്ല. അക്കാലത്ത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരാണ് സ്വീകരിച്ചത്. അതൊരു മുഅ്ജിസത്താണ്, ഇസ്ലാമിന്റെ ഇഅ്ജാസാണ്. കാരണം അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പിഴച്ചവരെയും അല്ലാത്തവരെയും വേർതിരിക്കാൻ അതിൽ ഒരു മാനദണ്ഡമില്ല. എല്ലാവരും പറയും ഞങ്ങൾ ഖുർആൻ ആൾക്കാരാണ്. ഖുർആൻ ഓതി 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറയുന്നവനും ഖുർആൻ ഓതി തന്നെ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നവരും ഒക്കെ അവകാശപ്പെടുന്നു ഞങ്ങൾ ഖുർആന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അഹ്ലുൽ ഖുർആൻ എന്നൊരു പേര് ശരിയും തെറ്റും വേർതിരിക്കാൻ ഒരർത്ഥത്തിൽ പര്യാപ്തമല്ല. അതുകൊണ്ട് കൂടിയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് വരുന്നത്. അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ സുന്നത്തിന്റെ ആളുകൾ. സ്വാഭാവികമായും സുന്നത്ത് വിരോധികൾ അതിൽ നിന്ന് മാറി നിൽക്കും. ആ പേര് സ്വീകരിക്കാൻ അവർ മുന്നോട്ട് വരില്ല. തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചേകന്നൂർ വിഭാഗം. ഒരിക്കലും അവർ സ്വന്തത്തെക്കുറിച്ച് അഹ്ലുസുന്ന എന്ന് അവർ പറയുന്നില്ല, അവർ അവകാശപ്പെടുന്നില്ല. അവർക്ക് ആ പേര് ഇഷ്ടവുമില്ല. അതിൽ നിന്ന് തന്നെ അവരുടെ മാർഗം തെറ്റാണ്, അവർ പിഴച്ച വഴിയിലാണ് എന്ന് അതോടുകൂടി തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇനി സുന്നത്ത് അംഗീകരിക്കുന്നുവെന്ന് പറയുന്നവർക്കും ഒരു പക്ഷേ എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയാത്തതാണ് രണ്ടാമത്തെ പദം വൽ ജമാഅ, സ്വഹാബത്തിന്റെ ഏകോപനം. അവിടെയും ചില ആളുകളെങ്കിലും മാറി നിൽക്കും. എന്തിനാ സ്വഹാബത്തിനെ നോക്കുന്നത്? ഖുർആനും സുന്നത്തും പോലെ അതല്ലേ പ്രമാണം, അതുകൊണ്ട് ഖുർആനും സുന്നത്തും സ്വീകരിക്കാം, സ്വഹാബത്തിന് നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന പിഴച്ച ആളുകൾ ലോകത്തുണ്ട്. അവരെ കൂടി ഈ ശരിയായ റൂട്ടിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന, മാറ്റി നിർത്തുന്ന, ആ ശരിയെ വേർതിരിച്ചറിയുന്ന പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അതൊരു കേവലം അവകാശവാദമായി ഉന്നയിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല. അത് പാരമ്പര്യമായി മാത്രം കൈമാറി കിട്ടുന്ന ഒരു വഴിയുമല്ല. വാപ്പ അഹ്ലുസുന്നത്തിന്റെ ആളായതുകൊണ്ട് മോൻ അതായിക്കൊള്ളം എന്നില്ല. വാപ്പ അഹ്ലുസുന്നയുടെ ആളല്ലാത്തത് കൊണ്ട് മകൻ അത് ആയിക്കൂടാ എന്നുമില്ല. ഭാര്യ അഹ്ലുസുന്നയുടെ ആളായതുകൊണ്ട് മാത്രം ഭർത്താവ് അഹ്ലുസുന്നയിൽ പെടണം എന്നില്ല. അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ഒരു ആദർശ വീഥിയുടെ പേരാണ്, ഒരു ഐഡന്റിറ്റിയാണ്. ആളുകളുടെ ധാരണ ഏതെങ്കിലും സംഘടനയെ മെമ്പർഷിപ്പ് എടുത്താൽ സുന്നത്തമായത്തായി. ചില ആളുകൾ വിചാരിക്കും സമസ്തന്റെ ആളായാൽ ഒരു സുന്നത്തമായത്തായി, ബാക്കി ഞാൻ എന്തോ ആയിക്കോട്ടെ പ്രശ്നമില്ല. ഓ സമസ്തന്റെ ആള് അതുകൊണ്ടോ സുന്നത്തമായത്ത്, അല്ലാത്ത ഓലൊക്കെ പുത്തൻവാദി ആള്, ഓലൊക്കെ പഴച്ചോല്, അങ്ങനെ വേർതിരിച്ചറിയുന്നവരുണ്ട്. നീ മുജാഹിദ് എന്ന പേരുണ്ടായാൽ അതുകൊണ്ട് മാത്രം സുന്നത്തമായത്താവോ? ഇല്ല. ആ പേര് കൊണ്ട് മാത്രവും ഒരാൾ സുന്നത്തമായത്താകുന്നില്ല. നേരെ മറിച്ച് അവന്റെ വിശ്വാസവും ആദർശവും ആചാരവും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും സംസ്കാരങ്ങളും എല്ലാം എന്താണ്, എങ്ങനെയാണ്,
അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ അഹ്ലുസുന്നയുടെ അകത്തോ പുറത്തോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികളായ പല പണ്ഡിതന്മാരെയും കുറിച്ചുള്ള ചരിത്രം വായിക്കുമ്പോൾ കാണാം, അദ്ദേഹം ഇന്ന റൂട്ടിൽ ജീവിച്ച ആളാണ്, അഹ്ലുസുന്നയുടെ ആളാണ് എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ കാണാം വഫീഹി മൈദുൻ ഇലൽ ഇഅ്തിസാൽ, എന്നാൽ ഇഅ്തിസാലി നിലവാരത്തിലേക്ക്, മുഅ്തസിലി ചിന്താഗതിയിലേക്ക് ചെറിയ ചായ്വുള്ള ആളാകുന്നു. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പിഴച്ച കക്ഷികളെ പറഞ്ഞുകൊണ്ട് ആ കക്ഷിയിലേക്ക്, അവിടെ നയത്തിലേക്ക് ഒരു ചായ്വുണ്ട് എന്ന് പലപ്പോഴും ആ നിലക്ക് ചാഞ്ഞുപോയ ആളുകളുടെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ അവിടെ പ്രത്യേകം രേഖപ്പെടുത്തിയായി കാണാൻ കഴിയും. അപ്പൊ അഹ്ലുസുന്നയുടെ ആളാണ്, പക്ഷേ ഈ വിഷയത്തിൽ അയാൾക്ക് അഹ്ലുസുന്നയുടെ നിലപാടല്ല എന്നതുകൊണ്ട് അയാൾക്ക് ഇന്ന വഴിയിലേക്ക്, ഇന്ന റൂട്ടിലേക്ക് ഒരു ചായ്വുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ഒരു വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നയനിലപാട് അല്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ പോലും ആ വിഷയത്തിൽ അത് വ്യതിയാനമായി തന്നെയാണ് മുൻഗാമികൾ കണ്ടത് എന്നർത്ഥം. അത് സ്വഹാബത്തിനുള്ള സമീപനത്തിലായാലും ശരി, സുന്നത്തിനുള്ള സമീപനത്തിലായാലും ശരി, ഇനി ആദർശ രംഗത്തെ മറ്റു ഏത് മേഖലയാണെങ്കിലും ശരി, അവിടെയൊക്കെ കേവലം ഒരു അവകാശവാദം കൊണ്ടോ 99% അഹ്ലുസുന്നയുടെ നയനിലപാടുകൾ സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രമോ അയാളുടെ 1% വ്യതിയാനത്തെ, വൈകല്യത്തെ വിസ്മരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. 99% അഹ്ലുസുന്നയുടെ നയമാണ്. 1% വഴിമാറിപ്പോയാളുമാണെങ്കിൽ അയാളെ കുറിച്ച് പറയുമ്പോൾ ആ 1% പ്രത്യേകം എടുത്തു പറയും. അഹ്ലുസുന്നയുടെ ആളാണെങ്കിലും ഇന്ന വിഷയത്തിൽ അയാൾക്ക് തെറ്റായ കാഴ്ചപ്പാടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജന്മം കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഏതെങ്കിലും സംഘടനാ മെമ്പർഷിപ്പ് കൊണ്ടോ ഏതെങ്കിലും കൂട്ടായ്മയിൽ ആളായി കൂടി ഒപ്പം നടന്നു എന്നത് കൊണ്ടോ മാത്രം ഒരാൾ അഹ്ലുസുന്ന വൽ ജമാഅയാകുന്നില്ല. നാട്ടിൽ ഇന്ന് അങ്ങനെയാണ് പലരും വിചാരിക്കപ്പെടുന്നത്. ചിലരൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് മൊത്തം കുത്തകയായി കണക്കാക്കിയവർ, അത് ചില സംഘങ്ങൾ തീരെഴുതി വാങ്ങിയതായി കണക്കാക്കിയവർ, ഇന്ന ടീം കൂടിയാൽ, ഇന്ന വിഭാഗത്തിൽ കൂടിയാൽ, ഇന്ന സംഘടന മെമ്പറായാൽ, ഇന്ന കൂട്ടായ്മയുടെ പിന്നാലെ കൂടിയാൽ അതോടുകൂടി അവൻ സുന്നത്തമായത്തിന്റെ ആളായി, അല്ലാത്തതൊക്കെ പിഴച്ചു പോയതുമാണ് എന്ന ആ വേർതിരിവല്ല പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നേരെ മറിച്ച് അയാളുടെ വിശ്വാസവും അയാളുടെ ആദർശവും അയാളുടെ ആചാരാനുഷ്ഠാനങ്ങളുമെല്ലാം സുന്നത്തിനോടും ജമാഅത്തിനോടും യോജിക്കുന്നുവെങ്കിലാണ് അവൻ അഹ്ലുസുന്ന വൽ ജമാഅയായി മാറുന്നത്. അത് വെച്ച് നമ്മുടെ വിശ്വാസങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഒന്ന് പഠന വിധേയമാക്കണമെന്നാണ് എന്നോടും ഇങ്ങോട്ടും ഒക്കെ സൂചിപ്പിക്കാറുള്ളത്. എൻ്റെ വിശ്വാസങ്ങൾ, എൻ്റെ ആദർശങ്ങൾ, എൻ്റെ ആചാരങ്ങൾ, എൻ്റെ അനുഷ്ഠാനങ്ങൾ സുന്നത്തിനോടും ജമാഅത്തിനോടും എത്ര കണ്ട് യോജിക്കുന്നുണ്ട്, യോജിക്കുന്നില്ല. അത് പ്രകാരമാണ് നമ്മൾ അഹ്ലുസുന്നയുടെ ആളാണോ ആളല്ലേ എന്ന് യഥാർത്ഥത്തിൽ തീരുമാനമുണ്ടാവുക റബ്ബിന്റെ പക്കൽ. നാട്ടിൽ ഒരു പക്ഷേ നമ്മൾ എന്ത് വിശ്വസിച്ചാലും നമ്മളെ സുന്നത്തമായത്തിന് ആളായി കൂട്ടാൻ നമ്മളെ ഒപ്പമുള്ള മനുഷ്യന്മാർ ഉണ്ടാവും. നമ്മൾ ഏത് പാർട്ടി നിന്നോ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾ നമ്മൾ ആ പാർട്ടി മെമ്പറാണ് എന്നതുകൊണ്ട് മാത്രം നമ്മെ സുന്നത്തമായത്തിന് ആളായി കൂട്ടാൻ ആ പാർട്ടിക്കാർ തയ്യാറാകും. അത് സുന്നി മുജാഹിദൊക്കെ തയ്യാറാകും. ആരും ആവട്ടെ, നമ്മുടെ ഏത് പാർട്ടിയിലാണ് നമ്മളുള്ളത് ആ പാർട്ടിയിൽ കൂടെ പ്രവർത്തിക്കുന്ന സഹപാഠികൾ, സഹപ്രവർത്തകന്മാർ, അവരെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ ആചാരയ്ക്ക് വിഷയമല്ല. അവരെ കൂടെ നമ്മളുണ്ടോ എങ്കിൽ അവൻ പറയും ഇവൻ അഹ്ലുസുന്നത്താണ്, അല്ലാത്തവൻ പറയും ഓൻ സുന്നത്തമായത്തിന് പുറത്താണ്. ഓൻ കൂറുമാറി മറ്റേ പാർട്ടിക്ക് മാറിയാലോ അപ്പൊ ആ പാർട്ടിക്കാരൻ പറയും അയാൾ സുന്നത്തമായത്തിലേക്ക് മടങ്ങി, മറ്റൊരു പറയും അയാൾ സുന്നത്തമായത്തിന് പോയി. അതങ്ങനെയാണ് ദുന്യാവിന്റെ വെപ്പ്. പക്ഷെ റബ്ബിന്റെ പക്കൽ അയാൾ സുന്നത്തമായത്തിന്റെ ആളാകാൻ ഒരു കൂറുമാറ്റമോ ഒരു പാർട്ടി മാറ്റമോ ഒരു മെമ്പർഷിപ്പ് മാറ്റമോ അല്ല അടിസ്ഥാനം. നേരെ മറിച്ച് അവന്റെ വിശ്വാസാചാരാനുഷ്ഠാന കർമ്മ സംസ്കാര മേഖലകൾ സുന്നത്തിനോട് ജമാഅത്തിനോട് യോജിക്കുന്നുണ്ടോ എങ്കിൽ അവൻ അഹ്ലുസുന്നയാണ്. യോജിക്കുന്നില്ലേ അവൻ അഹ്ലുസുന്നയല്ല. 10% യോജിച്ചാൽ
ആ 10% വിഷയത്തിൽ അവൻ സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടാണ്. ബാക്കി 90 തെറ്റിപ്പോയവനാണ്. 90% യോജിച്ചാൽ ആ 90 സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷക്കാരനാണ്. ബാക്കി 10 അയാൾക്ക് അപാകതയാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഞാൻ സുന്നത്ത് ജമാഅത്താണോ എന്ന് ഞാൻ ആലോചിക്കാം. നമ്മൾ ഓരോരുത്തരും പഠിക്കുക, അതാ വേണ്ടത്. അല്ലെ ഓൻ സുന്നത്ത് ജമാഅത്തല്ല, ഇവൻ മുത്തമ്പാദിയാണ്, ഓൻ പിഴച്ചോനാണ്, ഇവനാ നല്ലത്, ഞാനാ നല്ലത്, ഓനാ മോശം അല്ല. അതിനപ്പുറത്ത് നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസാചാര അനുഷ്ഠാന കർമ്മ മേഖലകൾ സുന്നത്തിനോട് ജമാഅത്തിനോട് എത്ര കണ്ട് യോജിക്കുന്നുവെന്നൊരു ആത്മപരിശോധന സഹോദരങ്ങളെ, അതാ നമുക്ക് അനിവാര്യം. അറിഞ്ഞും അറിയാതെയും ആ വഴിയിൽ നിന്ന് വഴിമാറിപ്പോകാൻ, തെറ്റിപ്പോകാൻ, വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. തൗഹീദ് ക്ലിയറാണ്, ബാക്കിയെല്ലാം ക്ലിയറാണ്. ചില വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ സുന്നത്ത് ജമാഅത്തിൻ്റെതല്ലെങ്കിൽ അത് ഗൗരവം തന്നെ, ഏത് വിഷയമായാലും ശരി. അങ്ങനെ ആകുമ്പോൾ ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5, ആ 11 കാര്യം മാത്രം നോക്കിയാൽ മതി, വേറൊന്നും ആവശ്യമില്ല. ആ 11 കാര്യത്തിൽ നമ്മൾ എന്താ സ്വീകരിക്കേണ്ടത്? സുന്നത്തിൽ എന്താണോ ഉള്ളത് അത് സ്വീകരിക്കണം. ജമാഅത്തിൽ എന്താണോ ഉള്ളത് അത് സ്വീകരിക്കണം. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ ഏകോപനം. സുന്നത്തിൽ ഈമാൻ കാര്യത്തെ കുറിച്ച് എന്തു പറഞ്ഞു, സ്വഹാബത്ത് ഈമാൻ കാര്യത്തിൽ എന്തു നിലപാടെടുത്തു, ആ നിലപാട് സ്വീകരിച്ചാൽ ആ വിഷയത്തിൽ നമ്മൾ അഹ്ലുസുന്നയാണ്. പക്ഷെ അതൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ കാക്കക്കാരന്മാരായി നാട്ടിൽ നടപ്പായിട്ട് അങ്ങനെ പോരല്ലേ, നമ്മളങ്ങനെ വിശ്വസിക്കല്ലേ, ആ വഴിക്ക് അങ്ങോട്ട് പോവുക, ഇനി അങ്ങോട്ട് മരിച്ചാൽ മതി, അത് സ്വന്തമായി തന്നെ അല്ല. അങ്ങനെ ഒന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം, തർക്ക വിഷയമൊന്നുമില്ല. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തെ വിശ്വാസം എന്താ? എല്ലാവർക്കും അറിയാം, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം. അതാണ് ഒന്നാമത്തെ വിശ്വാസം. പടച്ച റബ്ബിനെ കുറിച്ച് നമുക്കൊക്കെയുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ നമുക്കുള്ള അവലംബം എന്താ? വിശ്വാസം എന്നത് കേട്ടുകേൾവി പ്രകാരം വിശ്വസിക്കേണ്ടതല്ല. കൃത്യമായി അന്വേഷിച്ചും അറിഞ്ഞും പഠിച്ചും ബോധ്യപ്പെട്ട് വിശ്വസിക്കേണ്ട ഒന്നാണ് വിശ്വാസ കാര്യങ്ങൾ. എങ്കിൽ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, ആ വിഷയത്തിൽ നമ്മുടെ നിലപാടെന്താ? അള്ളാഹിനെ കുറിച്ച് നമ്മളൊക്കെ ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ റഹ്മാനായ റബ്ബിനെ കുറിച്ച് വിചാരിച്ചു വെച്ച വിചാരം, ധരിച്ചു വെച്ച ധാരണ എന്താ സഹോദരങ്ങളെ? നമ്മൾ അന്വേഷിക്കുക. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട്. കുറേ ഉദാഹരണങ്ങൾ. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുക, റബ്ബിലേക്ക് അടുക്കുക എന്ന് പറയുമ്പോൾ നമ്മിൽ മഹാഭൂരിപക്ഷം ആളുകളുടെയും ഈ ഉമ്മത്തിലെ ഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിലുള്ള ധാരണ എന്താ? അള്ളാഹിനോട് അടുക്കാൻ പറ്റൂല, നേക്ക് നേരെ ചോദിക്കാൻ പറ്റൂല, നമ്മൾ തോന്നിട്ടൊരു കാര്യമില്ല, നമ്മൾ ചോദിച്ചാൽ കിട്ടൂല, നമ്മൾ പറഞ്ഞാൽ ഉത്തരമില്ല. അതുകൊണ്ട് പറയാൻ പറ്റിയ ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെയും കൂട്ടി ചെന്നെങ്കിൽ മാത്രമേ റബ്ബ് നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. റഹ്മാനായ റബ്ബിനെ കുറിച്ച് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളെയും ധാരണ നമ്മളൊക്കെ പ്രാർത്ഥിച്ച കാര്യമില്ല. അതുകൊണ്ട് നേർക്കുനേരെ ചോദിക്കുക, നേർക്കുനേരെ തേടുക എന്നത് ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? നമ്മുടെ ആളുകളെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത ധാരണയുണ്ട്. അതെന്താ? ഒന്ന്, ട്രാൻസ്ഫോർമർ പോലെയാണ് അല്ലാഹ്. ട്രാൻസ്ഫോർമർ പോലെ. അപ്പൊ ട്രാൻസ്ഫോർമറിന് നേരെ ബൾബ് കൊടുക്കാൻ പറ്റൂല, ബൾബ് ഫീസായി പോകും. അതിൽ നിന്ന് പവർ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് വേണം അത് ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കാൻ. എന്നതുപോലെ റഹ്മാനായ റബ്ബിനോട് നേർക്കുനേരെ അടുക്കുക എന്നത് പറ്റൂല. അതുകൊണ്ട് അടുത്തവരെ പിടിക്കുക, റബ്ബുമായി അടുത്തവരെ പിടിക്കുക. അങ്ങനെ ആ അടുത്തവരിലൂടെ വേണം അല്ലാഹുവിലേക്ക് അടുക്കാൻ. ഒരു ഉദാഹരണം. രണ്ടാമത്, വലിയ വലിയ ആളുകൾ, മന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ പോലുള്ള വലിയ വലിയ ആളുകൾ, അവരടുത്തേക്ക് നേർക്കുനേരെ അടുക്കാൻ പറ്റൂതല്ലോ. അവരടുത്തേക്ക് പോകണമെങ്കിൽ അവരെക്കാൾ താഴെയുള്ളവരെ പിടിക്കണം. അവരെ പിടിക്കണമെങ്കിലോ അതിനും താഴെയുള്ളവരെ പിടിക്കണം. അങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് മേപ്പെട്ട് പോയിട്ട് വേണം അവരിലേക്ക് എത്താൻ. അല്ലാതെ നേർക്കുനേരെ ഡൽഹിക്കാണ് ചെന്ന് അവിടെ ചെന്ന് എനിക്ക് പ്രധാനമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരു പ്രധാനമന്ത്രിയും ഒരാൾക്കും കാണാൻ അവസരം കിട്ടൂല. ഈ 2-3 ഉദാഹരണമാണല്ലോ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ആളുകളെ മനസ്സിലേക്ക് പ്രധാനമായും വരാറുള്ളത്.
ഈ ഉദാഹരണം പറയാത്തവർ തുച്ഛമാണ്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഇടയിൽ ആള് വേണം എന്ന് പറയാൻ ആകെ ആളുകൾ പറഞ്ഞ ഉദാഹരണങ്ങൾ ഇതൊക്കെയാണ്. ഈ ഉദാഹരണം എവിടുന്ന് കിട്ടി? ഈമാൻകാര്യം 6 നമ്മൾ സുന്നത്ത് ജമാഅത്തുകാരാകണമെങ്കിൽ സുന്നത്തിനും ജമാഅത്തിനുമുള്ള ഈമാൻകാര്യം എന്തോ അത് സ്വീകരിക്കണം. ആ ഈമാൻകാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കൽ. അതിൽ നമ്മൾ തെറ്റുപറ്റാത്ത സുന്നത്ത് ജമാഅത്തുകാരായി മാറണമെങ്കിൽ സുന്നത്തിനും ജമാഅത്തിനും റഹ്മാനായ റബ്ബിനെ കുറിച്ച് പഠിപ്പിച്ചതെന്തോ അത് വിശ്വസിക്കണം. അഥവാ ഈ ഉദാഹരണമാണ് ശരിയെങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഈ ഉദാഹരണം ശരിയാണെങ്കിൽ ആ ഉദാഹരണം സുന്നത്തിൽ പഠിപ്പിക്കപ്പെട്ടവയാകണം. ആ ഉദാഹരണം സ്വഹാബത്തിന് പരിചയമുള്ളതാകണം. ആ സ്വഹാബത്ത് റഹ്മാനായ റബ്ബിനെ അങ്ങനെയാവണം മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എങ്കിലേ ആ വിശ്വാസം സ്വീകരിക്കുന്ന നമ്മൾ ആ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയാവുകയുള്ളൂ. എന്നാൽ ഈ ഉദാഹരണവും ഈ രീതിയും നമുക്ക് എവിടുന്നാ കിട്ടിയത്? ഖുർആനിൽ നിന്നാണോ, സുന്നത്തിൽ നിന്നാണോ, സ്വഹാബത്തിൽ നിന്നാണോ, താബികളിൽ നിന്നാണോ, ഇമാമികളിൽ നിന്നാണോ? ഒന്നുമല്ല. പിന്നെ നമ്മളങ്ങനെ കേട്ട് പോന്നു. നാട്ടിലങ്ങനെ പലരും പറയുന്നു, പല ഉസ്താദുമാരും പറയുന്നു. അതിനപ്പുറത്ത് വേറൊന്നും അറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ വേങ്ങര ബസ് സ്റ്റാൻഡിൽ സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ പ്രസംഗിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അയാളെന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, മഹാന്മാരെ കൂടെ കൂടിയാൽ മാത്രമേ നമുക്കെന്താ രക്ഷപ്പെടാൻ പറ്റുള്ളൂ പരലോകത്ത്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, ഒരു കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ സൽക്കാരത്തിന് പുതിയാപ്പളയും സുഹൃത്തുക്കളും ഭാര്യ വീട്ടിലേക്ക് കയറി വരുമ്പോ അമ്മോഷൻ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കയ്യും പിടിച്ച് ഓരോരുത്തരെയും സലാം ചൊല്ലി അകത്തുകൊണ്ടേ സ്വീകരിച്ചിരുത്തും. അങ്ങനെ സ്വീകരിക്കുമ്പോഴാ കണ്ടത് പുതിയാപ്പള്ളിയുടെ കൂടെ വരുന്ന കൂട്ടത്തിലുള്ള ഒരാള് ഈ അമ്മോശനെ ഏറ്റവും വലിയ ശത്രുവാണ്. പക്ഷെ എന്ത് ശത്രുവാണെങ്കിലും ശരി ഇപ്പൊ അമ്മോശൻ കൈയ്യോടുത്ത് കയറ്റും. കാരണം എന്താ? പുതിയാപ്പള്ളിയുടെ കൂടെ നടാടെ വരിക. അയാളെ മടക്കി പറഞ്ഞയച്ചാലോ പുതിയാപ്പള അടക്കം തെറ്റിപ്പോകും. അതുകൊണ്ട് ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും കയ്യും പിടിച്ച് സലാം ചൊല്ലി ഉള്ളിൽ കയറ്റി വെള്ളം കൊടുക്കും എന്നതുപോലെ മൂപ്പര് പറഞ്ഞ ഉദാഹരണം. പിന്നെ പരലോകത്തുമായി ചെല്ലുമ്പോ നമ്മൾ നേക്കുന്ന ചെന്ന ഒരു നിലക്കും സ്വർഗത്ത് കയറാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ബാക്കിലാണ് കൂടിയാൽ ഓലാണ് കയറുമ്പോ ഓലൊപ്പം മകട് കയറാന. അതാണ് പരലോകമെങ്കിൽ പിന്നെ പരലോകം എന്തിനാ പരലോകം? പഠിച്ചോൻ തീരുമാനിക്കാൻ ഓൻ സ്വർഗത്ത് കടത്തൂലാന്ന്. കുറച്ച് കഴിയുമ്പോൾ ഓണ്ട് സ്വർഗത്തിൽ നിൽക്കണേ. അപ്പൊ എന്താ പറയുക? ഞാൻ മറ്റോനെ ബാക്കിൽ വല്ലാണ്ട് കയറിയില്ല. മൊയ്തീൻ ഷെയ്ഖും നിഫായ് ഷെയ്ഖും പോകണ്ടപ്പോ ഞാൻ ഓല ബാക്കിൽ എല്ലാണ്ട് ഒളിച്ചെന്ന് ഓലപ്പാട് കയറിയപ്പോ അപ്പൊ പഠിച്ചോനും കുടുങ്ങി. ഇപ്പൊ എന്താ കാട്ടുക? മൊയ്തീൻ ഷെയ്ഖിനൊപ്പല്ലേ വരുന്നത്, ഇപ്പൊ കേറണ്ട ഞാൻ കുടുങ്ങിയല്ലോ. അതല്ലേ അതിനർത്ഥം? ഈ വിശ്വാസമാണോ അഹ്ലുസുന്നയുടെ വിശ്വാസം? അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബിമാരുമൊക്കെ റഹ്മാനായ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് ആ നിലക്കാണോ? ഖുർആനിൽ, സുന്നത്തിൽ, പ്രമാണങ്ങളിൽ, സുന്നത്തമായ നയങ്ങളിൽ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നിടത്ത് ഈ വിശ്വാസമാണോ അതോ മറ്റു വല്ലതുമാണോ? നമുക്ക് ആ വിഷയത്തിൽ സുന്നത്തമായത്തിന് വിശ്വാസമാണോ പിഴച്ച വിശ്വാസമാണോ എന്നറിയാൻ ആ പഠനം മതി. അപ്പൊ നോക്കുക, നബിതങ്ങൾ അള്ളാഹിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്? ഖുർആനിൽ അള്ളാഹിനെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്? സ്വഹാബിമാർ അള്ളാഹിനെ കുറിച്ച് എന്താ മനസ്സിലാക്കിയത്? നമ്മൾ മനസ്സിലാക്കിയ പോലെയാണോ? എങ്കിൽ നമ്മൾ തെറ്റിയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ലേ എങ്കിൽ നമുക്ക് തെറ്റി മനസ്സിലാക്കേണ്ടത് ഓർക്ക് തെറ്റിയതല്ല. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഖുർആൻ അള്ളാഹിനെ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ എന്താണ്? നിങ്ങൾ ചോദിച്ചോളൂ തരാം, നിങ്ങൾ പറഞ്ഞോളൂ കേൾക്കാം, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, ഞാനെല്ലാം പൊറുക്കാം, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവരാണ്. ഇതല്ലാതെ ഇങ്ങനെ അടുക്കണ്ട, അങ്ങനെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞ പ്രയോഗം ഖുർആൻ ഇവിടെ ഉണ്ടാവില്ല. യാ ഇബാദില്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, സ്വന്തത്തോട് അങ്ങേയറ്റം പാപങ്ങൾ ചെയ്ത് മുങ്ങിക്കുളിച്ചു പോയ അടിമകളെ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഒരു ശൈലി അതാ. എത്ര സ്ഥലങ്ങളിൽ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ ദോഷങ്ങളും പൊറുക്കുന്നവരാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്,
അല്ലാതെ മറ്റാരാ പൊറുക്കുക? ഖുർആന്റെ പ്രയോഗങ്ങൾ അതൊക്കെ. അവൻ ഗഫൂറാണ്, ഗഫാറാണ്, വാഫിറാണ്, റഹീമാണ്, റഹ്മാനാണ്, ഖാബിലു തൗബാണ്. എത്ര 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 പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹിനെ കുറിച്ച് ഖുർആനിൽ ഏറ്റവും അധികം പഠിപ്പിക്കപ്പെട്ട നാമഗുണ വിശേഷണം പരിശോധിച്ചാൽ റഹ്മത്തുമായി ബന്ധപ്പെട്ട കാരുണ്യം, റഹ്മത്ത്, റഹ്മാൻ, റഹീം, ഇതാണ് ഏറ്റവും അധികം ഖുർആൻ എടുത്തു പരാമർശിച്ച പരിചയപ്പെടുത്തിയ റഹ്മാനായ റബ്ബുമായി ബന്ധപ്പെട്ടുള്ള പദപ്രയോഗങ്ങൾ. എങ്കിൽ ആ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ സ്വീകരിച്ച നയം സുന്നത്ത് ജമാഅത്തിന്റെ നയമല്ല എന്നർത്ഥം. ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന് ഒരു പേരിൽ പാർട്ടിണ്ടാക്കി അതിന് മെമ്പർഷിപ്പ് എടുത്താലും സുന്നത്ത് ജമാഅത്താവൂല, ഈ തെറ്റാ വിശ്വാസമാണെങ്കിൽ. പിന്നെ എവിടെ നമുക്കിത് കിട്ടിയത്? അത് നമുക്കും അറിയില്ല. അതങ്ങനെ നാട്ടിൽ ഇതായി പോകുന്നതാണ്. അതാരൊക്കെയോ പറഞ്ഞു, എവിടുന്നോ കേട്ടു, അങ്ങനെയാണ് പോയില്ലല്ലാതെ അതിന് വേറെ അവലംബണ്ടോ ഇല്ലേ നമ്മളാരും അന്വേഷിച്ചിട്ടില്ല. അവിടെയാണ് അപാകത സംഭവിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ചത് അടുക്കാൻ പറ്റൂല. അപ്പം ഞാൻ എന്താ ചെയ്യുക? അപ്പം ആരാ അടുപ്പിക്കാൻ പറ്റൂല? പിന്നെ ഓരോ തന്നെ നോക്കലായി. പിന്നെ നേക്കുന്നേരം ചെല്ലാൻ പറ്റതാകുമ്പോൾ എന്നാ പിന്നെ അടുപ്പിക്കാൻ പറ്റിയതാരാ അതന്വേഷിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആനക്കായത്തൊന്നും ആരുമില്ല. ആനക്കയത്ത് ഈ പഞ്ചായത്ത് മൊത്തം തപ്പിയിട്ടും പടച്ചറബേക്ക് നമ്മളെ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ ഇക്കഴിഞ്ഞ 100 കണക്കിന് കൊല്ലങ്ങളായിട്ടും ഒരാളും ആനക്കയത്തില്ല. പിന്നെ അങ്ങനെ പോയി നോക്കും, മഞ്ചേരി ഉണ്ടോ? അവിടെ ഇല്ല. മലപ്പുറത്തുണ്ടോ? അവിടെ ഇല്ല. കോട്ടയ്ക്ക് പോയി അവിടെ ഉണ്ട്? ഇല്ല. ഇവിടെ ഒന്നും മനുഷ്യന്മാരെ കിട്ടാനില്ല. എവിടെയും അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കാൻ പറ്റുന്ന ധൈര്യമുള്ള ഒരാളെ കാണില്ല. അപ്പം എന്താ ചെയ്യുക? അപ്പോഴാണ് ചില മൂലമാരെ പറഞ്ഞെടുത്തത്, ബേജാറാകണ്ട, ഇറാഖിൽ 1000 കൊല്ലം മുമ്പ് ഒരാളുണ്ടായിരുന്നു, അയാൾ മരിച്ചു പോയി, എന്നാലും ആൾ ഉഷാറാ, മൂപ്പരെ വിളിച്ചാൽ അപ്പം ഓടിയെത്തും, എന്ത് പ്രശ്നമുണ്ടോ മൂപ്പരെ ഏറ്റെടുക്കും, അള്ളാഹിനടുത്ത് പോയി നമ്മളെ കാര്യം പറയും, ശരിയാക്കി തരും, പറ്റിയ ആളാ, മുഹീദ്ദീനാണ് പേര്. എന്നാ മൂപ്പരെ പിടിച്ച വറന്ത കാട്ടുക. അതല്ലേ മൊയ്തീൻ ഷെയ്ഖും നമ്മളോ ബന്ധം? വേറെന്താ? മൊയ്തീൻ ഷെയ്ഖിനെ പറ്റി നമുക്ക് എന്താ അറിയാം? നമ്മളെ പറ്റി മൊയ്തീൻ ഷെയ്ഖിന് എന്താ അറിയാം? ഒന്നും അറിയില്ല. മൊയ്തീൻ ഷെയ്ഖിന് എന്താ ആനക്കയം? വല്ല പിടുത്തുണ്ട് ആനക്കയം? എന്ത് ആനക്കയം? മൊയ്തീൻ ഷെയ്ഖിന് വല്ല പിടുത്തേണ്ട കൂട്ടരാണ് നമ്മളെ ഈ നാടും, നമ്മളെ ഈ ഭാഷ, നമ്മളെ ഈ മലയാളം, നമ്മളെ ഈ മനുഷ്യന്മാരെയും മൊയ്തീൻ ഷെയ്ഖിന് വല്ല പിടുത്തുണ്ടാവും. നമുക്ക് ഷെയ്ഖിനെ പറ്റി എന്താ അറിയാം? എന്തൊക്കെയോ അടക്കെയോ പറഞ്ഞു കേട്ടു, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഷെയ്ഖിൻ്റെ അഡ്രസ്സ് എന്താ, മൂപ്പരെ വാപ്പാനെ പേരെന്താ, അമ്മാനെ പേരെന്താ, വല്യപ്പാര, മൂപ്പര് മക്കളുണ്ടോ, കുട്ടികളുണ്ടോ, എന്താ, ഒന്നും നമുക്കറിയില്ല. അറിയണമെന്നുണ്ടാവില്ല എന്നല്ല. നമുക്ക് ആകെ എന്തേ അറിയുള്ളൂ? 1000 കൊല്ലം മുമ്പ് ഇറാഖിൽ ജീവിച്ചു പോയ കാര്യപ്പെട്ട ആളാ. മൂപ്പരെ എപ്പോൾ വിളിച്ചാലും വരാൻ റെഡിയാ. അതുകൊണ്ട് മൂപ്പരെ പിടിച്ച റബ്ബിലേക്ക് അടുക്കാൻ പറ്റും എന്ന് ആരോ പറഞ്ഞു നമ്മോട്. വൈദേശികമൊന്നുമല്ല, നമ്മോട് വാറൊക്കെ പറഞ്ഞു, നമ്മളെ ഏതായാലും ആളെ തന്നെ എടുക്കുക. അപ്പം അവിടെ കൂടി. അങ്ങനല്ലേ റബ്ബിലേക്ക് അടുപ്പിക്കാനെന്ന പേരും പറഞ്ഞിട്ട് ഇറാഖിൽ 1000 കൊല്ലം മുമ്പ് ജീവിച്ചു പോയ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നൊരാൾ നമ്മൾ പിടിച്ചത്. പിന്നെ വേറെ ചില മനുഷ്യൻ പറഞ്ഞു, മൂപ്പര് ഒപ്പം തന്നെയുള്ള വേറെ ആളുണ്ടായിരുന്നു, റിഫായി ഷെയ്ഖ് അറിയും, ആരും മോശക്കാരൊന്നുമല്ല, എന്നാൽ ശരി മൂപ്പരും പിടിക്കുക. മുഹീദ്ദീൻ ഷെയ്ഖിനേക്കാളും 15 വയസ്സ് പ്രായം കമ്മിയാണ്, എന്നാലും മോശക്കാരനല്ല, ശരി റിഫായി ഷെയ്ഖ്. ഇനി വേറെ ഉണ്ടോ? പിന്നെ ഇറാഖിന് വേറൊന്നും കിട്ടിയില്ല. വേറെ നമുക്കൊന്നും കിട്ടുക. ആ ഭാഗത്ത് തന്നെയാണ് അബൂ ഹനീഫ ഇമാമൊക്കെ ജീവിച്ചത്. പക്ഷെ അത് നമ്മൾ പിടിക്കണില്ല. ഷാഫി ഇമാമും ഇറാഖാരൻ അല്ലെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും അവിടെ ചെന്നോലും തൊട്ടപ്പുറപ്പുറമൊക്കെ ജീവിച്ചതൊക്കെ തന്നെയാണ്. പക്ഷെ മൂപ്പരാരും പിടിച്ചില്ല. ഇമാം അഹമ്മദും ആ ഒരു പരിസര പ്രദേശങ്ങളിൽ തന്നെയാണ്, അദ്ദേഹത്തെയും പിടിച്ചില്ല. നമ്മളിങ്ങനെ തപ്പി നോക്കുമ്പോൾ ആകെ കിട്ടിയത് അവിടുന്ന് 2 ആൾ, പിന്നെ വേറെ ഇവിടെ ഇല്ല. യമനിൽ ആരെയുണ്ടോ? നമുക്കാരും കിട്ടിയിട്ടില്ല. ഈജിപ്തിൽ ആരെയുണ്ടോ? ഇല്ല. പിന്നെ സൗദി അറേബ്യയ്ക്ക് എന്നപ്പോൾ അവിടെ ഉണ്ടോ? ഒറ്റ കുട്ടിയില്ല. ഈ കണ്ട സ്വഹാബികളും താബികളും ഒക്കെ ജീവിച്ചു പോയിട്ടും സൗദി അറേബ്യയിലോ മക്കത്തുനിന്നോ മദീനത്തുനിന്നോ ഒരാളെപ്പോലും റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കണില്ല. പിന്നെ നമുക്ക് കിട്ടിയെന്നാണ്. പിന്നെ ഇങ്ങനെ പോന്നപ്പോൾ 100-300 കൊല്ലം മുമ്പ് ഇങ്ങനെ ഓമാനൂർ 2-3 ആൾക്കാർ ഷഹീദായിക്കുന്നത്. ഓല് തിരക്കിടും ചാൻസായി, എന്നാൽ ഓല പിടിക്കാതെ. സഹോദരന്മാർ, ഇത് സുന്നത്ത് ജമാഅത്താണോ? നമ്മൾ ബാക്കി അതിന് വക്കാനും വാശിയും ഒച്ചപ്പാടും ബാളൊക്കെ മാറ്റിച്ചിട്ട് ഒരു ആത്മാർത്ഥമായി നമ്മൾ സുന്നത്ത് ജമാഅത്ത് പറയുമ്പോൾ ഇതാണോ സുന്നത്ത് ജമാഅത്ത് എന്ന് ആലോചിക്കാം. എവിടെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നല്ലേ ന്യായമായി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യന്മാരെ മറപാടപ്പെട്ട് കിടക്കുന്നില്ലേ? ഒരാരും റബ്ബിലേക്ക് അടുപ്പിക്കാൻ യോഗ്യരല്ല എന്നും നമ്മുടെ നാട്ടിൽ നിന്ന് എവിടെ ഇല്ലാന്നും നമ്മുടെ നാട്ടിൽ ആകെപ്പ കാര്യപ്പെട്ടുള്ളത് ഓമാന ശ്രോതാക്കളാണെന്നും വന്നാൽ അത് ശരിയാണോ?
അപ്പം അതല്ല സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കാം. ഒരൊറ്റ സ്വഹാബി ജീവിതത്തിലെ ഒറ്റ പ്രാർത്ഥനയിൽ നമ്മളാരും തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇടയിൽ ആളെ വെച്ച് നടത്തിയ ദുആ നമ്മൾ കിട്ടൂല. നമ്മുടെ ജീവിതത്തിൽ രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട നൂറുകണക്കായ പ്രാർത്ഥന, അതിൽ ഒരു പ്രാർത്ഥനയെങ്കിലും ഇടയിൽ ആളെ തിരികിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന കാണൂല. രാവിലെ എണീറ്റ് വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയുണ്ട്, ബാത്റൂമിൽ കണ്ട് പോകുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ബാത്റൂമിൽ നിന്ന് പോരുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വണ്ടി കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ പോയി കയറിയ പ്രാർത്ഥനയുണ്ട്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട്, തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തും പ്രാർത്ഥന. ആ പ്രാർത്ഥനയൊന്നും ഇടയിൽ ആളെ കാണില്ല. അതൊക്കെ അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്ന് നേർക്ക് നേരെ വിളിച്ചുകൊണ്ട് കാര്യം പറയാണ്. അപ്പം ട്രാൻസ്ഫോമർ പോലെയാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയല്ല. ശരിയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇടയിൽ ആളില്ല, അത് അടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളെ ഇടയിൽ പിടിക്കേണ്ടിയിരുന്നു. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറയുമ്പോൾ ഒരു ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉണ്ടെങ്കിൽ സമാധാനം. അതില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക റഫഉഹു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുമ്പോഴും അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക് വവജ്ജഹ്തു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ظهري ഇലൈക് റഗ്ബതൻ വറഹ്ബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത. നബി ഞങ്ങൾ പഠിപ്പിച്ചതല്ലോ, ഈ ദുആ ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുകയാണെങ്കിൽ അവസാനത്തെ പ്രാർത്ഥന, അവസാനത്തെ സംസാരം ഇതിലാണെങ്കിൽ, ഇത് ചൊല്ലിക്കൊണ്ടാണ് അവൻ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ ആ നിലക്കെങ്ങാനും അന്ന് രാത്രിയോ മരിക്കുകയാണെങ്കിൽ മിത്ത അലൽ ഫിത്ര, ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതത്തോടു കൂടി മരിക്കാൻ സാധിക്കും. അതല്ല രാവിലെ എണീക്കുമ്പോൾ വീണ്ടും ജീവനോടെ തിരിച്ചു വരുന്നുവെങ്കിൽ ഇസ്ലാമികമായ ശുദ്ധ പ്രകൃതിയോട് അവന് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കഴിയും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണ്ടേ? നിർബന്ധമായും വേണം. നിർബന്ധമായും വേണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. എന്നിട്ട് പോലും ആ പ്രാർത്ഥനയിൽ ഒരു ഹക്ക് ജാഹ് ബർക്കത്തില്ല, ഒരു ഇടയാളില്ല, ഇടയിൽ ഒരാളെയും വെച്ചിട്ടില്ല എങ്കിൽ, സുന്നത്തിലും ജമാഅത്തിലും സ്ഥിരപ്പെട്ടതിൽ ഇടയാളന്മാരില്ലെങ്കിൽ, പിന്നെ ഇടയാളന്മാരെ കാണുന്നുവെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തല്ല എന്ന് മനസ്സിലാക്കാം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, റഹ്മാനായ റബ്ബിനും നമുക്കും ഇടയിൽ ആളെ വെക്കണമെങ്കിൽ, നമുക്കും റബ്ബിനും ഇടയിൽ ആളെ വെക്കണമെങ്കിൽ ഒരു ഇട വേണ്ടേ? അതില്ലല്ലോ. നമ്മുടെയും അള്ളാഹിന്റെയും ഇടയിൽ ഒരാളെ വെക്കണമെങ്കിൽ, ഇടയിൽ ആളെ വെക്കാൻ, ഇടയാളിനെ വെക്കാൻ ഒരു ഇട വേണമല്ലോ. ആ ഇട എവിടെ? എത്ര ബഹളങ്ങളും വിവാദങ്ങളും ഒച്ചപ്പാടുകളും എല്ലാം ഇതിൻ്റെ പേരിൽ നടന്നു. ഏകദേശം 2 കൊല്ലങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വെച്ചൊരു വാദപ്രതിവാദമുണ്ടായി ഈ വിഷയത്തിൽ മാത്രമായിട്ട്. റഹ്മാനായ റബ്ബിനോട് മാത്രമാണോ ഇസ്തിഗാസ ചെയ്യേണ്ടത്, അതോ റബ്ബല്ലാത്തോടും തേടാൻ പറ്റുമോ എന്ന വിഷയത്തിൽ ഒരു വാദപ്രതിവാദം മംഗലാപുരത്ത് നടന്നപ്പോൾ MT അബൂബക്കർ ദാരിമി എന്ന് പറയുന്ന സമസ്തയുടെ പ്രഭാഷകനാണ് അന്ന് അവിടെ പ്രസംഗിക്കാമെന്ന പ്രധാനപ്പെട്ട ഒരാൾ. അയാളന്ന് വാദിച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചത്, റഹ്മാനായ റബ്ബിന് പുറമെ ആരോട് തേടിയാലും ശരി, അവർ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവല്ല, ഖാലിഖല്ല എന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം അതിന് തകരാറില്ല. അവർ സൃഷ്ടാവാണെന്ന് എപ്പോൾ വിശ്വസിക്കുന്നുവോ അപ്പോഴേ ശിർക്ക് വരൂ, അല്ലെങ്കിൽ ശിർക്ക് വരില്ല. അന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദ്യം ഉന്നയിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരാൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ വിളിച്ചുകൊണ്ട് ആ മുഹീദ്ദീൻ ശൈഖ് സൃഷ്ടാവല്ല, ഖാലിഖല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തേടി. കേട്ടു നിന്ന ഒരാൾ ആമീൻ എന്ന് പറയുകയും ചെയ്തു. എങ്കിൽ അത് ശിർക്കാണോ?
അയാൾ ഉറപ്പിച്ചു പറഞ്ഞു അത് ശിർക്കല്ല, അത് ശിർക്കല്ല, ശിർക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. മുഹീദ്ദീൻ ഷെയ്ഖ് വെറും മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്ത് മുസ്തഖീമിലേക്ക്, നേരായ വഴിയിലേക്ക് എനിക്ക് താങ്കൾ വഴി കാണിക്കണേ ഷെയ്ഖേ എന്ന് തേടിയാലും ശിർക്കല്ല. ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ഷെയ്ഖിനോട് യാ ഷെയ്ഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഷെയ്ഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ? നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ഷെയ്ഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെയാണ് അതിന്റെ വിധി. അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. കണ്ടോ സഹോദര, എത്ര അപകടം പിടിച്ച വാദമാണ്. ഈ നാട്ടിലെ സാധാരണക്കാര് പോലും ഒരുപക്ഷെ സമ്മതിക്കൂല. മൊയ്തീൻ ഷെയ്ഖിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം തേടാന്നോ? അതാരും ശരി പറയൂല. എന്നാൽ സമസ്തയുടെ ഔദ്യോഗിക പ്രഭാഷകനായി അറിയപ്പെടുന്ന MT അബൂബക്കർ ദാരിമിയാണ് ഈ പറഞ്ഞത്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈന് ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് പോലും റബ്ബല്ലാത്തവരോട് ആകാമെന്ന് പറയുന്നിടത്തേക്ക് ഈ ഉമ്മത്ത് എത്തി എന്ന് മാത്രമല്ല, ഇതിൽ അതാണത്രേ സുന്നത്തമാഴത്ത്. അത് സുന്നത്തമാഴത്ത് അത് ശരിയല്ലെന്ന് പറഞ്ഞാലോ ആ പറഞ്ഞോ പുത്തമ്മാതി പഴിച്ചോന്. അവിടെ ഇപ്പം അവസാനം എത്തിയത് അള്ളാഹിനെ കുറിച്ച് തെറ്റായ ഉദാഹരണം പറഞ്ഞ് ആ ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബിലേക്ക് അടുപ്പിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അടുപ്പിക്കാൻ ആളെ കണ്ടുപിടിച്ച് അയാളെ ഇടയാളിനാക്കി വെച്ച് പിന്നെ അയാളുടെ തേടി അവസാനം അയാൾ തേടാത്തവൻ പുത്തമ്പാതി, തേടിയവനോ ഓ സുന്നത്തമാഴത്ത്. അവിടെ ഇപ്പം എത്തിക്കണത്. പിന്നെ അടുത്ത ഘട്ടത്തിൽ തേട്ടം മാത്രമല്ല ബാക്കിയെല്ലാം അങ്ങനത്തെ മാറി. നേർച്ച ശൈഖന്മാരുടെ പേരിൽ, സത്യം ചെയ്യൽ ശൈഖന്മാരുടെ പേരിൽ, ഭയവും പേടിയും ആശങ്കയും ആശയും അടക്കം എല്ലാം ഷെയ്ഖിൻ്റെ നേരെ ഷെയ്ഖിൽ നിന്ന് മാത്രം. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം നേക്കുന്നതിന് അടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇടയിൽ ആൾ വേണമെന്ന് ന്യായം പറഞ്ഞിട്ടാണ് ഈ മഹാന്മാരെ പിടിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവരെ പേരിൽ പെട്ടി സ്ഥാപിച്ച് ആ പെട്ടിയിലേക്ക് നേർച്ച നേരാൻ പറയുന്നു. അവരെ പേര് പറഞ്ഞ് സത്യം ചെയ്യാൻ പഠിപ്പിക്കുന്നു. അവരെ കബറിങ്ങ പോയിട്ട് ആ കബറാളിയെ നേക്കുന്നവരെ വിളിച്ച് സങ്കടം പറയാൻ പ്രേരിപ്പിക്കുന്നു. അതിനൊക്കെ തെളിവുണ്ടെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതാണ് സുന്നത്തമാഴത്ത് എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. നഊദുബില്ലാഹ്. അതല്ല സുന്നത്തമാഴത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം നബിതങ്ങളുടെ ഖബർ ഏത് റൂമിലാണോ ഉള്ളത് ആ റൂമിൽ താമസിച്ച ആളാ ആയിഷ റളിയല്ലാഹു അൻഹ. അതേ റൂമിൽ ഒരു ചുവന്ന കർട്ടൻ ഇട്ടിട്ട് ആ കർട്ടന് അപ്പുറത്ത് ഖബർ, കർട്ടൻ ഇപ്പുറത്ത് ആയിഷ ബീവിയുടെ താമസം. അങ്ങനെ ഒറ്റമുറിയാണ് നബിതങ്ങളുടെ വീടെന്ന്. നമ്മളെ പോലെ ഓഫീസ് റൂമും ഡൈനിങ് ഹാളൊന്നുമില്ല. ഒറ്റമുറി വീടാണ്. ആ ഒറ്റമുറി വീട്ടിൽ ഒരു ഖബറും കൂടി ഉണ്ടായി. അപ്പം ഖബറും ഇതും വേർതിരിക്കാൻ ഒരു കർട്ടൻ ഇട്ടു. ആ കർട്ടൻ്റെ അപ്പുറത്ത് ഖബർ, കർട്ടൻ്റെ ഇപ്പുറത്ത് ആയിഷ ബീവി താമസിക്കുന്നു. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഖബറും കൂടി വന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ഖബറും കൂടി വന്നു, ഉമർ ഖത്താബിൻ്റെ ഖബർ. അപ്പോഴും ആയിഷ ബീവി താമസം അവിടെ തന്നെയാണ്. 48 കൊല്ലമാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ താമസിച്ചത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് റസൂല ഭർത്താവാണ്, മറ്റൊന്ന് വാപ്പാൻ്റെ ഖബറാണ്, പിന്നെ ഉമർ ഖത്താബിൻ്റെ ഖബറും. ഈ 3 ഖബറുകൾ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്ന ഖബറുകളിൽ ഏറ്റവും സ്ഥാനമുള്ള 3 മഹാന്മാരുടെ ഖബറുകളാണല്ലോ. ആ ഖബർ
ആ ഖബറിന് തൊട്ട് സമീപത്ത് ഒരു കത്തനിട്ട് അതിനപ്പുറത്ത് താമസമാക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ, അവർ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു പ്രശ്ന വിഷയം ഉണ്ടായപ്പോൾ ആ നബിതങ്ങളെ വിളിച്ച്, ആ സുദ്ദീഖുൽ അക്ബർ എന്ന വാപ്പാനെ വിളിച്ച്, ഉമർ ഖത്താബിനെ വിളിച്ചിട്ട് യാ റസൂലല്ലാഹ് ഖുദ് ബിയദിഹി ഖല്ലത്തി ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞോ? ഇല്ല. ആയിഷ ബീവി ചെയ്തില്ല, ചെയ്യാൻ പഠിപ്പിച്ചില്ല. നബിയുടെ ഭാര്യമാർ പലരും നബിയുടെ കാലശേഷം പതിറ്റാണ്ടുകൾ ജീവിച്ചവരാണ്. അവരാരും അത് ചെയ്തില്ല, അങ്ങനെ മാതൃക പഠിപ്പിച്ചതുമില്ല. നമ്മുടെ നാട്ടിലോ ഉസ്താദുമാർ പള്ളിക്കുന്ന് മൈക്കിലൂടെ വിളിച്ചു പറയാ, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി അദ്രിക്നി യാ റസൂലല്ലാഹ്, നബിയെ കൈപിടിക്കണേ, നബിയെ എന്നെ പ്രാപിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് നേർക്കുനേരെ തേടുന്നിടത്ത് ഇന്ന് മുസ്ലിം ഉമ്മത്തെത്തി. ആ തേട്ടമാണത്രേ സുന്നത്ത് ജമാഅത്ത്. അത് തേടാൻ പാടില്ല എന്ന് പറഞ്ഞാലോ ഓൻ പുത്തമ്പാദിയായി മാറി. അവിടെ ഇപ്പോൾ ഉമ്മത്തുള്ളത് ഒട്ടുമിക്ക പള്ളിയുടെയും ഉള്ളിൽ ഈ വിളികളും അതിന് പറ്റാവുന്ന പാട്ടും ബെയ്ത്തും ഒക്കെയും ഇന്ന് പള്ളികളിൽ ഔദ്യോഗികമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുത്തുബിയ്യത്ത് ഇന്ന് പല പള്ളിൻ്റെയും ഉള്ളിൽ കയറി. പഴയ കാലത്ത് വീടുകൾ കേന്ദ്രീകരിച്ച കുത്തുബിയ്യത്ത് വീട്ടിൽ നിർത്തിയപ്പോൾ പിന്നെ മൗലവിമാരെ പള്ളിക്കാക്കി കുത്തുബിയ്യത്ത്. എന്താ കുത്തുബിയ്യത്ത്? 1000 പ്രാവശ്യം ശൈഖിനെ വിളിക്കാം. എന്തായാലും സ്വഹാബിയൊക്കെ പരിചയം ഉറപ്പാണല്ലോ. സ്വഹാബിയുടെ കാലത്ത് മൊഹീദ്ദീൻ ശൈഖിനല്ല, സ്വഹാബികളുടെ കാലത്ത് മൊഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖൊന്നുമില്ല, അതുകൊണ്ട് കുത്തുബിയ്യത്തും ഇല്ല. എന്നാൽ കുത്തുബിയ്യത്തിലൂടെ 1000 പ്രാവശ്യം യാ ഗൗസു യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 പ്രാവശ്യം വിളിക്കുന്നു. എവിടുന്ന്? പള്ളിൻ്റെ ഉള്ളിൽ നിന്ന്. അള്ളാനെ വിളിക്കാൻ, റബ്ബിനെ മാത്രം ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട പള്ളിയിൽ നിന്ന് റബ്ബല്ലാത്ത വിളിക്കുന്നു. 1, 2, 3, 5, 10, 100 1000 പ്രാവശ്യം വിളിക്കുന്നു. യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എന്തിനാ വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നത്? അങ്ങനെ വിളിച്ചാൽ ശൈഖ് ആ വിളി കേൾക്കുമെന്ന വിശ്വാസം, ശൈഖ് ഇത് അറിയുമെന്ന വിശ്വാസം, ശൈഖ് ഇടപെടുമെന്ന വിശ്വാസം, ശൈഖ് ഇവിടെ ഹാജരാകുമെന്ന വിശ്വാസം, ശൈഖ് നമ്മുടെ പ്രശ്നം അറിയുമെന്ന വിശ്വാസം. അതിലല്ലേ കുത്തുബിയ്യത്ത്. ജോലി ശരിയാകണില്ല, കുത്തുബിയ്യത്ത് നടച്ചാക്കുക. ചെയിന് കളവ് പോയി, കുത്തുബിയ്യത്ത് നടച്ചാക്കുക. രോഗം മാറുന്നില്ല, കുത്തുബിയ്യത്ത് നടച്ചാക്കുക. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാകുന്നില്ല, കുത്തുബിയ്യത്ത് നടച്ചാക്കുക. അപ്പം എന്താ സംഭവിക്കുന്നത്? കുത്തുബിയ്യത്ത് നടത്തുമ്പോൾ 1000 പ്രാവശ്യം ശൈഖിനെ വിളിക്കുമ്പോൾ ശൈഖ് ഹാജരായി അവൻ്റെ പ്രശ്നം മനസ്സിലാക്കി ആ പ്രശ്നത്തിന് ശൈഖ് ഇടപെടുന്നു. ഇതിനാണ് കൂട്ടരെ പച്ചയായ ശിർക്ക് എന്ന് പറയാം. നമ്മൾ എന്തു ന്യായം പറഞ്ഞാലും ശരി, ഇതിനെന്താ പ്രമാണം, ഇതിനെന്താ തെളിവ്? തെളിവൊന്നുമില്ല. പിന്നെ അവിടെ അറാബി അവിടെ പോയി പറഞ്ഞില്ലേ, ഇവിടെ അറാബി പാട്ടാടിയില്ലേ, അപ്പുറത്തൊരു കഥയില്ലേ, ഇവിടെ ഒരു കവിതയില്ലേ, മറ്റേ കിതാബിൽ എങ്ങനെയില്ലേ, ഒരു കിതാബ് എങ്ങനെ ഉണ്ടെങ്കിൽ ആ കിതാബിൽ ഉണ്ടായിക്കോട്ടേക്ക് എന്നല്ലാതെ നമ്മുടെ അതിൻ്റെ പിന്നാലെ പോണത്. ഞങ്ങളെ കിതാബുകൾ എഴുതി സ്വീകരിക്കാം. ഒരു കിതാബിലുള്ള എഴുതി വെച്ചു എന്നാൽ അള്ളാന്റെ കിതാബിൽ പറഞ്ഞ 100 കണക്കായ ആയത്തുകൾ മുഴുവൻ മറികടക്കാൻ മാത്രമല്ല കിതാബ് വേറെ ആരുതാണുള്ളത്. എന്നിട്ട് അതിന് ഓരോരോ മോലന്മാരിരുന്ന് തെരഞ്ഞു പിടിച്ച് ഓരോ കഥയും കൊണ്ടുവരും. കണ്ടോ, ഇതാ അവിടെ ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഒരു പാട്ടുണ്ട്, അവിടെ അറാബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അറാബിനെ പോലെ ആകാനാണോ നമ്മോട് പറഞ്ഞത്? ഒരു അറാബി പാടെങ്കിൽ അയാൾക്ക് പോയി എന്നല്ല, നമുക്ക് എന്താ, അയാൾ പാടിക്കോട്ടെ, അവിടെ നമ്മളാ വഴിക്ക് പോകലാം. അപ്പം സഹോദരന്മാരെ, അഹ്ലുസുന്നയുടെ നയനിലപാടുകളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വഴിമാറിപ്പോകുന്നു. ആ വഴിമാറ്റത്തിൻ്റെ പ്രകടഭാവങ്ങളാണ് മാലകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ഹദ്ദാദുകൾ. അതൊക്കെ ആ വകുപ്പിൽ വരുന്നതാണ്. അതൊക്കെ അങ്ങനെ വന്ന പിൽക്കാലത്ത് ഉണ്ടായി വന്ന വ്യാജമായി സ്ഥാപിക്കപ്പെട്ട ദീനിൻ്റെ പേരിൽ വ്യാജമായി സ്ഥാപിച്ച് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ. അല്ലാതെ ദീനുമായി ബന്ധമുള്ളതോ അഹ്ലുസുന്നയുടെ വിശ്വാസാചാരങ്ങളോ ഒന്നുമല്ല. അത് നമ്മൾ തിരിച്ചറിയണം, അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നാലുപന്ത നല്ലതല്ലേ, അത് മഹാന്മാരല്ലേ, ഓരോ സ്നേഹിക്കുന്ന നല്ലതല്ലേ, ഓരോ പ്രശംസിക്കുന്ന നല്ലതല്ലേ, അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷെ അതിൻ്റെ മറവിൽ അവർ വിളിച്ച് തേടുന്നത് ഓരോ ഹാജരാകുന്ന പറഞ്ഞത് ഏതെല്ലാം കഥകൾ. കാസർഗോഡ് ജില്ലയിൽ കുട്ടിക്കുളം ഖാദിരി എന്ന് പറയുന്ന ചങ്ങായി ജീവിച്ചിരുന്നു. അയാളെ വീട്ടിക്ക് അള്ളാഹുവിന്റെ റസൂൽ വന്നു എന്നാണ് AP സുന്നിയുടെ വിശ്വാസം. ഇപ്പൊ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് ആലുവയിൽ നബി തങ്ങൾ വന്നു പറഞ്ഞത്. ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ
അതിൻ്റെ അടുത്ത് ആലുവ എല്ലാവരും കേട്ട പരിചയമുണ്ടല്ലോ. ആലുവക്ക് സമീപത്തൊരു കുഗ്രാമമുണ്ട്. അവിടെ നടന്ന ഒരു ചരിത്രം ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പോയാൽ പണ്ഡിതന്മാര് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും. അവിടെ ഒരു മനുഷ്യണ്ടായിരുന്നു. അയാൾക്ക് എന്താ പണിയെന്ന് അറിയാം. റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. അയാളെ പണി അതാണ്. ഇയാളൊരു ദിവസം പാട്ടുണ്ടാക്കിയിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞേ, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പാട്ട് കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ പാടിത്തരാം, എല്ലാവരും അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു ഇയാൾ. വിശ്വാസക്കാരൻ കഴിഞ്ഞ ആൾക്കാർ ഇയാളൊരു നാടൻ കാക്കയാണ്. കീറി പറഞ്ഞ കുപ്പായിട്ട് കിടക്കുന്ന ഒരു നാടൻ ഫക്കീർ. പണ്ട് കാലങ്ങളിൽ കല്യാണപ്പാട്ട് പാടാൻ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെന്നല്ലേ നമ്മുടെ കൂട്ടത്തിൽ പോലും. എന്നാണ് ഇവിടെ വരും, ഞങ്ങൾ പണ്ട് കല്യാണപ്പാട്ടൊന്ന് പാടിത്തരാടെ കുത്തിരിക്കുക. ആരാപ്പത് കേൾക്കാനിരിക്കണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുന്ദരിയായ പെണ്ണിന്റെ പാട്ടല്ലേ പറ്റുള്ളൂ, കൽബില് ഫാത്തിമാന്റെ പാട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇവരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആ പണ്ടത്തെ ഏലക്കമ്പാട്ടൊന്ന് പാടിത്തരാൻ ഊക്കി വിടൂലേ? ഈ വയസ്സം കാക്കാന അന്നലക്കാ നാട്ടുകാർ കണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാൻ നല്ല പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടിത്തരാറ്. ഇയാൾക്ക് എന്താ പണി? റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. ഇതാണ് ഇയാളെ പണി. പക്ഷെ ആരും കേൾക്കാനിരുന്നില്ല. ഇയാൾക്ക് സങ്കടമായി. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് അതൊന്ന് പാടിത്തരാന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ആളില്ലാതായി പോയില്ലേ, സങ്കടപ്പെട്ടു. അങ്ങനെ ഇയാള് ഈ മിമ്പറിന്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് നിറച്ച് ആൾക്കാരുണ്ട് കയറി വന്നു. ഇത് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടുകാരോട് മുഴുവൻ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി, അവർ പറഞ്ഞു തരും ചെയ്യും. റാവുത്തർ കുടുംബത്തിൽപ്പെട്ടതാണ്. അതിനൊരു കുടുംബം തന്നെ ഉണ്ട് അവിടെ. അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കയറി വന്നിട്ടല്ലോ, പാടിക്കോ ഞങ്ങൾ കേട്ടോളാർ, ഈ പാടിക്കോ ഞങ്ങൾ കേട്ടോളാർ. അങ്ങനെ ഇരുന്ന് സദസ്സ് നിറഞ്ഞ സൊഫായിട്ട് ഇരുന്നു. ആലുവാക്ക് സമീപമുള്ള ഒരു കുഗ്രാമത്തിലെ പള്ളി ഇരുന്നു. ഇയാളോട് പാട്ടുപാടാൻ പറഞ്ഞു. അപ്പൊ ഇയാള് ഹാലൊക്കെ മാറി, മറ്റൊരു ഇറങ്ങിപ്പോയതൊക്കെ മറന്നു. ആൾക്കാർ വന്നല്ലോ, പാട്ടുപാടാൻ പറഞ്ഞില്ലേ. അപ്പൊ അയാൾ ശ്രദ്ധതായി. ഇയാൾ പാട്ടുപാടി പാടി 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 അള്ളാഹുവിന്റെ റസൂലിന്റെ മെഹറാജിനെ കുറിച്ച് പാടിയപ്പോൾ റസൂലുള്ള അങ്ങോട്ട് കയറി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയറി വന്നു. ഈ പാട്ട് പാടുന്ന ആളുടെ നെറ്റത്തടത്തിൽ പോയിട്ടൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, പാടിക്കോ ഞാൻ കേട്ടോളാം. അയാളങ്ങോട്ട് പാടി ഒരു മുത്തം കൊടുത്ത് ഇറങ്ങിപ്പോയി. പാട്ട് സമാപിച്ചു. എല്ലാവരും കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പള്ളിയിൽ വന്ന് നോക്കുമ്പോ ഭയങ്കര സുഗന്ധം. ഈ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കണത് വരെ അയാളുടെ ശരീരത്തിലും സുഗന്ധം, അയാൾ പോണോടത്ത് സുഗന്ധം, അയാളെ വീട്ടിൽ സുഗന്ധം, അയാളെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നിട്ട് സുഗന്ധം. അങ്ങനെ അയാളെ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തു. ഒരു നാടൻ കാക്ക. ആലിമൊന്നുമല്ല, മൂലേരുമല്ല. കണ്ടാലൊരു മനുഷ്യൻ മെയിൻറ്റെയിൻ ചെയ്യൂല. അത് പുഴമ്പില്ല പോവാം. മനുഷ്യന്മാരെ ഗേറ്റിംഗ് ചെന്നാ പോടാ എന്നും പറഞ്ഞ് ഓടിക്കും. അത്തരം ഒരു സാധു മനുഷ്യൻ നേടിയ നേട്ടമാണിത്. ഇതെവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ കണ്ട അനുഭവമാണ്. അവൻ എബിങ്ങനെ നടക്കുക. അധികം കേരളത്തിലപ്പോ ആയിഷ ബീബി 48 കൊല്ലം അവിടെ താമസിച്ചിട്ട് ഒരിക്കൽ പോലും വന്നില്ല. മൊയ്തീൻ ശൈഖ് ബിൻ അവിടൊക്കെ നടക്കുക, എല്ലായിടത്തും ഹാജരാകുക. നിങ്ങൾ ആലോചിക്കുക, അങ്ങനത്തെ ഒരു ഏർപ്പാട് ഉണ്ടാവോ? മൊയ്തീൻ ശൈഖ്, റിഫായ് ശൈഖ് വലിയ വലിയ മനുഷ്യന്മാരാ, ആർക്കും തർക്കമില്ല. ഇനി നമ്മൾ ചെറുതാക്കിയതുകൊണ്ട് വീട്ടിൽ ചെറുതാകാൻ പോടില്ല. നമ്മൾ ചെറുതാക്കിയേക്ക് എന്താ ചെറുതാവൂല. ഓരൊക്കെ മരിച്ചാലും കാണും, കേൾക്കും, അറിയും, ഇടപെടും, ഇവിടൊക്കെ വരും, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഒരു മഹാനായ മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വേറെ കെട്ടിച്ചെടുക്കാൻ പറ്റുമോ? കാരണം കല്യാണം ആലോചിക്കണം, അയാളെ ഒന്ന് കാണുന്നതും വിവാഹം ഉറപ്പിക്കുന്നതും നിക്കാഹ് ചെയ്യണതും ഓലെ കൂട്ടിക്കൊണ്ടുപോകണതും ഓരോ ആദ്യരാത്രി ഒരുമിച്ച് താമസത്തിനൊക്കെ ശൈഖ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലും വലിയ വിഷമഭാരം തണ്ടാകുക. എന്നാൽ ഏതെങ്കിലും ഔലിയ മരിച്ച ആരെങ്കിലും പറയോ, ആയി മൂപ്പര പെണ്ണുങ്ങളെ കെട്ടിക്കണം കേട്ടോ, മൂപ്പയ്ക്ക് വിഷമാവുന്നു, മൂപ്പര സ്വത്ത് ഓരേക്കണ്ട, കാരണം അതൊക്കെ മൂപ്പര അവിടെ നിന്ന് കാണുന്നുണ്ട്, അതൊക്കെ വിഷമാണ് എന്ന് പറയോ? അങ്ങനത്തെ ഏർപ്പാടുണ്ടാ. എന്നിട്ട് അത് വിശ്വസിക്കാം മനുഷ്യന്മാർ. അത് വിശ്വസിക്കുന്ന അതിന് തർക്കം. ഒരു കാണൂലേ, കേൾക്കൂലേ, ഒരു വരൂലേ. എന്ത് പറ്റിയ സഹോദരന്മാരെ? നമുക്ക് അതിന് തെളിവ്, അതിന് മൂലന്മാർ വരിക, അതിന് വയലറിയുക, അതിന് ആയത്തുണ്ട്, ഹദീസുണ്ട്, കിതാബുണ്ട്, കഥ ഉണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ട് വയലും പറഞ്ഞ് പൈസയും വാങ്ങി പോകുകയായിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ദുരന്തമാണ് സഹോദരന്മാരെ ഈ ഉമ്മത്തെത്തിപ്പെട്ടത്.
ഇത് നാട് മുഴുവൻ നേർച്ചപ്പെട്ടികൾ, നാട് മുഴുവൻ ശബ്ദകോലാഹലങ്ങൾ, ഓല വിളിച്ചു പ്രാർത്ഥിക്കുന്ന പാട്ടും പെയ്ത്തുകൾ, അതിനുള്ള റാത്തീബ്, ഹദ്ദാന്, കുത്തുബിയത്ത്, മാല, മൗലൂദ്, എന്തെല്ലാം ഏതെല്ലാം, ഇതൊക്കെ പിൽക്കാലത്ത് കയറി വന്ന ശിർക്കിൻ്റെ വ്യക്തമായ വശങ്ങളാണതൊക്കെ. നമ്മളത് ഒഴിവാക്കിയേ പറ്റുള്ളൂ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അതല്ല. കുറേ പാട്ടും പെയ്ത്തും പാടുന്നതല്ല സുന്നത്തെ ജമാഅത്ത്. കുറേ പാട്ടാടി നടന്നാൽ സുന്നത്തെ ജമാഅത്തായി അങ്ങനെയൊന്നുമില്ല. ആളുകൾക്ക് അങ്ങനെ നിസ്കരിച്ചിലും വേണ്ടില്ല, നോമ്പോറ്റിലും വേണ്ടില്ല. ഓരങ്ങൾ സുന്നത്തെ ജമാഅത്താകാൻ ഈ പാട്ടും പെയ്ത്തൊക്കെ ഉണ്ടായാൽ മതി. നമ്മൾ സുന്നത്തെ ജമാഅത്തായി നിസ്കാരം കാണുന്നില്ല, അത് വലിയ വിഷയമൊന്നുമില്ല. അത് പാരപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനത്തെ അല്ലേ നദി ഓമല നിസ്കാരം നോക്കുമ്പോന്നില്ല. അത് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവരും ഇപ്പം അങ്ങനെയൊക്കെ ആവുമോ, അതൊക്കെ ഉണ്ടാവും. എന്നാലും ഓ സുന്നത്തെ ജമാഅത്തിന് കുഴപ്പമൊന്നുമില്ല, എന്നാൽ മതിയില്ല. അപ്പോൾ എന്താ പോയി സുന്നത്തെ ജമാഅത്ത് പറഞ്ഞാൽ ഇതൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞ ഉദാഹരണമാണ്, നിസ്കാരം നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഓനിങ്ങനെ കൊല്ലത്തിലൊരു റബീലവലോ മറ്റോ വരുമ്പോഴോ അല്ലെങ്കിൽ വാപ്പ മരിച്ച ആണ്ടാകുമ്പോഴോ ഒക്കെ ആയിട്ട് പള്ളിക്ക് പോയി ഉസ്താനെ കണ്ട് ഉസ്താനെ വാപ്പാൻ്റെ ആണ്ടാണ്, നിങ്ങളും 2-3 കുട്ടികളും നാളാണ്ട് വരണം എന്ന് പറഞ്ഞ് ഓലൊക്കെ പടം വന്ന് പേജ് പാട്ടും പാടി ഓയ്ക്ക് ചോറും കൊടുത്ത് പൈസയും കൊടുത്ത് പറഞ്ഞയച്ചാൽ ഉസ്താദ് പറയും സംഗതി നമ്മളെ മയമുട്ടുണ്ടല്ലോ, ഓൻ നിസ്കാരം നോക്കുമ്പോഴൊക്കെ ശരി തന്നെ, എന്നാലും സുന്നത്തമായത്തൊന്നും പോയിട്ടില്ല എന്നറിയും. അപ്പോൾ സുന്നത്തമായത്തന്നെ ആകപ്പം ഈ പാട്ടും ഈ ചോറയ്ക്കലും മാത്രം. നീ ഓനെ ഈ വക വയതൊക്കെ കേട്ട് ദേശമൊക്കെ തലയിൽ കയറി ഓശം നന്നായി ഓൻ ഈ പാട്ടൊക്കെയാണ് നിർത്തി ഓൻ കൃത്യം നിസ്കാരം നോക്കുമ്പോൾ തുടങ്ങിയിരിക്കും. ബാങ്ക് കൊടുത്താൽ പള്ളിക്കാണ്ട് പോകും, ഓൻ കൃത്യം നിസ്കരിക്കും, ഒരു തക്കവ്യം കാര്യമൊക്കെ ഉണ്ടായി. ഓൻ ഈ പാട്ടും പെയ്ത്തും ഈ വക ഒച്ചപ്പാടും പാടും അതൊക്കെ നിർത്തിയിട്ട് ഓൻ ഒരു നല്ലേക്ക് മാന്യമായി ജീവിക്കുകയാണെങ്കിൽ അപ്പോൾ അതേ ഉസ്താദ് പറയും ഓൻ ഇപ്പം നിസ്കരിച്ചാൽ എന്താ കാര്യം, ഓൻ നോമ്പുവെച്ചാൽ എന്താ കാര്യം, സുന്നത്തമായത്തുനിന്ന് പോയില്ലേ അറിയും. അപ്പോൾ സുന്നത്തമായത്തിൻ്റെ അകത്തും പുറത്തും തീരുമാനിക്കാൻ ആകുള്ളത് ഈ പാട്ടും പെയ്ത്തുമാണ്. അതുണ്ടോ സുന്നത്തമായത്തായി, അതില്ലേ ഒമ്പ്. എന്നിട്ട് അതിന് ന്യായം ഉണ്ടാക്കുക, അതിന് തെളിവുണ്ടാക്കുക, അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക, അത് എന്തെങ്കിലും ദുർവ്യാഖ്യാനം നടത്തുക. എന്നിട്ട് റബ്ബല്ലാത്ത ആരോടും തേടാൻ, ആരോടും പോയി സങ്കടം പറയാൻ, ആരിലേക്കും നേർച്ച നേരാൻ, ആരും ഇവിടെ ഹാജരാകുമെന്ന് പറയാൻ, അത് വിശ്വസിക്കാൻ ഈ സമുദായത്തെ പ്രാപ്തമാക്കുക. സഹോദരന്മാരെ, എത്ര ദുരന്തമാണത്. അങ്ങനത്തെ ഒന്നുമില്ല. ദീനാണോ അത് അള്ളാഹു തആല പഠിപ്പിക്കും, അവൻ്റെ റസൂല് പഠിപ്പിക്കും, ആ റസൂലിന് സ്വഹാബത്ത് പഠിക്കും, സ്വഹാബത്ത് താബഈങ്ങൾ അത് സ്വീകരിക്കും. അതല്ലാത്ത ദീനുണ്ടാകില്ല, സംശയമൊന്നുമില്ല. ഇനി അഹ്ലുസുന്നയുടെ എത്ര ഇമാമിങ്ങൾ കഴിഞ്ഞു പോയി. ഏതെങ്കിലും ഇമാമിൻ്റെ കിതാബിൽ വിശ്വാസകാര്യം പഠിപ്പിക്കുമ്പോൾ, അഖീദ പഠിപ്പിക്കുമ്പോൾ അവിടെ ഇതാ മരിച്ചുപോയ അമ്പയൊക്കെ നമ്മൾ വിളിച്ചു തേടിയാൽ ഒരു തേട്ടം കേൾക്കും, സഹായിക്കും, ഓടിയെത്തും, അതുകൊണ്ട് അത് ശിർക്കൊന്നല്ല എന്ന് പഠിപ്പിച്ച ഒരു കിതാബുണ്ടോ അന്വേഷിച്ച് ഈ ലോകത്തുണ്ടാവില്ല. അഖീദ പഠിപ്പിക്കുന്ന, വിശ്വാസം പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കിതാബ്, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇമാമ്, ആ ഇമാമിൻ്റെ ഏതെങ്കിലും ഒരു കിതാബിൽ വിശ്വാസം പഠിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ കരാമത്തെ മുഴുവൻ സഹായിക്കുമെന്ന് ന്യായം പറഞ്ഞിട്ട് മരിച്ചുപോയി അമ്പയോലൊക്കെ നമ്മൾക്ക് തേടാം, ഓരൊക്കെ സന്നിഹിതമാകും, അവരൊക്കെ ഹാജരാകും, അവരൊക്കെ വിളി കേൾക്കും, അവരൊക്കെ സഹായിക്കും എന്ന് പഠിപ്പിച്ച ഒരു കിതാബ് ലോകത്തോട് ചോദിച്ചു ഉണ്ടാവില്ല. പിന്നെ എന്താ കിതാബെന്ന് കിട്ടുന്നത്? അത് നേരത്തെ ചിലപ്പോൾ ചരിത്രമേത കിതാബ് ഉണ്ടാവും. അപ്പോൾ ചരിത്രമേതുമ്പോൾ പറയും ഇന്ന ആൾ അവിടെ കബറിങ്ങ പോയി ഇങ്ങനെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, കണ്ടോ കിതാബിലുണ്ടായില്ലേ, അതാണ്. അല്ലെങ്കിൽ അറാബിയിൽ നിന്ന് അവിടെ അങ്ങനെ കബറിങ്ങ പോയിട്ട് അങ്ങനെ പാട്ട് പാടിയുന്നുണ്ട്, അത് തെളിവായി. ഇതിനപ്പുറത്ത് വിശ്വാസകാര്യം പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇന്നിപ്പോൾ സമസ്തൻ്റെ മനുഷ്യന്മാർ AP ആവട്ടെ EK ആവട്ടെ എന്താണെങ്കിലും ശരി, സമസ്തയുടെ മൂല്യന്മാരൊക്കെ ഒരു ബുക്ക് ചെയ്താൽ, വിശ്വാസം പഠിപ്പിക്കാൻ ബുക്ക് ചെയ്താൽ ഒന്നാമത്തെ പാടെന്താ? ഇസ്തിഗാസയാണല്ലോ. ഒന്നാമത്തെ അധ്യായം ഇസ്തിഗാസയാണ്. സ്ഥാപിക്കുകയാണ്, അത് ആയത്തും ഹദീസും കൊടുക്കുകയാണ്, തെളിവുണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. എങ്കിൽ എന്നതുപോലെ അഖീദ പഠിപ്പിച്ച മുൻഗാമികളായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഏതെങ്കിലും പണ്ഡിതൻ്റെ ഏതെങ്കിലും കിതാബിൽ അങ്ങനെ ഒന്നുണ്ടോ? കാണൂല. എന്നാലും പറയും സുന്നത്തമായത്താണ്. അബൂ ഹനീഫ ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞത് വഅക്റഹു അൻ യഖൂല ദാഇ ബിഹഖി ഫുലാനിൻ വബിഹഖി അംബിയാഇക. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയുന്നു, വഅക്റഹു, ഞാൻ വെറുക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അൻ യഖൂല ദാഇ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറയൽ എനിക്കിഷ്ടമില്ല, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ പറയൽ എനിക്കിഷ്ടമില്ല. എന്തു പറയൽ? അസ്അലുക ബിഹഖി ഫുലാൻ, ഇന്ന ഇന്ന മനുഷ്യൻ്റെ ഹക്ക് കൊണ്ട് ഞാൻ തേടുന്നു എന്ന് പറയൽ എനിക്കിഷ്ടമില്ല. വബിഹഖി അംബിയാഇക വറസുലിക, അംബിയാ മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ തേടുന്നുവെന്ന് പറയലും എനിക്കിഷ്ടമില്ല. കാരണം എന്ത്? അങ്ങനെ ഒരു ഹക്ക് ഒരാൾക്കുമില്ല. ഹക്ക് അവകാശം,
അള്ളാഹിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ വായും കൊണ്ടുവരാൻ മാത്രം ആർക്കും അവിടെ അവകാശമുള്ളത്? അങ്ങനത്തെ ഒന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഇന്നാൾ ഹക്ക് ജാഹ് കൊണ്ട്, ഇന്നാൾ ഹക്ക് കൊണ്ട് എന്ന് പറയൽ എനിക്കിഷ്ടമില്ല, വഅക്റഹു, ഞാനത് വെറുക്കുന്നു എന്ന് പഠിപ്പിച്ച ആളാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. അതിനപ്പുറത്തൊരു അധ്യാപനം മുൻഗാമികളായ അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായ ഒരു ഇമാമിൻ്റെ ഗ്രന്ഥത്തിലും നമുക്ക് കാണുക സാധ്യമല്ല. അതുകൊണ്ട് സഹോദരൻ, അതിന് ന്യായം ഉണ്ടാക്കാൻ ആര് വന്നാലും അത് നമുക്ക് ആവശ്യമില്ല തീരുമാനിക്കാം. ഈ തെറ്റായ വിശ്വാസത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ജാരങ്ങൾ, ദർഗകൾ, നേർച്ചകൾ, നേർച്ചപ്പെട്ടികൾ. അതൊക്കെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ വകഭേദങ്ങളാണ്. ഓരോ മാലപ്പാട്ടും കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരവുണ്ട്. മുഹീദ്ദീൻ മാല കഴിഞ്ഞാൽ ഒരു ഇരവ്. ചില മൗലിദ് കിതാബിൽ ഇരവ് എന്നുണ്ടാകും, ചില മൗലിദ് കിതാബിൽ മുനാജാത്ത് എന്നുണ്ടാകും. ഉദാഹരണമായി മുഹീദ്ദീൻ മാല കഴിഞ്ഞാൽ ഇരവ് എന്തായാലും പറഞ്ഞു അറിയോ? മുത്താലിഫാടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂഫർ മുഹിയുദ്ദീൻ കാവലിലേക്കല്ലാ. പടച്ചോനെ, മുത്താൽ പടച്ച ഈ ദുനിയാവ്, ആ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്ന കാലം അത്രയും മുഹിദ്ദീൻ ശൈഖിനെ കാവൽ നീ എനിക്ക് നൽകണേ അല്ലാ. ഈ പറഞ്ഞ എന്താ പങ്ക് മനസ്സിലായ? ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും പടച്ചോനെ ശൈഖിന്റെ കാവൽ നീ എനിക്ക് നൽകണേ. പടച്ചോനെ കാക്കണേന്നല്ല, ശൈഖെ പടച്ചോനെ കാവൽ തരണേന്നല്ല, പിന്നെ പടച്ചോനെ ശൈഖിന്റെ കാവൽ നൽകണേ. അപ്പൊ കാവലാടുതാ ശൈഖിൻ്റെത്. അള്ളാഹിൻ്റെ റോൾ എന്താ? ശൈഖിൻ്റെ കാവൽ വാങ്ങിത്തരാം. അപ്പം ഇടയിൽ ആൾ എവിടുക്കാപ്പോൾ? അള്ളാഹുലേക്കോ ശൈഖിലേക്കോ? ശൈഖിൻ്റെ കാവൽ തരാൻ അള്ളാഹോട് പറയാം. അപ്പം ശൈഖിലേക്ക് അടുക്കാൻ ഇടയിൽ ആൾ വേണം. അപ്പം ആരാ അതിന് പറ്റിയ ആള്? അള്ളാഹുലേക്ക് അടുക്കാനാണെങ്കിൽ മറ്റ് ശൈഖന്മാരെ മതി. ശൈഖിലേക്ക് അടുക്കാനോ അങ്ങനെ ആരെയും പറ്റില്ല. അപ്പം ആരെന്നാ പഠിച്ചോനെ പിടിക്കാന്ന്. അപ്പം പഠിച്ചോനെ എടി വെച്ചിട്ട് പഠിച്ചോനെ ശൈഖിൻ്റെ കാവൽ തരണേ. അപ്പം ആരാ മേലെ? കലമ്മസിറായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. എൻ്റെ മൗത്തിനെ വാങ്ങുന്ന സമയത്ത് കരുത്തരായ മുഹിദ്ദീൻ ശൈഖിൻ്റെ കാവൽ പഠിച്ചോനെ നീ നൽകണേ. മരണപ്പെടുന്ന സമയത്ത് പഠിച്ചോനെ കാക്കണമെന്നല്ല, ശൈഖേ അള്ളാഹിനെ കാവൽ വേണമെന്നല്ല, നേരെ മറിച്ച് പഠിച്ചോനെ ശൈഖിൻ്റെ കാവൽ നൽകണേ. ഫേരുത്തേ കാബറാകം പോകും നാൾ ഫേർഫറ്റ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. പേടിയേറിയ കബറിന് ഞാൻ പോണ സമയത്ത് പഠിച്ചോനെ പേര് കേട്ട മുഹിദ്ദീൻ ശൈഖിനെ കാവൽ നീ എനിക്ക് നൽകണേ. സുറിബിളി കേട്ടിട്ടൊക്കെ ഫൂറഫെട്ടാൽ സുൽത്താൻ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. സൂറിലെ വിളി കേട്ട് സൂറിൽ ഇസ്രാഫീൽ ഇസ്ലാം ഊതിയിട്ട് ഈ ലോകം മൊത്തം ഉയർത്തെഴുന്നേറ്റ് ഞാൻ പുറപ്പെട്ടു പോകുന്ന സമയത്ത് പഠിച്ചോനെ ശൈഖിനോട് ഇന്നൊന്ന് കാക്കാൻ പറയണേ. സഹോദരന്മാർ, സുന്നത്തമായിട്ട് പോയിട്ട് ഇസ്ലാമിനുള്ളിൽ തന്നെ ഉണ്ടാകുമോ ഇതൊക്കെ വിശ്വസിച്ചാൽ? സൂറ് വിളി കേട്ട് എല്ലാവരും പുറപ്പെടുമ്പോൾ മൊഹീദ്ദീൻ ശൈഖിൻ്റെ കാവൽ നൽകുന്നുണ്ടെങ്കിൽ ഇപ്പം മൊഹീദ്ദീൻ ശൈഖ് എന്താ ഈ സൂറിലെ ഊത്ത് ശൈഖിന് വാതകമൊന്നുമില്ലേ? ശൈഖ് പുറപ്പെട്ടു പോകാനൊന്നും ഉണ്ടാവൂലേ? അള്ളാഹുവിൻ്റെ റസൂല് പോലും പഠിപ്പിച്ചെന്താ? രണ്ടാമത്തെ ഊത്തിന് ഞാനായിരിക്കും ആദ്യമായി ഖബറിന്ന് പൊട്ടിപ്പിളർന്ന് പുറത്തേക്ക് വരിക. അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ. ആദ്യമായി ഖബർ പിളർന്ന് പുറത്തേക്ക് വരുന്നവൻ ഞാനായിരിക്കും. ഞാൻ വരുമ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉയർത്തിനിരിക്കുന്നതായി ഞാൻ കാണും. എനിക്കറിയില്ല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുമ്പേ എഴുന്നേറ്റതാണോ അതോ മൂസാ നബിക്ക് അതിൽ നിന്ന് ഒഴിവ് നൽകപ്പെട്ടതാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നമ്മളോ പഠിച്ചോലെ സൂറിൽ വിളി കേട്ട് എല്ലാവരോടും പോകുമ്പോൾ ശൈഖിൻ്റെ കാവൽ എനിക്ക് തരണേ അല്ലാഹ്. ചുടേറും തറമ്മൽ ഞാൻ നിൽക്കും നാളതിൽ ചൊക്കർ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. തൂക്കം പിടിച്ച് കണക്കെല്ലാം നോക്കുന്നാൾ തലവർ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്നാൾ അരിമ മുഹിയുദ്ദീൻ കാവലിലേക്കല്ല. ചൂടേറിയ മഹ്ശറ വൻസഭയിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ പഠിച്ചോനെ ശൈഖിൻ്റെ കാവൽ എനിക്ക് തരണേ. നന്മയും തിന്മയും തൂക്കി കണക്കാക്കുന്ന സമയത്ത്
തലവരായ മുഹീദ്ദീൻ ശൈഖിനെ കാവൽ നീ നൽകണേ അല്ലാ. അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്ന ആൾ, സൂക്ഷ്മമായി സ്ഥാപിക്കപ്പെടുന്ന സിറാത്ത് വിശ്വാസമുള്ളവന് ചില മനുഷ്യന്മാർക്ക് സിറാത്ത് ഉണ്ടപ്പോൾ ഉറപ്പില്ല. സിറാത്ത് ഉണ്ടാല് ഒരു ചങ്ങായി പോലെ ജമ്മിയത്തിനുമ ചർച്ച ചെയ്യാണ്. ജമ്മിയത്തിനുമ ചർച്ച ചെയ്തിട്ട് സിറാത്ത് പാലം ഉണ്ടാക്കല് എന്ത് പോയത്? കഴിഞ്ഞ ആഴ്ച വയലിൽ ചങ്ങായി പറഞ്ഞ ചോദിച്ചപ്പോൾ അത് ജമ്മിയത്തിനുമ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സിറാത്ത് പാലം ഉണ്ടല്ലേ ഈ കേരളത്തെ ജമ്മിയത്തിനുമ ചർച്ച ചെയ്തിട്ട് എന്തർത്ഥപ്പതിനുള്ളത്? പോട്ടെ, ഏതായിരുന്നാലും അരിഫത്തിൽ ഇട്ട സിറാത്ത് കടക്കുന്ന ആൾ, സിറാത്ത് കടക്കുന്ന സമയത്ത് അരിമ മുഹിയുദ്ദീൻ കാവലിലേക്കല്ലാ. പഠിച്ചോനെ മുഹീദ്ദീൻ ശൈഖിനെ കാവല് നീ നൽകണേ പഠിച്ചോനെ. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. സഹോദരൻ, എവിടെ എത്തി നമ്മളെ കൗമ്? നമ്മൾ ബാക്കി സുന്നി മുജാഹിദൊക്കെ നിർത്തിയത് സുന്നി മുജാഹിദ് തർക്കമൊന്നുമല്ല ഇത്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് മുജാഹിദീങ്ങളായത് നമുക്ക് ഇനി വേറെ വെക്കുക, അതൊക്കെ ആയിക്കോട്ടെ, കരിവയ്ക്ക് പോയിക്കോട്ടെ. പക്ഷേ അതിനപ്പുറത്ത് ഇതൊരു സുന്നി മുജാഹിദ് തർക്കമൊന്നുമല്ല കൂട്ടരെ. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സിറാത്ത് പാലം കടക്കുമ്പോൾ പഠിച്ചോനെ ശൈഖിൻ്റെ കാവൽ നൽകണേ പറഞ്ഞാൽ അപ്പോൾ ശൈഖിന് എന്താ സിറാത്ത് പാലൊന്നുമില്ലേ? ശൈഖിന് മത്സരയും നന്മ തിന്മ തൂക്കി കണക്കാക്കലും അതേപോലെ സിറാത്ത് പാലം കടക്കലും അതൊന്നും ശൈഖിന് ഇല്ല എന്നാണ് നമ്മളെ വിശ്വാസം. ഈ റിഫായിമാല കഴിഞ്ഞാൽ പിന്നെ കാണാൻ മുനാജാത്തിൽ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ റിഫായി ശൈഖിനെ കാവലാണ് ചോദിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും റിഫായി ശൈഖിനെ കാവൽ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തും മരിച്ചു പോണ സമയത്തുമൊക്കെ അഹമ്മദുൽ കബീറൂടെ കാവലിലേക്കല്ലാന്ന അവിടെ വരിക. ബാക്കിയൊക്കെ ഒന്ന് തന്നെ. അവിടെ അഹമ്മദുൽ കബീറിൻ്റെ കാവല്, പിന്നെ അത് കഴിഞ്ഞാൽ നഫീസ ബീവിൻ്റെ കാവല്, ഇങ്ങനെ ആരുടെയൊക്കെ പേരിൽ മാലി മുഴുതുണ്ടോ ഓലെ കാവലൊക്കെ ചോദിക്കുന്നു. സഹോദരന്മാർ, അങ്ങനത്തെ ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? മനുഷ്യന് ഉമ്മയിൽ നിന്ന്, ബാപ്പയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, മക്കളിൽ നിന്നെല്ലാം ഓടിപ്പോകുന്ന ദിവസമാണ് പരലോകം. സഹോദരനെ കണ്ട ഓടും, ഉമ്മയെ കണ്ട ഓടും, ഉപ്പയെ കണ്ട ഓടും. എല്ലാവർക്കും ഉണ്ട് അവനവന്റെ കാര്യം തന്നെ. അമ്പിയാക്കള് പോലും നഫ്സി 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 എന്ന് പറയുമെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. സ്വന്തം ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും മക്കളിൽ നിന്നും ഭാര്യയിൽ നിന്നും മനുഷ്യൻ ഓടും എന്ന് പറഞ്ഞ ആയത്ത് മുഹീദ്ദീൻ ശൈഖിന് ബാധകമാണോ അല്ലേ? റിഫായി ശൈഖിന് ബാധകമാണോ അല്ലേ? അപ്പം മുഹീദ്ദീൻ ശൈഖും റിഫായി ശൈഖും ഒക്കെ സ്വന്തം ഭാര്യയെ കണ്ടാൽ ഓടിപ്പോവുക, എന്നിട്ട് ആനക്കയത്ര നമ്മളെ കണ്ടാൽ കെട്ടിപ്പിടിച്ചാ വാടാ ഞാൻ കാത്തുക്കേണെന്ന് പറയാ, അതുണ്ടാവുമോ? അത് സംഭവിക്കോ? മുഹീദ്ദീൻ ശൈഖിന് 48 മക്കളുണ്ടായത്. 48 മക്കളെ വാപ്പ. ഈ ആയത്ത് പ്രകാരം ആ മക്കളെ കണ്ട വാപ്പ ഓടുന്ന, എന്നിട്ട് മക്കളെ തിന്നോക്കാതെ ഓടുന്ന ആള് നമ്മളെ കണ്ട നമ്മളെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാണോ? അത് പ്രമാണം പഠിപ്പിച്ചതാണോ? ഇനി ഒറ്റ കാര്യം കൊണ്ട് ഞാൻ ആ വിഷയത്തിൽ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. നമ്മൾ ഈ മാലയും മൊഴുതും റാത്തീബും കുത്തുബേത്തും ഹദ്ദാദും ഈ കണ്ട പാട്ടും ബേത്തൊക്കെ ചൊല്ലിയിട്ട് ഇതിനൊക്കെ നമ്മൾ കൂലി കിട്ടുന്നു സങ്കല്പിക്കുക വെറുതെ. ഇതൊക്കെ ദീനാണെന്നും ഇതിനൊക്കെ കൂലി ഉണ്ടെന്നും സങ്കല്പിക്കാം. വെറുതെ നമ്മൾ സങ്കല്പിച്ചു നോക്കുക. ഇന്നെന്താ ഉണ്ടാകാൻ പോണത്? പരലോകത്തെത്തി നന്മയും തിന്മയും രേഖപ്പെടുത്തിയ രേഖ നമുക്ക് തന്നപ്പോൾ നമ്മുടെ നന്മയുടെ രേഖയിൽ കുറേ നന്മ എന്താ, ഒരു 12,000 കുത്തുബിയത്തുണ്ട്, ഒരു 10,000 നാരിയാസുലാത്തുണ്ട്, ലക്ഷക്കണക്കിന് അങ്ങനത്തെ കുറേ പിന്നെ പിൽക്കാലത്ത് ഉണ്ടായി വന്ന കുറേ സാധനങ്ങളുണ്ട്. അതേപോലെ മുഹീദ്ദീൻ മാല, റിഫായി മാല, റാത്തീബ്, സറഫ് അനാമ്, മങ്കൂസ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നന്മയുടെ തട്ടിൽ നമുക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഊക്കൊണ്ട് നമുക്കിങ്ങനെ നന്മ ഏറാം. തിന്മ കുറച്ചുണ്ടെങ്കിലും ഇതിനൊക്കെ വമ്പോണ്ട് ആ തിന്മയെ മറികടക്കാൻ മാത്രം ഈ നന്മ ഉണ്ടായി എന്ന് വിചാരിക്കാം. എങ്കിൽ ഉമർ ഖത്താബൊക്കെ എന്താ ചെയ്യാം? ഉമർ ഖത്താബിന് 7 നന്മൻ്റെ തുലാസ് നോക്കുമ്പോൾ അവിടെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ദിക്ർ, ദുആ, സ്വലാത്ത്, സ്വദഖ അതൊക്കെ ഇങ്ങനെ കാണും. ഒറ്റ കുത്തുബൈത്ത് ഉമർ ഖത്താബിന് 7 ഉണ്ടാവില്ല. ഉമർ ഖത്താബിന് ഉസ്മാൻ അഫ്ഫാനിൽ നിന്നും നന്മയുടെ തുലാസിൽ ഒറ്റ കുത്തുബിയത്തില്ല, ഒരു മുഹീദ്ദീൻ മാലല്ല, ഒരു റിഫായി മാലല്ല, ഒരു നാഡിയ സ്വലാത്തില്ല, ഒരു സറഫ് അനാമില്ല, ഒരു മങ്കൂസില്ല, ഒരു ഹദ്ദാദില്ല. മറ്റൊരു തുലാസിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഉമർ ഖത്താബൊക്കെ റസൂൽ ചോദിക്കും, എന്താ നബിയെ ഓൻ്റെ തുലാസിൽ മാത്രം വേറെ കുറേ സാധനം കാണുന്നു, നമ്മളെത്തൊന്നുമില്ലല്ലോ. ആടാ അത് കുത്തുബൈത്തല്ലേ? കുത്തുബൈത്ത് എന്താ പരിപാടി?
അത് ഞാൻ പിന്നെ നിങ്ങളൊക്കെ പോയതിനു ശേഷം ഞാൻ പിന്നെ കിനാവിൽ പോയിട്ട് ഒരിക്കൽ വേറെ കുറച്ച് കൊടുത്തതുണ്ട്, അതാണ് ഇതാണ് പരിപാടിയിലെ ഞങ്ങളോട് ദീനൊക്കെ പൂർത്തിയാക്കിയത് പറഞ്ഞ് പറ്റിച്ചാണ് പോയിട്ട് പിന്നെ കിനാവ് പോയിട്ട് ഒരിക്കൽ വേറെ കൊടുത്തേക്കുക വിടൂലാറിയില്ലേ, നിങ്ങൾ വിടൂലെന്ന് പറയില്ലേ. അപ്പം അങ്ങനെ ഏർപ്പാടുണ്ടാവോ? സഹാബയുടെ താബികൾ ഷാഫി ഇമാം ഹനഫി ഇമാം അടക്കമുള്ള ഓലാരെ ഏടിലും ഒരു കുത്തുബിയത്തുണ്ടാവില്ല, ഉറപ്പാണ്. കാരണം എന്താ, കുത്തുബിയത്ത് തമിഴ്നാട്ടിലുണ്ടായതാണ് 300 കൊല്ലം മുമ്പ്. 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലുണ്ടായ സാധന കുത്തുബിയത്ത്. അപ്പം ഏറി വന്നാൽ ഇക്കഴിഞ്ഞ 300 കൊല്ലം കേരളത്തിലും തമിഴ്നാട്ടിലും ജീവിച്ച മനുഷ്യന്മാരെ ഏടിൽ മാത്രമേ കുത്തുബിയത്ത് ഉണ്ടാവുള്ളൂ. മൊഹീദ്യന്മാരെ കോഴിക്കോട്ട് നിന്നുണ്ടായതാണ്. കേരളത്തിന് പുറത്ത് പോയാൽ മൊഹീദ്യന്മാർ കാര്യം എന്ത് മൊഹീദ്യന്മാരോ ലോകത്ത് വേറെ എവിടെ ഇല്ല. കേരളത്തിന് പുറത്തേക്ക് പോയാൽ മലയാളി അല്ലാത്തൊരു മനുഷ്യന് എന്ത് മൊഹീദ്യന്മാല എന്ത് റിഫാഴിമാല ഒന്നും പരിചയമില്ല. എന്നിട്ട് അതൊക്കെ നമ്മുടെ നന്മയുടെ തുലാസിൽ വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ പാടെ കൂലിയും വാങ്ങിയിട്ട് നമ്മുടെ സ്വർഗത്തുകാട് പോകുക. മറ്റോ അങ്ങനെ നോക്കിക്കാട്ടുണ്ടെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് വരെ ജീവിതത്തിൽ ഒരു കുത്തുബൈത്ത് നടത്തിയിട്ടില്ല. പിന്നെയല്ലേ ബാക്കിയുള്ളത്. മൊഹീദ്ദീൻ ഷെയ്ഖ് കുത്തുബൈത്തിലിട്ടില്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് ഹദ്ദാദിലിട്ടില്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് മൊഹീദ്ദീൻ മല പാടിയിട്ടില്ല, മൊഹീദ്ദീൻ ഷെയ്ഖ് ഷറഫ് അലാമും മങ്കൂസും ചൊല്ലിയിട്ടില്ല. അപ്പോൾ ഓലക്കാളും മേലൊക്കെ നമ്മൾ എത്തൂല. അപ്പം ശരിക്കും നമ്മളല്ലേ സാറ്, ഓൽക്കൊന്നുമില്ലാത്ത കുറേ അമല നമുക്ക്. അപ്പം നമ്മൾ ഈ വലിയ ഊക്കിലൊക്കെ പായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഈ കുത്തുബൈത്തും റാത്തീവും ഹദ്ദാദും ഒക്കെ പാടെ രേഖപ്പെടുത്തിയ രേഖയും കൂടെ നമ്മൾക്ക് മൊയ്തീൻ ഷെയ്ഖൊക്കെ നോക്കിക്കുക. എടാ എനിക്കിവിടെ ഇതൊക്കെ കിട്ടി, അത് നിങ്ങൾ വിചാരിച്ച പാടുന്നല്ല. നിങ്ങളൊക്കെ പോയതിനു ശേഷം നമ്മളെന്തെല്ലാം ഉണ്ടാക്കി, നിങ്ങളെന്താ വിചാരിച്ചത്? ഇതാണോ പരലോകം? അങ്ങനത്തെ ഒരു പരലോകം ഉണ്ടാവുമോ? അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടാവും. അങ്ങനെയാണ് പിന്നെ ആ പരലോകം കൊണ്ട് എന്ത് കാര്യം? ഓരോരുത്തരും ഓൻ്റെ സാമർത്ഥ്യത്തിൽ ഓൻ ഉണ്ടാക്കിയതൊക്കെ പടെ ഓനെ കൂലിട്ടുകയാണെങ്കിൽ പിന്നെ അള്ള എന്തിനാ പരലോകം വെച്ചത്? സാമർത്ഥ്യം കയ്യൂക്കൊക്കെ ഉള്ള ഓൻ കുറേ ഉണ്ടാക്കി വെച്ചു, ഓൻ അതൊക്കെ പടെ പോയിട്ട് അതിൻ്റെ ഊക്കിൽ ഓൻ സ്വർഗത്ത് പോകുക. മറ്റോ അങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കുക. ഒറ്റ കുത്തുബൈത്തും ഇല്ല, റദ്ദാദും ഇല്ല, റാത്തീബും ഇല്ല, ഒന്നുമില്ലാതെ ഓലിങ്ങനെ അന്തം വിട്ട് ഓലിങ്ങനെ നിൽക്കുക. ആകെ കുറച്ച് നിസ്കാരം നോക്കുമ്പോൾ സക്കാത്തോ അതന്നെ മുഴുവൻ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഇവനെന്തിനാ നിസ്കാരം നോക്കുമ്പോൾ നോക്കുമ്പോൾ ഒന്നും വല്ലാതില്ല. പക്ഷെ ഓൻ മറ്റീമിലാണ് പോണത്, കള്ളനോട്ടുമ്പോൾ കയറി പോവുക, കള്ളവോട്ടുമ്പോൾ ജയിച്ചു പോവുക. അത് ഉണ്ടാവില്ലല്ലോ സഹോദരന്മാരെ. അതല്ല ദീൻ, ഇത് സുന്നത്തമായത്തല്ല. അതിന് നമ്മൾ എന്തും ന്യായം പറഞ്ഞിട്ടും അതിനാണ് ഇപ്പം മൂലയന്മാരെ വായ പറഞ്ഞത്. വേറെ എന്തിനാ മൂലയന്മാർ വന്ന് പ്രസംഗിച്ചാൽ ഓർക്ക് എന്താ സ്ഥാപിക്കാനുള്ളത്? ഇതൊക്കെ ദീനാണ് എന്ന്. അതല്ലേ, വേറൊന്നുമില്ലല്ലോ. വേറൊന്നുമില്ല. ഏത് ദാരിമി എന്നാലും എന്ത് പൈസ എന്നാലും ഏത് സക്കാഫി എന്നാലും ഓർക്കൊക്കെ സ്ഥാപിക്കാനുള്ളത് എന്താ? ഈ പറയപ്പെട്ട സാധനങ്ങൾക്ക് ദീനാണ്, അത് നിങ്ങൾ ചൊല്ലിക്കോളി, അതിന് കൂലി കിട്ടും, ഇതല്ലേ പറയാനുള്ളത്. അതിന് കൂലി കിട്ടുമെങ്കിൽ സംഭവിക്കാൻ പോണ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഇസ്ലാമിൽ. നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒന്നും വേറെ ഇല്ല. അതാ ഇസ്ലാമിൻ്റെ പ്രത്യേകത. അതല്ല, നിങ്ങൾ അമേരിക്കയിൽ പോയാലും അവിടെ പള്ളിക്ക് പോയാൽ സുബിക്ക് പള്ളി ചെന്നിട്ട് നിങ്ങളെ ചോദിക്കേണ്ടി വരുമോ? അല്ല ഇവിടെ സുബി എത്ര കാലത്ത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ 2 ഇവിടെ എത്ര ചോദിക്കേണ്ടി വരുമോ? ഇല്ലല്ലോ. എന്തേ കാരണം? അത് നബി പഠിപ്പിച്ചതാണ്. അങ്ങനെ ലോകത്ത് എവിടെ പോയാലും ഒരു മാറ്റം ഉണ്ടാവില്ല. സുബീഹിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്താണ്, അവിടെ പോയി ചോദിക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ സുബീക്ക് മുമ്പുണ്ട്, ശേഷമില്ല. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ചോദിക്കേണ്ട ആവശ്യം വരില്ല. അതിൽ മാറ്റം ഉണ്ടാവില്ല. ലോകത്ത് എവിടെ ചെന്നാലും ദീനിന് ഉള്ള ഒന്നിലും മാറ്റം ഉണ്ടാവില്ല. ദീന് ഇല്ലാത്ത ഒന്ന് തിരിച്ചറിയാനുള്ള എളുപ്പവഴിയോ ലോകത്ത് വ്യത്യസ്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ വ്യത്യസ്ത കോലത്തിലാണ്. അതാ മാറ്റം. നാട് മാറുമ്പോൾ, ദേശം മാറുമ്പോൾ, സമയം മാറുമ്പോൾ, കാലം മാറുമ്പോൾ കോലം മാറും. അതാണ് പിൽക്കാലത്ത് വന്നത് തിരിച്ചറിയാൻ എളുപ്പവഴി. ഒറിജിനലാണെങ്കിലോ എവിടെ ചെന്നാലും ഒരേപോലെ. അതിനൊട്ട് പരസ്യം വേണ്ടി വരില്ല. ഒറിജിനലിന് പരസ്യം വേണ്ട, വ്യാജന പരസ്യം വേണ്ടത്. ഒറിജിനലിന് ആരും പരസ്യം കൊടുക്കില്ലല്ലോ, അത് മനുഷ്യന്മാർ ഏറ്റെടുത്ത് ചെയ്തോളും. വ്യാജന ഇറങ്ങുമ്പോൾ പരസ്യം വേണ്ടി വരും. ചില പള്ളിക്ക് കാണാം തിങ്കളാഴ്ച സ്വലാത്ത്, എന്നാൽ തിങ്കളാഴ്ച നിസ്കാരം ഡെയിലേക്ക് ഉണ്ടോ? ഇല്ല. എന്താ കാരണം? അതിന് പരസ്യം വേണ്ട, അത് ഒറിജിനലാണ്. ഇന്ന് നിസ്കാരം ഉണ്ടാകുന്ന ഏതെങ്കിലും പള്ളിക്ക് ഇരിക്കലുണ്ടോ? ഈ റമദാൻ മാസം ഇവിടെ നോമ്പ് വയ്ക്കാൻ സൗകര്യം ഉണ്ടാകുന്ന ഇരിക്കലുണ്ടോ? ഇല്ല. അത് ഒറിജിനലാണ്, പരസ്യം വേണ്ട. വ്യാജനം ഉണ്ടാകുമ്പോൾ പരസ്യം ഉണ്ടാകും. അപ്പം കാണാം തിങ്കളാഴ്ച സ്വലാത്ത്, വ്യാഴാഴ്ച സ്വലാത്ത്, മജ്‌ലിസുന്നൂറ്, ബുർദ ആസ്വാദന. അതൊക്കെ ബുർദയാണ്, ഒരു ബുർദയില്ല. ഈ കണ്ട ബുർദയൊക്കെ ബുർദനെ കൂട്ടരെ, അങ്ങനത്തെ ഏർപ്പാടനല്ല. ഇതൊക്കെ ഓരോ കാലത്ത് ആരെങ്കിലും പാട്ട് പാടി ഓല് പാടിക്കോട്ടെ, അതിൻ്റെ ബാക്കി ഓലായിക്കോട്ടെ വിചാരിച്ചാൽ പോലെ. ഇനി ഒരാൾ ബുർദല്ലേ അയാൾ സ്വപ്നം കണ്ടേക്ക് പുതപ്പിട്ട് ആയിക്കോട്ടെ, അത് അയാളും പഠിച്ചോണേ ആയിക്കോട്ടെ, നമ്മളെന്തിനാണ് പാടിക്കൊണ്ട് നടക്കുന്നത്? അങ്ങനെ വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ? ഇത് ബൂസൂരി എന്നൊരാൾ പാട്ടുണ്ടാക്കി ബുർദ എന്നുള്ള പേരിൽ, എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ബുർദ ആസ്വാദനം, ബുർദ ഫെസ്റ്റ്, ബുർദ നൈറ്റ്, എന്തെല്ലാം ഏതെല്ലാം.
ഇനി ഒരാൾ ഉണ്ടാക്കി അതിൻ്റെ ഗുണം ദോഷം എന്താ വെച്ചെങ്കിൽ ഓര് വാങ്ങിക്കോട്ടെന്ന് കൂട്ടിയാൽ നമ്മുടെ കാര്യം കഴിഞ്ഞില്ലേ. അതിന് പകരം ബാപ്പ മരിക്കാൻ കൊടുക്കുമ്പോൾ വരെ മോൻ പോയിട്ട് പഠിക്കുന്ന മോതലെ കൊണ്ടുവരാം ബുർദല്ലാന്. എന്നിട്ട് വാപ്പ ഇങ്ങനെ അവസാന ശ്വാസം കെടുക്കുമ്പോൾ മോലേര് വന്നിട്ട് തലക്കാൻ പോന്നിട്ട് വാപ്പാനോട് ബുർദലിക്കും. എന്താ ബുർദ? എന്താ ചോദിച്ചറിയോ? ഇത് ചോദ്യ, ഇത് ചോദ്യാണ്. അമിൻ തദക്കുരി ജീറാനിൻ ബിരീസലമി, ദൂസലം എന്ന നാട്ടിലെ അയൽവാസിയായ കാമുകി പെണ്ണിനെ ഓർത്തിട്ടാണോ ജറ മിമ്മുഖലത്തിൻ ബിദമി, കണ്ണിൽ നിന്ന് ചോരയിൽ കുതിർന്ന കണ്ണുനീര് പുറത്തേക്ക് വരുന്നത് ഓള ആലോചിച്ചിട്ടാണോ? ബാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ മോൻ പള്ളിക്ക് പോയി ഉസ്താദിനെ കൊടുത്തിട്ട് ബാപ്പാണ് തലക്കാൻ പോകുന്നത്. ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം അതാ, എന്താ ആചാര്യങ്ങളെ കണ്ണെന്ന് കണ്ണീരും ചോരയും കൂടി ഒപ്പം വരികയാണല്ലോ, ഓള ഓർമ്മണ്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ലേശന് ഓർമ്മ ഒപ്പിക്കുണ്ടെങ്കിൽ ചവിട്ടി മറിച്ചിനോട് പോടാവിടുന്ന് അറിയില്ലേ. ഇക്കാലം വരെ എൻ്റെ മുഖത്തൊക്കെ ഇത് മര്യാദയ്ക്ക് പറയാത്ത മോന് ഇപ്പം മരിക്കാൻ കിടക്കുമ്പോൾ ഇതാ ചോദിക്കണത്. അതല്ലെങ്കിൽ കാലിമയുടെ ഭാഗത്ത് നിന്ന് കാറ്റടിച്ച് വീശിയപ്പോൾ ആ കാറ്റിലൂടെ ഓള മണം വരുന്നുണ്ടോ എന്തെങ്കിലും നിരോധിച്ചത്. അതുമല്ലെങ്കിൽ ഇരുട്ടിന് ഇളം ഭാഗത്ത് നിന്ന് മിന്നൽപ്പിണർ വന്നപ്പോൾ ആ മിന്നൽപ്പിണറിൽ കാമുകിയുടെ മുഖം കാണുന്നുണ്ടോ? എന്താ നിങ്ങളെ കണ്ണിന് കണ്ണീര് മാത്രമല്ല ചോരയും കൂടി വരുന്നുണ്ടല്ലോ, എന്തേ ബാപ്പ പ്രശ്നം? മരിക്കാൻ നേരത്ത് ബാപ്പാനെ തലക്കാൻ പോയി പാടുന്ന പാട്ടാത്. ഇതിന് മോദർക്ക് 500,000 കൊടുക്കുക മോൻ്റെ വക. കാരണം ഒന്നല്ലോ ഉസ്താദ്, എനിക്ക് ബാപ്പനെ മുഖത്തൊക്കെ ചോദിക്കാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. നിങ്ങളേതായാലും ഇന്ന് ഈ മരിക്കാൻ നേരത്തെ ചോദിച്ചല്ലോ, പിടിച്ചോളി 500. ഇതല്ലേ അതിനർത്ഥം? എന്നിട്ട് ഒപ്പിക്കുക, അത് സാഹിത്യമാണ്. എന്ത് സാഹിത്യം കൂട്ടരുത്, മൂന്നൊക്കെ ഒന്ന് കൊടുക്കുക എന്നല്ലാതെ സാഹിത്യം അത് സാഹിത്യമാണ്, അത് അലങ്കാര പ്രയോഗമാണ്. അത് ആ കാമുകിയ നബിയാണ്. അപ്പം നബിയെ കാമുകിയായി ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ആ കാമുകിയോടാണ് ഈ പാടുന്നത്. എന്താ നയിക്കുന്നതാണ് പറഞ്ഞാൽ പോലും എന്തിനാണ് നബിനെ കാമുകിയാക്കുന്നത്? ഇഷ്ക് എന്നുള്ള ഏർപ്പാടിന് റസൂലിനായിരിക്കില്ല. വേണ്ട ഇഷ്കെ മഹബത്ത്, ആഷിഖുർ റസൂല്, അള്ളാഹു റസൂലിനെ സ്നേഹിക്കാൻ പറഞ്ഞ ഇഷ്കല്ല, അത് മഹബത്താണ്. ഇഷ്ക് പറഞ്ഞാൽ കാമുകിമാർ തമ്മിലുള്ള പ്രണയം, അതാ ഇഷ്ക്. നബിനെ പ്രേമിക്കാനല്ല പറഞ്ഞത്, നബിനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്. അള്ളാഹു റസൂലിനെ പ്രേമിക്കലല്ല, അള്ളാഹു റസൂലിനെ സ്നേഹിക്കലാണ്. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, മഹബത്താ പറഞ്ഞത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, മഹബത്താണ് പറഞ്ഞത്. ഒറ്റ സ്ഥലത്തും ഇഷ്ക് പറഞ്ഞിട്ടില്ല. സൂഫിയാളാ ഇഷ്ക് കൊടുക്കുന്നത്, സൂഫിയുടെ സംഭാവന ഇഷ്ക്. എന്നിട്ട് നബിയെ കാമുകിയായി സങ്കല്പിച്ച് ആ കാമുകിയോട് പാട്ട് പാടുക. അപ്പം കാറ്റടിക്കുമ്പോൾ കാമുകിൻ്റെ സ്മെല്ല്, മിന്നൽ വരുമ്പോൾ കാമുകിയുടെ രൂപം, അതേപോലെ പിന്നെ സൂര്യ ഉദിച്ച് വരുമ്പോൾ കാമുകിയുടെ പ്രഭ കാണുക എന്നിങ്ങനെ വിചാരിച്ചിട്ട് അതിനെ പിരാന്ത് എന്ന് അറിയാം, വേറൊന്നുമില്ല. അതിനല്ലേ പിരാന്ത് എന്ന് പറഞ്ഞാ. എന്നിട്ട് അതിന് ടീമിനെ കൊണ്ടുവരിക, അത് ഫെസ്റ്റ് നൈറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന വിഷയമൊന്നുമില്ല. ഇസ്ലാമിൻ്റെ പേര് പറ്റില്ല എന്നുള്ളൂ. ഈ പാട്ട് എന്താ കൂട്ടരെ ബുർദ, അതേപോലെ ബുർദല്ല, ഇത് ബുർദയാണ്. എന്നിട്ട് അത് വലിയ കാര്യമായി അത് ചൊല്ലി പുര കുടിയിരിക്കുമ്പോൾ വരെ അത് തലേന്ന് രാത്രി ബുർദ, ഹജ്ജിന് പോകുമ്പോൾ ബുർദ, പഴുത് വെച്ചാൽ 2 ദിവസം പഴുത് 3-ാമത്തെ ദിവസം ബുർദ. സഹോദരന്മാരെ എവിടേക്കാണ് നമ്മളീ പോണത്? എവിടേക്കായി പോകണം? ഞാൻ അത് റസൂലുള്ളാഹിയെ പ്രശംസിച്ച് പാട്ടായിരിക്കും ആയിക്കോട്ടെ, അതിനെന്താ നമ്മൾ ഈ ഗോലത്തിലേക്ക് കൊണ്ടുപോകണത്? അപ്പം അതൊന്നും ശരിയല്ല. അതൊക്കെയാണ് അത്ര സുന്നത്ത് ജമാഅത്ത്. എന്നിട്ട് അത് സ്ഥാപിക്കാൻ വകുപ്പുണ്ടാക്കുക. എന്നിട്ട് മനുഷ്യന്മാർ അതൊക്കെ കൈയൊഴിയുന്നു കണ്ടപ്പോഴാണ് ഇപ്പം മജ്‌ലിസുൻ നൂർ അത് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി, വേറൊന്നുമില്ല, ഈ കണ്ട ഖുറാഫാത്തൊക്കെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി കണ്ടെത്തിയ വകുപ്പാണ് മജ്‌ലിസുൻ നൂർ. അത് മജ്‌ലിസുൻ നൂറല്ല, മജ്‌ലിസുൽ ദുൽമത്താണ്. മജ്‌ലിസുൻ നൂർ എന്നാൽ പ്രകാശത്തിൻ്റെ സദസ്സിന, സംഗതി ഇരുട്ട പ്രകാശമല്ല. ഈ പച്ച ഖുറാഫാത്ത്, മനുഷ്യന്മാർ കൈയൊഴിഞ്ഞ ഖുറാഫാത്തിനെ അത് സംഘടനാവൽക്കരിച്ച് കൊണ്ടുവന്നിട്ട് അത് ആളുകളിലേക്ക് വീണ്ടും ഇറക്കുമതി ചെയ്യാൻ നോക്കുക. അത് നിങ്ങൾ ഇട്ട പുതിയ പേരാ മജ്‌ലിസുൻ നൂർ. അതിലെന്താ ചൊല്ലി കൊടുക്കുന്നത്? ബദർ വെയ്ത്ത്, ബദർ മൗലൂദ്. അതിലുള്ള ബദർ മൗലൂദ് എന്താണുള്ളത്? കുറേ നോണ വേറെന്താണ്? ബദർ മൗലൂദ് നിങ്ങൾ എടുത്ത് നോക്കി. ബദർ മൗലൂദ് ഒരു ആത്മാർത്ഥമായി നിങ്ങൾ പരിഭാഷ വാങ്ങിയിട്ട് വായിച്ചു നോക്കി, ഒരു 5-6 നുണക്കഥ ഉണ്ടാവും, വേറൊന്നുമില്ല. ആര് പറഞ്ഞു അറിയില്ല, എവിടുന്ന് കിട്ടിയെന്ന് അറിയില്ല, എവിടെ ആരെ കണ്ടെന്നില്ല, അതൊന്നുമില്ല. കുറേ മഹാനവറുകൾ പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, കുറേ കീരിയും കാര്യം.
നബി നമ്മോട് പറഞ്ഞത് എന്താ? കീഴിയും കാര്യം പറയാൻ പറ്റില്ല എന്നാണ്. അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു, അവിടെ കേട്ടു, ഇവിടെ കേട്ടു, അത് പറയേണ്ടവനല്ല വിശ്വാസി. എന്നിട്ട് വെറുതെ കഥ ഉണ്ടാക്കുക. ആ കഥ അടിസ്ഥാനത്തിൽ ബാക്കിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. സഹോദരന്മാരെ, അതൊന്നും ശരിയല്ല. ബദരീങ്ങൾ മഹാന്മാരാ. ആ ബദരീങ്ങളെ സ്നേഹിച്ചോ, ആ ബദരീങ്ങളെ പ്രശംസിച്ചോ, ആ ബദരീങ്ങളെ പിന്നാലെ കൂടിക്കോ, ഓരോ ജീവിച്ച പോലെ ജീവിച്ചോ. അല്ലാതെ ആ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനോ, ആ ബദരീങ്ങളോട് ഇസ്ലാം പഠിപ്പിക്കുന്ന പരിമിതികൾക്ക് അതീതമായുള്ള വർണ്ണന പറയാനോ നമുക്ക് അനുവാദമില്ല. അത് ആരെ പേരിലും ഇല്ല. അവിടെയാണ് ഇപ്പം മുസ്ലിം ഉമ്മത്തുള്ളത്. എന്നിട്ട് അതിനൊക്കെ തെളിവുണ്ടാക്കാനാ ചില മനുഷ്യന്മാർ നാട് നീളെ പ്രസംഗിച്ചിറക്കുന്ന കൂട്ടരെ. അതുകൊണ്ട് അതൊന്നും നമ്മൾ, ഞാൻ പറഞ്ഞ പോലെ, ഒരു സുന്നി മുജാഹിദ് തർക്കമായിട്ടൊന്നും കാണണ്ട. പക്ഷെ അള്ളാഹിൻ്റെ ദീനിൽ ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് സുന്നത്തമായത്തിന് ആശയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആര് കൊണ്ടുവന്നാലും അത് സുന്നത്തമായത്തല്ല. നമ്മളത് ഉറപ്പിക്കാം. സുന്നത്തമായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചത് സ്വഹാബത്തിന് പഠിച്ചത്. ഞാൻ നേരത്തെ ഓതി ആയത്തതാണ്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, റസൂലുള്ളാഹിയുടെ മാർഗം വിട്ടുപോയാൽ അവൻ നരകത്തിലേക്ക് എത്തും. അപ്പൊ റസൂലുള്ളാഹിയുടെ മാർഗം സ്വീകരിക്കണം. അതാ സുന്നത്ത്, അതാ അഹ്ലുസുന്ന. റസൂലുള്ളാഹിയുടെ മാർഗം, ആ മാർഗത്തെ എതിരെ പോയാൽ അത് സുന്നത്തും തിരിഞ്ഞു പോകലാണ്. വമൻ യുശാഖിഖിർ റസൂൽ, റസൂൽ എതിരായി പോയാൽ. എങ്ങനെ റസൂലിനെതിരാവല്? റസൂൽ അല്ല എന്ന് പറയലാണോ റസൂലുള്ളാഹിക്ക് എതിരാവൽ? അല്ല, അതും അതിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷെ റസൂലുള്ളാഹിക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യം നമ്മൾ നിരാകരിക്കുകയോ മറികടക്കുകയോ ചെയ്താൽ അതാണ് റസൂലിനെതിരാവൽ. ഇപ്പം നബി തങ്ങൾ പറഞ്ഞു ഇബാദത്തിൻ്റെ എല്ലാ നിയമങ്ങളും. പക്ഷേ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കാണാം, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് 3 ആൾ വന്നു. നബിൻ്റെ ഇബാദത്ത് ഒന്ന് പഠിക്കാം, നമുക്കും അതേപോലെ ചെയ്യാലോ. ഒരു വിചാരിച്ചതറിയോ, നബി ഇങ്ങനെ മുഴുവൻ സമയവും നിസ്കരിച്ച് നോമ്പോറ്റ് ഖുർആൻ ഓതി മാത്രം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ ആയിരിക്കുന്ന ഓരൊക്കെ വിചാരിച്ചത്. നബി തങ്ങളെ വീട്ടിലേക്ക് വന്നു. അവൻ നബി അവിടെ ഇല്ല. ആയിഷ ബീബി ഉണ്ട് റളിയല്ലാഹു അൻഹ. അവിടെ ചോദിച്ചു, റസൂലുള്ളാഹിയുടെ ഇബാദത്ത് പഠിക്കാൻ വന്നതാണ്. അപ്പം ആയിഷ ബീബി പറഞ്ഞെടുത്തു, നബി രാത്രി കുറച്ചേരൊക്കെ ഉറങ്ങും, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കും. പകല് ചില ദിവസമൊക്കെ നോമ്പ് വയ്ക്കും, ചില ദിവസം നോമ്പ് വയ്ക്കൂല. ചിലപ്പോൾ കുറേ ദിവസം ഒന്നാകെ നോമ്പ് വയ്ക്കും, ചിലപ്പോൾ കുറേ ദിവസം ഒന്നാകെ നോമ്പ് നോക്കാതിരിക്കും. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഷഅബാനിലാണ് ഏറ്റവും അധികം നോമ്പ് നോറ്റത്. ആ ഷഅബാനിൽ തന്നെയും നബി തങ്ങൾ പൂർണ്ണമായും നോറ്റിട്ടില്ല. നബി വീട്ടിൽ വരും, ഭാര്യമാരെ സഹായിക്കും. ഞങ്ങളെല്ലാ പിന്നെ ജോലിയിലൊക്കെ നബി സഹായിക്കാറുണ്ട്. എന്നാൽ ബാങ്ക് കൊടുത്താൽ പള്ളിക്കാണ്ട് പോവുകയും ചെയ്യും എന്നതൊക്കെ പറഞ്ഞപ്പോൾ ഓൾക്ക് ഇതാ അപ്പം ഇത്ര ഉള്ളൂ നബി, ഇത് കുറച്ച് കമ്മിയാണല്ലോ, നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. അപ്പോൾ പറഞ്ഞു, അതിപ്പോൾ നബിക്ക് പതൊക്കെ മതി, നമുക്ക് പതല്ലല്ലോ. കണ്ടോ, ഒമയുഷാഖിർ റസൂൽ, നബിക്കത് മതി, നമുക്കത് പോരാ. അപ്പം തീരുമാനിച്ചു ഒരാൾ, എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്നും രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കുക, ഉറങ്ങണില്ല, രാത്രി ഫുൾ നിസ്കാരം. നബി എന്താ പറഞ്ഞോ, എന്നിൽ പെട്ടവനല്ല. മറ്റൊന്ന് തീരുമാനിച്ചു, ഞാൻ ഫുള്ളായിട്ട് നോമ്പ്, എല്ലാ ദിവസവും നോമ്പ് ഒഴിക്കുക, നോമ്പ് ഒഴിവാക്കൂല, സുന്നത്ത് നോമ്പുകൾ. നബി തങ്ങളത് പറ്റൂല. അസൂമു വഅഫ്തിർ, ഞാൻ നോമ്പ് നോക്കുന്ന ദിവസമുണ്ട്, നോമ്പില്ലാത്ത ദിവസമുണ്ട്, എൻ്റെ സുന്നത്തിന് ഇഷ്ടമില്ലേ, എന്നിൽ പെട്ടവനല്ല. അപ്പം കണ്ടോ, നബി തങ്ങൾ പഠിപ്പിച്ച നിസ്കാരം നോമ്പൊന്നും പോരാ, പുതിയ നിസ്കാരം ഉണ്ടാക്കുക, പുതിയ നോമ്പ് ഉണ്ടാക്കുക. അപ്പം കണ്ടോ, മിറാജ് നോമ്പുണ്ടായല്ലോ, നബി നോറ്റ നോമ്പല്ല, ഉറപ്പാ. നിങ്ങൾ ആരടുത്തും പോയി എവിടെയും പോയി ചോദിച്ചോളി, എവിടെ പോയി ചോദിച്ചാലും മിറാജ് നോമ്പ് എന്നൊരു നോമ്പ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ അന്വേഷിച്ച് നോക്കി. ഇല്ല, ഖിയാമത്ത് നാൾ ഒരു അന്വേഷണം കിട്ടൂല. നിങ്ങൾ വേണമെങ്കിൽ ഒരു വാശിക്ക് ഏറ്റെടുത്തോളി. നിങ്ങൾ ഏത് ഉസ്താദ് എടുത്ത് പോയാലും ശരി, മിറാജ് നോമ്പ് നോമ്പ് കിട്ടൂല. നബി ഇത് പറഞ്ഞിട്ടില്ല, സ്വഹാബികളെ നോറ്റിട്ടില്ല, താവഴിയേക്കൊന്നും പരിചയമില്ല. പിൽക്കാലത്ത് ഏതോ ചില മനുഷ്യന്മാർ വ്യാജമായ ഹദീസ് ഉണ്ടാക്കി നബിൻ്റെ പേരിൽ. നബി പറയാത്തത് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വ്യാജ ഹദീസ് ഉണ്ടാക്കി. അതിൽ പറഞ്ഞു, റജബ് മാസം 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിൻ്റെ കൂലി കിട്ടും. നബി പറഞ്ഞതല്ല, സ്വഹാബിയാളെ നബീനെ കേട്ടിട്ടില്ല. അത് പിൽക്കാലത്ത് 100-400 കൊല്ലം കഴിഞ്ഞിട്ട് ആരോ വ്യാജമായി ഉണ്ടാക്കി നബി തങ്ങളെ പേര് കെട്ടിച്ചമച്ചുണ്ടാക്കി പ്രചരിപ്പിച്ചതാണ്. അതിലാണ് പറഞ്ഞത്, റജബ് 27 നോമ്പ് നോറ്റാൽ 60 മാസത്തെ നോമ്പിൻ്റെ കൂലി കിട്ടും. അതിൽ മിറാജ് നോമ്പ് ഇല്ല കേട്ടോ. ആ ഉണ്ടാക്കിയവൻ പോലും മിറാജ് നോമ്പ് ഉണ്ടാക്കിയിട്ടില്ല. റജബ് മാസത്തിൻ്റെ മഹത്വം പറയാൻ ഉണ്ടാക്കിയ കഥയാണിത്.
അത് ഒസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ കാണും, വേറെ എവിടെയും കാണൂല. അതിനപ്പുറത്ത് നബി പറഞ്ഞു, ഇന്ന സ്വഹാബി കേട്ടു, ആ സ്വഹാബി ഇന്ന താബിയോട് പറഞ്ഞു, ആ താബി ഇന്ന താബിയോട് പറഞ്ഞു എന്നൊരു സംഭവം ഉണ്ടോ ചോദിക്കി ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ചോളി. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ഉസ്താദാണോ അവിടെ പോയി ചോദിച്ചോളി. എനിക്ക് ഉറപ്പാ നിങ്ങൾ എങ്ങനെ അന്വേഷണം കിട്ടൂല. ഇനിയിപ്പോൾ സാഹിബാൻ ബറാത്ത് നോമ്പ് വരുന്നു, അതും അങ്ങനെ തന്നെ. ബറാത്ത് നോമ്പ് വരുന്നു, ആ ബറാത്ത് നോമ്പ് നബി തങ്ങൾ പഠിപ്പിച്ചതല്ല. ചില ഹദീസിൽ ഉണ്ട്, പക്ഷേ ആ ഹദീസ് നബി തങ്ങൾ പറഞ്ഞുവെന്ന് കുറ്റമറ്റ രീതിയിൽ സ്ഥിരപ്പെട്ട ഉറപ്പിക്കാവുന്ന ഹദീസല്ല. ദുർബലമായ ലഈഫായ റിപ്പോർട്ടിൽ കാണാം, ശഅബാൻ 15 നിങ്ങൾ രാത്രി നിസ്കരിക്കുകയും പകൽ നോമ്പെടുക്കുകയും ചെയ്യുക. അതിൽ പൗതി നമ്മൾ ഒഴിവാക്കി, ബാക്കി പൗതി എടുത്തു. രാത്രി നിസ്കരിക്കാതാ അതാരും കേട്ടില്ല. പകൽ നോമ്പ് വയ്ക്കുക അതെടുത്തു. അത് നബി തങ്ങൾ പറഞ്ഞുവെന്ന് സ്ഥിരപ്പെട്ട റിപ്പോർട്ടല്ല, വിശ്വാസയോഗ്യമായ ഹദീസല്ല, സ്വഹീഹായ ഹദീസല്ല, ലഈഫായ ദുർബലമായ റിപ്പോർട്ടാണ്. അതിലാണ് വന്നത്. അതിൽ വന്നോടത്തിന് എന്താ ഉള്ളത്? പകൽ നോമ്പെടുക്കുകയും രാത്രി നിസ്കരിക്കുകയും ചെയ്യുക. ഒരു കഷ്ണം മുറിച്ചൊഴിവാക്കി മറ്റേ കഷ്ണം എടുത്തു ആളുകൾ. പിന്നെ അന്ന് 3 യാസീൻ ഓതുക, അതും അങ്ങനെ പിന്നെ ലഈഫായ റിപ്പോർട്ട് തന്നെയാണ്. റിസ്ക് വിശാലമാകാൻ, ആയുസ് നീണ്ടു കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് 3 യാസീൻ നമ്മുടെ നാട്ടിൽ കണ്ടത് ശഅബാൻ 15 ബറാഅത്തിന്. അതുമില്ല. ഉള്ള കാര്യങ്ങൾ അന്വേഷിച്ചോളി, കിട്ടൂല. ഉള്ള റിപ്പോർട്ട് ഇതാണ്, സ്വഹീഹല്ല, ദുർബലമാണ്. നബി തങ്ങൾ പറഞ്ഞുവെന്ന് ഉറപ്പിച്ചു പറയാവുന്ന രൂപത്തിൽ ബോധ്യപ്പെട്ട റിപ്പോർട്ട് അല്ല അത്. അപ്പം നബി തങ്ങൾ പഠിപ്പിക്കാത്ത ഒന്ന് അതിനപ്പുറം പോകുന്നുവെങ്കിൽ അത് സുന്നത്ത് നിരാകരിക്കലാണ്. റസൂലിനെതിരായി പോകല. നീ പഠിപ്പിച്ച ഒന്ന് എനിക്കത് പറ്റൂല പറഞ്ഞാലോ അതും നിരാകരിക്കലാണ്. പഠിപ്പിക്കാത്ത ഒന്ന് അപ്പം നബിക്ക് പത്രക്കാൻ പറ്റില്ല, നമുക്ക് പറ്റൂല എന്ന് പറഞ്ഞ് പുതിയതുണ്ടാക്കിയാലോ അത് നബിയെ നിരാകരിക്കൽ, സുന്നത്തെ നിരാകരിക്കൽ. നബി പഠിപ്പിച്ച ഒന്ന് അതിപ്പോൾ എൻ്റെ ബുദ്ധി ശരിയാണില്ല, അത് എനിക്ക് മനസ്സിലാണില്ല, സംഗതി ഹദീസിലൊക്കെ ഉണ്ട്, ബുഖാരി മുസ്ലിമൊക്കെ ഉണ്ട്, എന്നാലും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ അതും അപകടം പിടിച്ച രോഗമാണ്, മാരകമായ രോഗമാണ്. ചില മനുഷ്യന്മാർക്ക് സോക്കേട് കൂടി വരുന്നുണ്ട്, അതും ശരിയല്ല. ഹദീസൊക്കെ ഉണ്ട്, ശരിയാ, ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാലും അതിപ്പോൾ എന്താ അങ്ങനെ, അത് ഉണ്ടാവില്ലല്ലോ, അത് ശരിയല്ല, അത് ബുഖാരിക്ക് പേച്ചതാവും, എന്നാലും ഞാൻ സ്വീകരിക്കൂല. അപ്പോൾ ബുഖാരി ഇയാളെ മേലെ ഇമാം ബുഖാരി 7-ാം വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കിയാണ്. 9-ാം വയസ്സിൽ ഇമാം മാലിക്കിൻ്റെ അൽ മുവത്ത എന്ന കിതാബ് കാണാപ്പാടം പഠിച്ച ആളാണ്. 14-ാമത്തെ വയസ്സിൽ ചരിത്രത്തിൽ, തൻ്റെ ജീവചരിത്രത്തിൽ ആദ്യമായി കിതാബ് എഴുതിയ ആളാണ് ഇമാം ബുഖാരി. മീശ മുളയ്ക്കുന്നതിന് മുമ്പ് ഹദീസ് ഉദ്ധരിക്കാൻ തുടങ്ങിയ ആളാണ്. ഈ തള്ളുന്ന് പറഞ്ഞ മനുഷ്യന്മാർ, എനിക്ക് സ്വീകാര്യമില്ല പറഞ്ഞ മനുഷ്യന്മാർ ഓൻ ദീൻ പഠിക്കാൻ തുടങ്ങിയതിന് 16-ാമത്തെ വയസ്സ് SLCക്ക് വലിയ മാർക്ക് കിട്ടാതെ പോയപ്പോഴാണ്. SLC പരീക്ഷ 210 പാസ്സായി, ഇനി വേറെ അഡ്മിഷൻ ഇല്ല, എന്നാൽ പോയൊക്കെ എവിടെയെങ്കിലും അങ്ങനെ ഏതെങ്കിലും കോളേജിൽ പോയി ചേർന്ന് ഒരു 3-4 കൊല്ലം പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റും വാങ്ങി പോകുന്നവനാ പറഞ്ഞത് ബുഖാരി പറഞ്ഞത് ശരിയല്ല കേട്ടോ. ബുഖാരി എന്നുള്ള പേരും കൂടി അവനെ മര്യാദയ്ക്ക് പറയാൻ അറിയില്ല. ഇമാം ബുഖാരിൻ്റെ ഫുള്ള് പേരെന്താ വെച്ച് നോക്കി, അത് നോക്കാതെ പറയാൻ കഴിയൂല. സ്വഹീഹ് ബുഖാരി എന്ന കിതാബിൻ്റെ ശരിയായ പേരെന്താ വെച്ച് നോക്കി, നോക്കാതെ തന്നെ പറയാൻ കഴിയില്ല. എന്നിട്ട് പോകാൻ പറയാം ബുഖാരി വന്ന് അത് വിശ്വസിക്കാൻ പറ്റൂല. അതിൽ കിബിർ എന്നാ പേര്, അഹങ്കാരം എന്നതിന് പേര് കിബിർ എന്നാ പറയാം. അല്ലെങ്കിൽ എന്താ, ലോക മുസ്ലിങ്ങൾ മൊത്തം സ്വീകരിച്ച് പോകുന്ന ഒന്ന് ബുഖാരിയിൽ വന്നിട്ട് പോലും മുസ്ലിമിൽ വന്നിട്ട് പോലും സ്വഹീഹാണെന്ന് ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം സ്വീകരിച്ചിട്ട് പോലും ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന് ജമ്മിയത്തുലമ കൂടട്ടെ, തീരുമാനം അവിടുന്ന് വരട്ടെ, അപ്പം നോക്കാണ്ടുണ്ടെങ്കിൽ ഓന് പോയി എന്നല്ല വേറെന്താ. ആ ഒറ്റ ന്യായം വെച്ചിട്ടാ ഒരു സുല്ലമി എഴുതിച്ചത് സിറാത്ത് പാലമില്ലാന്ന്. ഈ നാട്ടിൽ സുന്നി മുജാഹിദ് ജമാഅത്തുമാർക്കും വ്യത്യാസമില്ലാതെ എല്ലാവരും സ്വീകരിച്ചു പോകുന്ന ഒന്നാ സിറാത്ത് പാലം ഉണ്ട് എന്നുള്ളത്. എന്നിട്ടാണ് സുല്ലമി അയാളെ പുസ്തകത്തിൽ പച്ചയായി മലയാളത്തിൽ രേഖപ്പെടുത്തി വെച്ചു സിറാത്ത് പാലം ഇല്ല. അയാളില്ലാതെ വിശ്വസിച്ചുകൊണ്ട് സിറാത്ത് പാലം ഇല്ലാതാവുമോ? എത്ര ഹദീസ് അറിയും. വേറെ ഒരു സുല്ലമി അയാളെ വിഷയം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു സിറാത്ത് എന്ന് പറഞ്ഞാൽ പാലൊന്നുമില്ല, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. തള്ളുന്നതിൻ്റെ ആദ്യഘട്ടം അതാ, അത് ആലങ്കാരിക പ്രയോഗം. എന്താ കാരണം? മുമ്പ് ന്യായം പറഞ്ഞത് പാലം എന്നാണെങ്കിൽ ജിസ്ർ എന്നാ പറയാം, സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി, മാർഗം എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് അലങ്കാരമായി ഉപയോഗിച്ച സിറാത്ത്, പാലമാണെങ്കിൽ ജിസ്ർ എന്നാണ് പറയുക. മുമ്പ് വലിയ ഇൽമായിട്ട് പറഞ്ഞതാണ്.
അപ്പം ഈ ചോദിച്ചപ്പോൾ അല്ല മൗലവി ബുഖാരി ജിസ്ർ തന്നെ വന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയുണ്ടോ ചോദിച്ചു. അപ്പം അതും കൂടി ചങ്ങായി നോക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ പറയണത്, ബുഖാരി അല്ല ആര് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ എടുക്കൂല. എന്തെല്ലാം അറിയും. ശബാബിൽ ലേഖനം വന്നു, അംബിയായിന്റെ ശരീരം മണ്ണ് തിന്നുക ഇല്ല എന്ന ഹദീസ് ഖുർആനിനെതിരാണ്. ഹദീസിന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ഹദീസ് സ്വഹീഹാണ്, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. പക്ഷെ ഖുർആനെതിരാണ്. അപ്പം എന്താ ഖുർആനെതിര്? അപ്പം മൂപ്പര് കണ്ടുവെച്ചാൽ ഖുർആനുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മണ്ണെന്ന് പടച്ചു മണ്ണുക്ക് മടക്കും. അപ്പം പിന്നെ ഇത് മണ്ണുക്ക് മടങ്ങൂല എന്നല്ലേ ഇതിനർത്ഥം? അതുകൊണ്ട് അങ്ങനെ ഹദീസ് ഉണ്ടാകാൻ പറ്റൂലല്ലോ. അംബിയായിന്റെ ശരീരം മണ്ണ് ഭക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് മടക്കുന്ന അല്ലാഹ് പറഞ്ഞ ആയത്തിനെതിരല്ലേ? അതുകൊണ്ട് ഈ ഹദീസ് ശരിയല്ല. എന്നാ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട് എന്താ വിഷയം എന്നുള്ളത് അത് നോക്കിയാൽ മതി, പ്രശ്നം തീരും. അതേ സുല്ലമിൻ്റെ വീട്ടിക്ക് വരുന്ന മനോരമ പത്രം, ആ പത്രത്തിൽ ന്യൂസ് കാണുന്നത് വിമാനം കത്തിക്കഴിഞ്ഞിട്ട് 100 ആൾ മരിച്ചു, ഒരാളെ മയ്യത്തുണി കിട്ടില്ല, കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞ് ആവിയായിപ്പോയി എന്ന് മനോരമ വന്ന അയാൾ വിശ്വസിക്കോ? അത് വിശ്വസിക്കും. അപ്പം മുമ്പിൽ പറയാ അത് ഉണ്ടാവില്ല കേട്ടോ, കാരണം മണ്ണുക്ക് മടക്കുന്ന അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ട് മണ്ണുക്ക് മടങ്ങാതെ ആകാശത്തിന് കത്തിക്കഴിഞ്ഞ് പോയി എന്നിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ വാർത്ത ശരിയല്ല, ഞാനത് വിശ്വസിക്കൂല എന്നയാൾ പറയോ? അത് പറയില്ല. അതെന്താ പറയാത്തത്? അള്ളാഹുവിന്റെ റസൂൽ പറയാ, അംബിയായിന്റെ ശരീരം മണ്ണ് ഭക്ഷിക്കൂല, ഭൂമിക്കത് ഹറാമാക്കിയിരിക്കുന്നു. അത് വിശ്വസിക്കാൻ പ്രയാസം, ഖുർആനെതിരെ. പത്രത്തിന് പറയാ, ഒരാൾ ആകാശത്ത് നിന്ന് വിമാനം കത്തിക്കഴിഞ്ഞ് മരിച്ച് മയ്യത്തുണി കിട്ടാതെ പോയിരിക്കുന്നു, അത് ഓൻ വിശ്വസിക്കും ചെയ്യാം. അപ്പം എന്തേ മാനദണ്ഡം? ഒന്നുമില്ല, ഓൻ്റെ ബുദ്ധി പറഞ്ഞ. ഒരാളെ സിംഹം പിടിച്ച് തിന്നു, ഇപ്പം വിശ്വസിക്കാൻ പറ്റുമോ? കാട്ടിലെ സിംഹം ഒരാളെ പിടിച്ചു തിന്നു, വിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം? മണ്ണുക്ക് മടക്കുന്ന അല്ലാഹ് പറഞ്ഞല്ലേ, അവിടെ വേറെ ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? മയ്യത്ത് കടലിൽ പോയി ഒരു മത്സ്യം വിഴുങ്ങി, വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? മണ്ണുക്ക് മടങ്ങിയിട്ടില്ല. അങ്ങനെ ഓരോരുത്തരും ബുദ്ധി ഉപയോഗിച്ച എന്തൊക്കെ കഥ. അവിടെ ഇപ്പം ചില മനുഷ്യന്മാരുള്ളത്, ഓർക്ക് ഹദീസ് ഉണ്ടായാൽ പോരാ, ആയത്തുണ്ടായാൽ പോരാ, ഓല ബുദ്ധിക്ക് ഓല വിചാരിച്ച പോലെ കിട്ടണം. അതിനിപ്പോൾ ഇസ്ലാമല്ലത്, ഓണ്ടാക്കിയ മതൊന്നുമില്ലല്ലോ. അങ്ങനെ ഓരോരുത്തർ ആലോചിച്ചപ്പോൾ പല ഹദീസും പ്രശ്നം, പല ഹദീസും പ്രശ്നം. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോയപ്പോൾ അബ്ദുസ്സലാം സുല്ലമി അൽഫനാണ് മാസിക ലേഖനം എഴുതി. മസീഹുദ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പിഴച്ച പണ്ഡിതന്മാർക്കുള്ള പേരാണ്, കലകൾക്കുള്ള പേരാണ്, സാഹിത്യങ്ങൾക്കുള്ള പേരാണ്, അല്ലാതെ ഖിയാമത്ത് നാളിനെ മുന്നോടിയിട്ട് വരാനുള്ള ഒന്നൊന്നുമല്ല. ഞാൻ അഥവാ വരികയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാണോ വിശ്വാസകാര്യം? ഇസ്ലാമിന് അടിസ്ഥാന വിശ്വാസപ്പെട്ടാലൊക്കെ അതിന് മൂപ്പര് എഴുതിച്ചതാ. അത് പിഴച്ച കലകൾ, പിഴച്ച പ്രസ്ഥാനങ്ങൾ, പിഴച്ച പണ്ഡിതന്മാർ, അവർക്കൊക്കെ പറയുന്ന പേരാണ് മസീഹുദ് ദജ്ജാൽ. ഖിയാമത്ത് നാളിനെ മുന്നോടിയായിട്ട് വരാനുള്ള ഒന്നല്ല. ഇപ്പം ന്യായം പറഞ്ഞെന്നറിയോ? അങ്ങനെ വരാനുള്ളതാണെങ്കിൽ കഴിഞ്ഞകാല അമ്പിയാക്കൾ മസീഹുദ് ദജ്ജാൽ സിറിന് കാവലിന് തേടുകയും സമുദായത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു എന്ന ഹദീസിലുണ്ട്. ഖിയാമത്ത് നാൾ അന്ന് വരാനുള്ളതാണെങ്കിൽ എന്തിനാ അപ്പം നൂഹ് നബിയൊക്കെ അത് പറയണത് എന്നാ? ഖിയാമത്ത് നാൾ അന്ന് വരാനുള്ളതാണെങ്കിൽ നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയും ഒക്കെ അലൈഹിമുസ്സലാം അവരെന്തിനാ താക്കീത് ചെയ്യണത്? അപ്പം അവരും താക്കീതപ്പം എന്ത് മനസ്സിലായി? മസീഹുദ് ദജ്ജാൽ അന്നുണ്ട്, ഇന്നുണ്ട്, എന്നുണ്ട്. അപ്പം ഖിയാമത്ത് നാൾ അന്ന് മാത്രമൊന്നുമല്ല. ഇനി അഥവാ ഖിയാമത്ത് നാളിനെ മുന്നോട്ട് വരികയാണെങ്കിൽ എനിക്കെന്നെ എതിർപ്പില്ല എന്നാ മൂപ്പര് ഔദാര്യം. മാണി വന്നോട്ടെ, ഞാൻ അംഗീകാരം കൊടുത്തോളാം, എനിക്ക് എതിർപ്പൊന്നുമില്ല വരുന്നതിന്. ശബാബിൽ വന്നതാ അങ്ങനത്തെ 100 കൂട്ടം വിഷയങ്ങൾ. ഞാൻ അതിലേക്ക് പോവില്ല. അപ്പോൾ സുന്നത്ത് നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, അത് 2 തരത്തിലും വരാം. നബിതങ്ങൾ പറഞ്ഞു, ഞാൻ രാത്രി നിസ്കരിക്കുന്നു, രാത്രി ഉറങ്ങുന്നു. മറ്റാൾ തീരുമാനിക്കുന്നു, ഞാൻ നേരം മുഴുക്കോളം നിസ്കരിക്കാൻ പറ്റൂല. എന്താ കാരണം? മൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. എൻ്റെ സുന്നത്തിൽ എനിക്ക് താല്പര്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ എന്നിൽപ്പെട്ടവനല്ല. ഇപ്പോഴത്തെ നബി പറഞ്ഞു പറഞ്ഞിട്ടേ ഞാൻ എടുക്കൂല, അതും പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരാൾ ഇടത്തേ കൈയോടെ ഭക്ഷണം കഴിച്ചു. അപ്പം നബി പറഞ്ഞു, കുൽ ബി യമീനിക്, വലത്തേ കൈയോട് തിന്നുകയറി. അപ്പം എല്ലാ അസ്തത്തി എനിക്ക് പറ്റൂല.
എനിക്കത് പറ്റൂല. എപ്പോഴും ചില മനുഷ്യന്മാരെങ്ങനെ ചോറ് വലത്തേ കൈകൊണ്ട് വെള്ളം എടുത്തേ കൈകൊണ്ട്. എന്തേ കാരണം? ഒന്നുമില്ല, ഗ്ലാസ് ചളിയാവുന്ന കഴുകിക്കൊള്ളു വെച്ച പ്ലേറ്റ് പോലെ ആ കോലത്തെ ഇരപ്പാക്കി, അതിന് പ്രശ്നമൊന്നുമില്ല. ഡിസ്പോസിബിൾ ഗ്ലാസ് അടക്കം എടുത്ത കൈ കുടിക്കുക ആളുകളെ. കുടിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുള്ളത് എന്നാലും കാണാം. കല്യാണത്തിനൊക്കെ എടുത്തേ കൈ, അതങ്ങനെ ശീലിച്ചതാ. സുന്നത്തിൻ്റെ ഗൗരവം, സുന്നത്തിൻ്റെ പ്രാധാന്യം അവന് ബോധ്യപ്പെട്ടിട്ടില്ല, വേറൊന്നുമില്ല. അപ്പം ആ മനുഷ്യൻ ലാ അസ്തതിഉ, എനിക്ക് പറ്റൂല. നബി തങ്ങൾ പറഞ്ഞു മസ്തതഅത, എനിക്ക് പറ്റൂല. ശരിയാണ്. മാ മനഅക ഇല്ലൽ കിബർ, നിനക്കുള്ള തടസ്സം കിബറാകുന്നു. എന്താ നബി അങ്ങനെ പറയാൻ? എന്താ അങ്ങനെ പഠിപ്പിക്കാൻ? എനിക്കതിനാവൂല, അത് കിബറാണ്. പിന്നെ ആ മനുഷ്യൻ അയാളുടെ ആ കൈ പിന്നെ വായിലേക്ക് ഉയർത്തിയിട്ടില്ല എന്നാ ആ ഹദീസ് കാണുന്നത്. സഹോദരന്മാരെ, കിബിർ എന്നതൊക്കെ തന്നെയാണ്. ഒരു ഹദീസാണ് സ്ഥിരപ്പെട്ട് കിട്ടിയിട്ട് എന്നാലും ഞാൻ എടുക്കൂല പറഞ്ഞാൽ അത് കിബിർ തന്നെയാണ്. അത് അയിമ മാത്രം നിൽക്കൂല. ആ ഒരു പോക്ക് അതിന് മാത്രം നിൽക്കൂല. ഒരു ഹദീസ് തള്ളിയാൽ, ഒരു സ്വഹാബിയെ തള്ളിയാൽ ഈമാൻ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് അവസാനം അതെത്തുക. വിശുദ്ധ ഖുർആനിൽ സ്വഹാബത്തിനെ പറ്റി പരാമർശിച്ച ഭാഗം സൂറത്തുൽ ഫത്ഹിന്റെ അവസാനം, മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങുന്ന ദീർഘമായ ആയത്ത്. അവിടെ എന്താ? മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മഅഹു, മുഹമ്മദ് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും. ആരാ കൂടെയുള്ളവർ? സ്വഹാബിമാർ. മുഹമ്മദ് നബിയും നബിയുടെ കൂടെയുള്ളവരും അഥവാ നബിയും സ്വഹാബത്തും ഓരോ സ്വഭാവം പറഞ്ഞു. ഇതിൻ്റെ അവസാനം കാണാം, ദാലിക മസലുഹും ഫിത് തൗറാത്ത്, അതാണ് അവരെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞ ഉദാഹരണം. അപ്പോൾ സ്വഹാബികളെ പറ്റി തൗറാത്തിലും പരാമർശമുണ്ട്, ഖുർആനിൽ മാത്രമല്ല. വമസലുഹും ഫിൽ ഇൻജീലി കസർഇൻ അഖ്റജ ശത്അ ഫആസറ ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖി യുജിബു الزراع ليغيظ بهم الكفار. ഇഞ്ചീലിൽ അവരെ പറ്റി ഉദാഹരണമുണ്ട്, ഒരു കൃഷിയെപ്പോലെ. അപ്പൊ തൗറാത്തിൽ സ്വഹാബകളെ പറ്റി ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്, ഇഞ്ചീലിൽ സ്വഹാബത്തിനെ പറ്റി ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹ് പറയാ, എന്തിനായി ഉദാഹരണം എന്നറിയോ? തൗറാത്തിലും ഇഞ്ചീലൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ അല്ലാഹ് പറയണത്? ലിയഗീദ ബിഹിമുൽ കുഫാർ, അവിശ്വാസികളെ അരിശം കൊള്ളിക്കാനാകുന്നു. അവിശ്വാസികളെ അരിശം കൊള്ളിക്കാൻ ആ വാക്കിൽ നിന്ന് ഇമാം ഷാഫി തെളിവ് പിടിക്കുന്നു. സ്വഹാബത്തിനെ പരിഹസിക്കുന്നവൻ, സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവൻ, അവൻ അവിശ്വാസിയായി മാറും. ഈ പ്രയോഗത്തിൽ നിന്നാണ് ഇമാം ഷാഫി തെളിവ് പിടിച്ചത്. ഒറ്റ ഹദീസ് തള്ളിയാൽ അവൻ അവസാനം ശിർക്കിലേക്കും കുഫ്രിലേക്കും അവൻ എത്തുമെന്ന് ഖുർആന്റെ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിക്കുന്നു. ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് എതിരായി പ്രവർത്തിക്കുന്നവർ പേടിച്ചു കൊള്ളട്ടെ, അവർക്ക് ഫിത്ന ഭയപ്പെടുമെന്ന്, ഫിത്ന ബാധിക്കുമെന്ന്. എന്താ ഫിത്ന? തഫ്സീറിൽ കാണാം, അശ്ശിർക്ക് വൽ കുഫർ. അവിടുത്തെ ഫിത്ന ഷിർക്കും കുഫറൊക്കെയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് അപ്പുറം പോയാൽ അവൻ ഷിർക്കിൽ ചെന്നെത്തും, കുഫറിൽ ചെന്നെത്തും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത് ദീനിന്റെ സൂക്ഷ്മത കൊണ്ടല്ല ഹദീസ് തള്ളണത്. പിന്നെ അയാൾക്ക് സുന്നത്തൊക്കെ പുച്ഛമാകും. ഒറ്റ ഹദീസ് തള്ളിയ ഒരു മനുഷ്യങ്ങൾ തന്നെ നോക്കി അയാൾ താടിക്ക് നീളം കുറയും. അയാൾക്ക് താടി നീട്ടാൻ കഴിയൂല, തൗഫീഖ് കിട്ടൂല. ഉള്ള താടിക്ക് തന്നെ അവൻ കറപ്പിക്കും. അതൊക്കെ അതിൻ്റെ ബാക്കിയാണ്. താടി ഉണ്ടാകും, പക്ഷേ അത് കറപ്പിച്ച് നടക്കണം, കറപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും താടിയെ കറുപ്പിച്ചാൽ സബ്ബറല്ലാഹു വജ്ഹഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അല്ലാഹു തആല അവന്റെ മുഖത്തെ കറുപ്പിച്ച് കളയുന്നു. താടി കറുപ്പിക്കാൻ പാടില്ല, മുടി കറുപ്പിക്കാൻ പാടില്ല, ചായം കൊടുക്കാം, പക്ഷെ കറുപ്പ് പറ്റൂല. കാരണം കറുപ്പ് കൊടുക്കൽ ഒരു തരം ചതിയാണ്. ചോപ്പിട്ടാലും മൈലാഞ്ചിട്ടാലൊക്കെ മനുഷ്യന്മാർക്ക് അറിയാലോ നരച്ച താടിയാന്ന്, കറുപ്പിച്ചതാ അറിയില്ല. അതുകൊണ്ട് കറുപ്പിക്കാൻ പാടില്ല എന്നാ നബി ഞങ്ങളെ പോലെ നിങ്ങൾ നര മാറ്റണം, നിങ്ങൾ നരയെ മാറ്റണം എന്നാവോ ജന്നിബു സവാദ്, കറുപ്പ് വർജിക്കണം, കറുപ്പ് വർജിക്കണം. കറുപ്പ് പറ്റില്ല, കറുപ്പിച്ചാൽ
നാളെ അന്ത്യനാളിൽ വരുമ്പോൾ അവൻ്റെ മുഖത്ത് അല്ലാഹു തആല കറുപ്പിക്കുന്ന. പക്ഷേ സുന്നത്ത് നിരാകരിക്കുന്ന, ഹദീസിനെ പരിഹസിക്കുന്ന, ഹദീസിന്റെ ഗൗരവത്തെ കുറച്ച് കാണിക്കുന്ന മനുഷ്യന്മാരെ ശ്രദ്ധിച്ചോ, ഒന്നുകിൽ ക്ലീൻ ഷേവ്, അല്ലെങ്കിൽ താടി ഉണ്ടോ ചണ്ട് ഇല്ലേ ചല്ല, അത്രേ ഉണ്ടാവുള്ളൂ. ഇനി അല്ലെങ്കിൽ ഉള്ളോൻ തന്നെ കറുപ്പിച്ച നടക്കുക, അല്ലാത്തുണ്ടാവില്ല. ഹദീസിൽ വന്ന നബിതങ്ങളുടെ താടി എന്തോ ആ താടി അവിടെ കാണൂല. നബിതങ്ങളുടെ താടി എന്താ? വഫ്റുല്ലിഹ, താടിയെ സമൃദ്ധമാക്കുക, അഴ്ഫുല്ലിഹ, താടിയെ നിങ്ങൾ വെറുതെ വിടുക തുടങ്ങിയ പ്രയോഗങ്ങൾ ധാരാളമായി ഹദീസിൽ വന്നു. അത് ഓന് കഴിയൂല. ഓന് കഴിയൂല മാത്രമല്ല, അത് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അയാളെ സഹിക്കാൻ പോലും കഴിയൂല. അതാണ് ആ ഫിത്നാണത്. നീണ്ട താഴെയുള്ള ഒരുത്തനെ കണ്ട ഓനെന്തോ എടുങ്ങാളിക്കും. താടി വെച്ചോനെ പ്രശ്നമില്ല, കാണുന്നവരെ എടുങ്ങാളി, എന്തോടാ എൻ്റെ താടി അറിയും. കാരണം ഓനെ സഹിക്കാൻ കഴിയില്ല. സുന്നത്ത് സഹിക്കാൻ കഴിയുന്നില്ല. തുണി എപ്പോഴും നിര്യാണിക്ക് താഴെ. എന്താ കാരണം? ഓരോ ചോദിച്ചാൽ അതിപ്പോൾ അഹങ്കാരമില്ല. അഹങ്കാരം ഉണ്ടെങ്കിലേ കുഴപ്പമുള്ളൂ. എനിക്ക് അഹങ്കാരമില്ല. അഹങ്കാരം നിങ്ങൾ കയറ്റിക്കൂടെ? അഹങ്കാരം കയറ്റിക്കൂടെ? കയറ്റാൻ കഴിയൂല. ആ ഇറക്കലാണ് അഹങ്കാരം. ഹദീസ് വന്ന വാക്കതാണ്. ഇമാം അബൂദാവൂദ് ഹദീസിൽ കാണാം, നിന്റെ തുണി, നിന്റെ അരവസ്ത്രം താഴെ ഇറക്കുന്നതിനെ നീ സൂക്ഷിക്കണേ. കാരണം തീർച്ചയായും അത് അഹങ്കാരത്തിൻ്റെ ഭാഗമാകുന്നു. വസ്ത്രം താഴോട്ടിറങ്ങൽ അഹങ്കാരത്തിൻ്റെ ഭാഗമാകുന്നു. അപ്പം അഹങ്കാരം ഇല്ലെങ്കിൽ തുണി ഇറങ്ങൂല. അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് തുണി ഞെരിയാണിയും വിട്ട് താഴോട്ട് പോകുന്നത്. അത് സുന്നത്തിൻ്റെ മാർഗമല്ല. അപ്പം സുന്നത്ത് നിരാകരിക്കുന്നവർ, ഹദീസ് നിഷേധിക്കുന്നവർ, അത് ഏത് ഹദീസ് ആയിക്കോട്ടെ, നിത്യജീവിതത്തിൽ നമ്മുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയം പറയുന്ന ഹദീസാണെങ്കിൽ പോലും, നിത്യജീവിതത്തിൽ നമുക്ക് സാധാരണ ദൈനംദിനമായി ചെയ്യാനുള്ള വിഷയമേ അല്ല ഹദീസിൽ, എന്നാൽ പോലും കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവം പറഞ്ഞ ഹദീസാണ്. അതിപ്പോൾ നിശ്ചയിച്ചാൽ നമുക്കിപ്പോൾ എന്താ പ്രത്യേകം നഷ്ടപ്പെടാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യം പാടില്ല. അതാ വിശ്വാസത്തിന്റെ നിലപാട്. കേട്ടു, അനുസരിച്ചു. എന്താ ഇപ്പം നബി അങ്ങനെ പറയാണ്? എന്തേ ഇപ്പം ഹദീസ് അങ്ങനെ ഉണ്ടാകാൻ? അതെന്തേ ഇപ്പം അങ്ങനെ ആയി? ആ ചോദ്യം തന്നെ ഒരു അസുഖത്തിനെ തന്നെ തുടക്കാം. തുടക്കാം. ഈ വക ചില വിഷയം വന്നപ്പോൾ, ചില ഹദീസൊക്കെ വന്നപ്പോൾ ഒരു മൗലവിനോട് ചൊല്ല, ഈ ഹദീസൊക്കെ ഉള്ളത് ചോദിച്ചു. ആ ഒക്കെ ഉള്ളതാണ്. നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ബുഖാരി ഉണ്ടോ? ആ ഒക്കെ ബുഖാരി ഉണ്ട്. ഉറപ്പാണ്. പിന്നെ ഒപ്പം മുണ്ടില്ല. പിന്നത്തെ വാക്കെന്നറിയോ? അല്ല, എന്താ ഇപ്പം കാട്ടുക? ഇതിപ്പോൾ തള്ളാൻ പറ്റിയതല്ലല്ലോ. ബുഖാരി ഉണ്ട് സ്വയന്നപ്പോൾ പിന്നെ തള്ളാൻ ഒപ്പിക്ക് പേജാറ്, എന്നാൽ കൊള്ളാട്ട് കഴിയണില്ല. അതൊരു അസുഖത്തിന് തുടക്കാം. അത് കൂട്ടിയാൽ മതി നിങ്ങളെ. അപ്പോൾ സഹോദരങ്ങളെ, ഗൗരവം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ചോദ്യമില്ല. നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ വിശ്വസിച്ചോളണം. അള്ളാഹിൻ്റെ റസൂലിന് ആകാശത്തിന് മലക്ക് വന്നിട്ട് ഖുർആൻ ഓതി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പിന്നെ ആ നബി കാര്യം പറഞ്ഞാൽ അത് പറ്റൂലാനോ? ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ള? ആകാശത്ത് ജിബിലിങ്ങനെ ഇറങ്ങി വരിക, നബിക്ക് ഇങ്ങനെ ഓതി കൊടുക്കുക, അതെന്താ നമ്മളെ ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുമോ? ഖുർആൻ എത്ര കഥ ഉണ്ട്? സൂത്തുൽ ഫീൽ ഖുർആനിലുണ്ടല്ലോ. എന്താ സൂത്തുൽ ഫീലിൻ്റെ കഥ? കഴവ പൊളിക്കാൻ ആന വരിക, എന്നിട്ട് അള്ളാഹ് പക്ഷിനെ പറഞ്ഞേക്കുക, പക്ഷി ഇങ്ങനെ കല്ലിടുക, ആന ചത്തുപോവുക. എന്താ ഇത് വല്ല ബാധനമേറ്റത്? എന്തേ അവിടെ ചോദിക്കാത്തത്? സൂത്തുൽ ബഖറ എന്തേ പേര് വരാൻ കാരണം? ഒരാൾ മരിച്ചു, ഒരാൾ കൊല്ലപ്പെട്ടു. ആരാ കൊന്നത് അറിയില്ല. എന്താ പഠിച്ചോൻ പറഞ്ഞത്? ഒരു പശുവിനെ അടക്കുകയാണ്. മഞ്ഞ പശു ആകണം, കലർപ്പില്ലാത്ത നിറമാകണം, പ്രായം കൂടാൻ പാടില്ല, പറ്റ ചെറുതാകാൻ പാടില്ല, കൃഷിക്ക് തേവിനൊക്കെ ഉപയോഗിച്ചതാകാൻ പാടില്ല, അഴിവുള്ളതാകാൻ പാടില്ല. അങ്ങനത്തെ ഒരു പശുവിനെ തന്നെ പിടിച്ച് അറുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗമെടുത്ത് മരിച്ച ആളെ അടിക്കുക. അയാൾ എണീറ്റിട്ട് പറയും ആരാ കൊന്നത് എന്ന്. ഏത് ബുദ്ധിക്ക് ഉൾക്കില്ല? എന്താ ഇപ്പം ചോന്ത പശു ആയാൽ ചോദിച്ചൂടെ? എന്താ ഇപ്പം പ്രായമാണ്ട് കൂടിയാൽ? എന്താ ഇപ്പം ആ പശുവിനെ തേവിനൊക്കെ ഉപയോഗിച്ചാൽ? അപ്പം ഏത് ബുദ്ധിക്കത് വരിക? ഒരു ആദ്യ സമൂഹത്തെ മൊത്തം നശിപ്പിച്ചത് എങ്ങനെയാ? ഒരു ഘോരമായ ശബ്ദം കൊണ്ടാണ്. ഘോരമായ ശബ്ദം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവർ, കാറ്റുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവർ, ആകാശത്ത് ചരൽ മഴ പെയ്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടവർ ഒക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? അതൊക്കെ വിശ്വസിക്കണം നമുക്ക്. എന്തേ?
അള്ളാഹിൻ്റെ റസൂൽ മിറാജ് യാത്ര പോയി ആ ഖുർആനിലില്ലല്ലോ, ഹദീസിലല്ലേ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് ആളുകളെ വിചാരം തരുമോ? ഹദീസ് തന്നെ അതെങ്കിലും 2ാം നമ്പർ, ഖുർആനാണെങ്കിൽ ഓക്കെ. ഹദീസ് എടുക്കാത്ത ഒരാൾക്ക് ഖുർആൻ്റെ ഒരായത്ത് എടുക്കാൻ പറ്റില്ല, ഒരൊറ്റ ആയത്ത് എടുക്കാൻ കഴിയില്ല. ഞങ്ങൾ കൊച്ചിയിൽ വെച്ചിട്ട് മുഖാമുഖം നടത്തിയപ്പോൾ ഒരു ചേകന്നൂരി വന്നിട്ട് ചോദ്യം ചോദിച്ചു. അപ്പോൾ അയാൾ ഫസ്റ്റ് പരിചയപ്പെടുത്തിയപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക്, ഞാൻ ഖുർആൻ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന ആളാണ്, ഹദീസ് ഞാൻ സ്വീകരിക്കൂല. അപ്പോൾ അബ്ദുൽ മാലിക് സലഫി എണീറ്റ് ചോദിച്ചു, നിങ്ങൾ ഏത് ഖുർആനാ സ്വീകരിക്കുക? അപ്പോൾ അയാൾ പറഞ്ഞു, അതിലിപ്പോൾ തർക്കമില്ലല്ലോ, ഖുർആൻ നമുക്കൊക്കെ ഒന്നല്ലേ. മാലിക് സലഫിനല്ല, ഒന്നല്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മിയാണ്. ഇന്നത്തെ മുസാഫിൽ ആദ്യം കാണുന്നത് ഫാത്തിഹയാണ്. നബിക്ക് ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി, മുസാഫിൽ ആദ്യം കാണുന്നത് ഫാത്തിഹ. ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾക്ക് ഹദീസോട് കിട്ടിയതാണ് ആദ്യം ഫാത്തിഹ, പിന്നെ ബഖറ, പിന്നെ ആലി ഇമ്രാൻ, ഇതൊക്കെ ഹദീസിന് കിട്ടി. നിങ്ങൾ ഹദീസ് എടുക്കില്ല എന്ന സ്ഥിതിക്ക് നിങ്ങളടുത്ത് വേറെ മുസാഫ് ഉണ്ടാകണമല്ലോ. അതാ പറഞ്ഞു, ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ ഹദീസ് സ്വീകരിച്ചോളണം. ആളുകൾ വെറുതെ മനുഷ്യന്മാരെ പറഞ്ഞ് പറ്റിക്കുക, അല്ല ഖുർആൻ സംരക്ഷിക്കുന്നവരെ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് സംരക്ഷിക്കുന്നത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. ശരിയല്ല. ഖുർആൻ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഖുർആൻ സംരക്ഷിക്കാൻ എന്തൊക്കെ സംരക്ഷിക്കണോ അതൊക്കെ സംരക്ഷിക്കുന്നതായി. അല്ല ഖുർആൻ്റെ എഴുത്ത് മാത്രം ഇവിടെ ഇങ്ങനെ ബാക്കിയാവുന്നല്ല. ആ എഴുത്ത് മാത്രം ബാക്കിയായിട്ടൊരു കാര്യമില്ലതാണ്. ഖുർആൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൽ പെട്ടു ഹദീസ് സംരക്ഷിക്കുമെന്ന്, അതിൽ പെട്ടു അറബി ഭാഷ ഖിയാമത്ത് വരെ നിലനിൽക്കും. ഈ ആയത്തിന് തെളിവാണ്. ഖിയാമത്ത് നാൾ വരെ അറബി ഭാഷ ഉണ്ടാവും. അതെങ്ങനെ തെളിവാകാം? അറബി ഭാഷ നിലനിന്നെങ്കിലേ ഖുർആൻ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഖുർആൻ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ അറബി ഭാഷയെ സംരക്ഷിക്കുന്നത് അതിലർത്ഥമുണ്ട്. ഇനി ഭാഷ ഉണ്ടായാൽ മാത്രം പോരാ, ആ ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനും സംവിധാനം ഉണ്ടാകണം. അല്ല ഭാഷ മാത്രം പോലെ ബുക്കിലുണ്ടായിട്ടുള്ള കാര്യമുണ്ടോ? അപ്പോൾ അറബി ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനം ഖിയാമത്ത് വരെ നിലനിൽക്കും. ഈ ആയത്ത് തെളിവാതിന് ഹദീസ് സംരക്ഷിക്കും. ഹദീസും ഖുർആനും പഠിക്കാനും പഠിപ്പിക്കാനും ആവശ്യമായ സംവിധാനം ലോകത്ത് നിലനിൽക്കും. ഒരു സംവിധാനം പൊളിഞ്ഞാൽ വേറെ സംവിധാനം വരും, ഒരാൾ നിർത്തിപ്പോയാൽ വേറെ ആൾ വരും. അതൊക്കെ ആ സംരക്ഷണത്തിൻ്റെ ഭാഗം. എന്നിട്ട് ചില മനുഷ്യന്മാർ പറഞ്ഞെടുക്കുക, ഖുർആനുകൾ പഠിച്ചോളി, ഹദീസൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട, അതൊക്കെ പിന്നുണ്ടായതല്ലേ, അതൊക്കെ പിന്നെ വന്നതല്ലേ. ഇതൊക്കെ അറിവില്ലായ്മയുടെ അങ്ങേ അറ്റമാണ് സഹോദരങ്ങളെ. ആ നിലപാട് പാടില്ല. ഒരു ഹദീസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോനെ ഈ ഹദീസ് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, അത് പഠിക്കാനുള്ള തൗഫീഖിനെ പ്രാർത്ഥിക്കുകയും അത് പഠിക്കാതിറങ്ങും ചെയ്യാന്നല്ലാതെ കേൾക്കേ സിഹർ പറ്റൂല, കണ്ണേറേ പറ്റൂല, ജിന്നെ മുണ്ടേ വേണ്ട, അതൊക്കെ അത് തള്ളിക്കഴിഞ്ഞിട്ട് പിന്നെ എവിടുക്കാൻ പോണത്? അപ്പോൾ ചില മനുഷ്യന്മാർ അമാനി പരിഭാഷ പണ്ട് വായിച്ചിട്ട് ഇപ്പോൾ അമാനി പരിഭാഷ എടുത്തുവെച്ചു, ഖുർആൻ വായിക്കുക, മൂപ്പരാൾക്ക് അർത്ഥം വെക്കുക. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ബുദ്ധിമുട്ടാണ്, അമാനി പരിഭാഷ ഉള്ളത് മൂപ്പരെ ബുദ്ധി കൊള്ളുന്നില്ല. പണ്ട് കൊണ്ടിരുന്നു നല്ല കാലത്ത് സുബീസ്കേച്ച് ചെയ്തിട്ട് അമാനി പരിഭാഷ വായിച്ച മനുഷ്യന്മാർ ഇപ്പം പിന്നെ അമാനി പരിഭാഷ വേണ്ട, മുസ്തഫ മറിച്ചേക്കുക, മൂപ്പര വക വ്യാഖ്യാനം. കാരണം അമാനി പരിഭാഷ വായിച്ചാൽ ഈ പറയപ്പെട്ട ദിവസമൊക്കെ അതിലുണ്ട്. അപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ തൽക്കാലം അത് വേണ്ടാക്കുക. അങ്ങനെ ഓരോന്നും വേണ്ടാക്കേണ്ട, അവസാനം ഖുർആനും വേണ്ടാക്കേണ്ടി വരും. കാരണം ഖുർആൻ മറിച്ചിട്ട് ആദ്യം അൽബഖറ തുടങ്ങുമ്പോൾ ഓതുമ്പോൾ ചോദിക്കും അലിഫ് ലാം മീം. അപ്പോൾ എന്താ പുസ്തകങ്ങൾ അങ്ങനെ ഓതുന്നത്? അതെന്താ പിന്നെ ആലാമ എന്നുള്ള ഓതിയാൽ പോലെ ഇത് ഞങ്ങൾ അലിഫ് ലാം മീം ഓതുന്നത്? അത് ഹദീസിന് കിട്ടിയതാ. നിങ്ങളല്ലേ പറയാം ഹദീസ് വേണ്ടാന്ന്, നിങ്ങളല്ലേ പറയാം ഹദീസ് പഠിക്കണ്ടെന്ന്. അപ്പോൾ ഖുർആൻ ഒരു ആയത്ത് ഓതണമെങ്കിൽ പോലും ഹദീസ് എടുക്കണം. അലിഫ് ലാം എഴുതുമ്പോൾ ഒരു അലിഫ് ഉണ്ടാവും, ലാം ഉണ്ടാവും, ഒരു മീം ഉണ്ടാവും. സൂറത്ത് ഫീൽ പോയി നോക്കി, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അവിടെയും അലം തറ, അലം അലിഫ് ലാം മീം. അവിടെ നമ്മൾ അലം നോതി, അപ്പുറത്ത് അലിഫ് ലാം മീം നോതി. എന്തേപ്പോൾ അങ്ങനെ നബി ഓതി കൊടുത്തു, സ്വഹാബികൾ കേട്ട് ഓതി, താബികൾ കൈമാറി കൊടുത്തു, താബികൾ അപ്പുറത്ത് കൈമാറി കൊടുത്തു. അതിന് ഹദീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, സനദിറക്കുണ്ട്. ആ സനദ് പ്രകാരം കിട്ടിയപ്പോഴാണ് നമ്മൾ അങ്ങനെ ഓതുന്നത്. ഇനി ഒരു റക്അത്ത് നിസ്കരിക്കണമെങ്കിലോ ഹദീസ് വേണം. ഖുർആൻ മാത്രത്തെ ഒരൊറ്റ റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല, ഒറ്റ നോമ്പൊഴിക്കാൻ പറ്റൂല, ഒരു ഹജ്ജും ചെയ്യാൻ പറ്റൂല, ഒരു സക്കാത്തും കൊടുക്കാൻ കഴിയില്ല, ഒരു ദിക്റും ദുആയും ചെയ്യാൻ കഴിയില്ല, പെണ്ണെട്ടാനും കഴിയില്ല, ത്വലാഖ് കഴിയില്ല, മരിച്ചാൽ എന്താ കാട്ടുക അതും അറിയില്ല. ഹദീസ് എടുക്കാത്തൊരാൾക്ക് ഇസ്ലാമില്ല. ഹദീസ് രണ്ടാം പ്രമാണം നട്ട് രണ്ടാം സ്ഥാനത്ത് കൊണ്ടുകൊണ്ട ഹദീസ് പ്രമാണമാണ്. ദീനിൻ്റെ ഒരൊറ്റ കാര്യം പ്രാവർത്തിയാക്കണോ ഹദീസും കൂടി വേണം. അല്ലെങ്കിൽ എങ്ങനെ പെണ്ണിട്ടുക, എങ്ങനെ നിക്കാഹ് ചെയ്യാം?
ഏറി വന്നാൽ വലിയ വേണം, മഹർ വേണം, ഖുർആനിൽ നിന്ന് കിട്ടും. നിക്കാഹ് എങ്ങനെ? ഖുർആനിൽ വിടില്ല. ഖുർആനിൽ വിടില്ല. മഹർ വേണമെന്നുണ്ട്. ഒരു വലിയനെ പറ്റി പരാമർശം ഖുർആനിലുണ്ട്. അത് നിക്കാഹിന് വലിയ നിർബന്ധമൊന്നുമില്ല. വലിയനെ പറ്റി പരാമർശം ഖുർആനിലുണ്ട്. അതിനപ്പുറത്ത് എങ്ങനെ നിക്കാഹ് ചെയ്യാം? മഹർ ഓക്കൊണ്ട് എടുത്തിട്ട് പോരെന്ന് പറഞ്ഞാൽ മതിയോ? ഖുർആൻ പ്രകാരം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും മഹർ വാങ്ങിയ പോലെ പെരയിൽ പോയി വയ്ക്കുന്നുണ്ടപ്പോൾ എന്നിട്ട് മഹർ ചിന്തപ്പണ പോലെ എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഭാര്യയായി മാറി എന്നിട്ടും ബാധിച്ചാൽ അങ്ങനെയല്ല നിക്കാഹ് എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഹദീസ് ഉണ്ടാവും. ഹദീസ് പഠിക്കണം, ഖുർആൻ പഠിച്ചോളുന്നല്ല, ഖുർആൻ ഹദീസ് ഒപ്പം പഠിക്കണം. അപ്പോഴേ കിട്ടുള്ളൂ. രണ്ടും ഒരേ സമയം ഒന്നിച്ച് പഠിക്കണം. അപ്പോഴേ ശരിയായ റൂട്ടിക്ക് പോകുള്ളൂ. ത്വലാഖ് എങ്ങനെ? ഖുർആനിലില്ല. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ കാണാം, ഇതാ ത്വല്ലഖ്തുമുൻ നിസാഅ, നിങ്ങൾ സ്ത്രീകൾ ത്വലാഖില്ലാൽ. ഇങ്ങനെ ത്വലാഖില്ല, ഹദീസിലേ ഉള്ളൂ. ത്വലാഖ് ചൊല്ലിയാൽ ഖുർആനിലുണ്ട്. എങ്ങനെ ചൊല്ലും? ഖുർആൻ പഠിപ്പിച്ചില്ല. അതെന്താ, എങ്ങനെ, എപ്പോഴും നിയമം എന്താ? ഹദീസിൽ വിശദമായിട്ട് വന്നത്. നിസ്കരിക്കണം, ഖുർആനിലുണ്ട്. എങ്ങനെ നിസ്കരിക്കുക, എപ്പോഴാണ് നിസ്കരിക്കുക, എത്ര നിസ്കരിക്കുക? ഇല്ല. ഞാൻ അപ്പം ഇന്ന് രാവിലെ ഒരു ചേകഞ്ഞൂരിൽപ്പെട്ട ചങ്ങായിട്ട് 2 മണിക്കൂർ സംസാരിണ്ടായി. അപ്പം അയാൾ പറഞ്ഞത് വെച്ചാൽ ഖുർആനിൽ പറഞ്ഞ അൽ ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് എന്നാ. പക്ഷെ ഇപ്പം ആകെ 4-5 ദിവസം ഹജ്ജുള്ളൂ. അത് ശരിയല്ല. അറിയപ്പെട്ട മാസങ്ങളാണ് ഹജ്ജ്. അപ്പം ഞാൻ ചോദിച്ചു, ആർക്കറിയപ്പെട്ടത് ചോദിച്ചു? അറിയപ്പെട്ട മാസങ്ങൾ എന്നാണല്ലോ, വെറും മാസങ്ങൾ എന്നല്ല പറഞ്ഞത്, അറിയപ്പെട്ട മാസങ്ങൾ. അപ്പം ആർക്കറിയപ്പെട്ടത്? അത് ഞാൻ ആലോചിച്ചിട്ടില്ല. അതന്നെ പ്രശ്നം. അവിടെ തന്നെ കുഴപ്പം. മറ്റേ ഓരോരുത്തരും ചോദിച്ചാൽ ഓൻ തോന്നി, ഓൻ ആലോചിച്ചപ്പോൾ തോന്നി അത് നല്ലത് ഏതാ? ഇപ്പോൾ മുഹറം മാസം ആയിക്കോട്ടെ. മറ്റൊന്നും തോന്നി റബീഉൽ അവ്വലാണ് നല്ലത്. ഓൻ വലിയ ഖുറാഫെ കൂട്ടിക്കൂടി. മറ്റും വിചാരിച്ചു ഇതൊക്കെ എല്ലാ തിരക്കും കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ദുൽഹിജ്ജക്കാണ് കഴിഞ്ഞ് എല്ലാവരും പോട്ടെ, എന്നിട്ട് ഒഴിവുള്ള സമയത്ത് എപ്പോഴും നോക്കി അപ്പോഴും പോകാം. അതാണോ ഹജ്ജ്? അപ്പം എന്താ അഷ്ഹുറും മഅലൂമാത്ത്? ഹജ്ജിൻ്റെ മാസങ്ങൾ 3 മാസമാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 3 മാസം ഹജ്ജിൻ്റെ മാസങ്ങളാണ്. എന്നാൽ ഹജ്ജ് ചെയ്യേണ്ടതോ അതിനുള്ളിൽ 5 ദിവസമാണ്. ളുഹറിൻ്റെ സമയം എപ്പോഴാ? ളുഹർ ബാങ്ക് മുതൽ അസ്ർ ബാങ്ക് വരെ. ളുഹർ നിസ്കരിക്കാനോ 10 മിനിറ്റ് മതി. ളുഹറിൻ്റെ സമയം ഉച്ചയ്ക്ക് 12:30 മണി മുതൽ അസ്ർ ബാങ്ക് കൊടുക്കണ വരെ. പക്ഷെ നിസ്കാരമോ 10 മിനിറ്റ് നിസ്കാരം കഴിഞ്ഞു. അതെങ്ങനെ? അസ്ർ വരെ സമയമില്ലേ? അടുപ്പം സലാം കിട്ടാൻ പറ്റൂല. ളുഹർ ബാങ്ക് കൊടുത്താൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക, അസ്ർ ബാങ്ക് കൊടുക്കുമ്പോൾ സലാം കിട്ടുക. പിന്നെ അപ്പം തന്നെ അസ്റിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക, മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ സലാം കിട്ടുക. അപ്പം തന്നെ ഇശാക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക, സുബഹി ബാങ്ക് കൊടുക്കുക, അവിടെ ഇരിക്കുക, സുബഹി ബാങ്ക് കൊടുക്കുമ്പോൾ സലാം കിട്ടുക എന്ന് വന്നാൽ ഓന് ജീവിതത്തിൽ പാടുന്നു നടക്കും. അപ്പം അവനാൻ്റെ യുക്തിയും ബുദ്ധിയും വെച്ച് നോക്കി അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സക്കാത്ത് കൊടുക്കാൻ ഖുർആൻ പറഞ്ഞു. എത്ര കൊടുക്കേണ്ടത് ഖുർആനില്ല, എപ്പോഴാണ് കൊടുക്കേണ്ടത് ഖുർആനില്ല, എങ്ങനെ കൊടുക്കേണ്ടത് ഖുർആനില്ല, എന്നും കൊടുക്കണ ഖുർആനില്ല. ഒരു സ്ഥലത്ത് പറഞ്ഞാൽ എന്താണ്, എന്താ കൊടുക്കേണ്ടവർ ചോദിക്കുന്നു, കുദിൽ അഫ്വാ, മിച്ചമുള്ളത് കൊടുക്കുക. ബാക്കിയുള്ളത് മൊത്തം കൊടുക്കണോ? അപ്പം എന്തിൻ്റെ ബാക്കിയുള്ളത്? കൊയ്ത്തേന് കൂലി കൊടുത്തിട്ട് ബാക്കിയുള്ളതെന്നാണോ? പിന്നെ ബനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം എന്തിൻ്റെ ബാക്കി? കുദിൽ അഫ്, മിച്ചമുള്ളതാ കൊടുക്കേണ്ടത്. എന്തിൽ നിന്ന് മിച്ചമായത് എവിടുന്നാ കിട്ടുക? ഹദീസിൽ നിന്ന്. എപ്പോഴാ കൊടുക്കുക? കൊല്ലത്ത് കൊടുത്താൽ മതിയോ? 6 മാസത്തിന് വേണോ? മാസം വേണോ? ആഴ്ചക്ക് വേണോ? ഡെയിലി വരുമാനോ? ഡെയിലി കൊടുക്കണോ? എവിടുന്നാ കിട്ടുക? ഇനി ഹജ്ജ് ഒരാൾക്ക് എല്ലാ കൊല്ലം ചെയ്യണോ? ഹദീസില്ലെങ്കിൽ എന്താ കിട്ടുക? ഖുർആൻ പറഞ്ഞ എന്താണ്? കഴിവുള്ളവർക്ക് ബാധ്യതയാണ്. അപ്പോൾ ഇക്കൊല്ലം കഴിവുണ്ട്, ഓൻ ചെയ്തു. അടുത്തൊല്ലം കഴിവുണ്ട്, അപ്പോഴും ചെയ്യേണ്ടി വരും. പിന്നത്തെ കൊല്ലം അന്നും കഴിവുണ്ട്, അപ്പോഴും ചെയ്യേണ്ടി വരും. ഹദീസ് എടുക്കാൻ. അപ്പോൾ ഖുർആനിൽ നിന്ന് ഹദീസിനെ വേർതിരിക്കാൻ ആര് ശ്രമിക്കുന്നുവോ അവിടെ മനസ്സിലായിക്കോ അയാൾ ആൾ ശരിയല്ല. അഞ്ഞ് ആരായിട്ടും കാര്യമില്ല. ഖുർആനും ഹദീസും വേർതിരിക്കാൻ ആര് ശ്രമിക്കുന്നുവോ, ഒരു വാക്ക് കൊണ്ട്, ഒരു സംസാരം കൊണ്ട്, ഒരു ഖുത്ബ കൊണ്ട്, ഒരു ക്ലാസ് കൊണ്ട് ഹദീസിൻ്റെ സ്ഥാനം കുറയ്ക്കാനും ഹദീസിനെ 2ാം നമ്പറായി കാണുവാനും ആര് ശ്രമിക്കുന്നുവോ അയാൾ ആള് ശരിയല്ല. അയാൾ മുജാഹിദാലും ശരിയല്ല, സുന്നിയാലും ശരിയല്ല, എന്തായാലും ശരി, അയാൾ ശരിയല്ല എന്ന് മനസ്സിലായിക്കോളി. ആ പോക്ക് അവിടെ നിൽക്കൂല. അതങ്ങനെ പോയിട്ട് അവസാനം പിന്നെ ദീനൻ്റെ സംശയമാകും, ഒക്കെ വിടും. പിന്നെ കാണാൻ അങ്ങനെ വേറെ ഹബീൽ ഇറക്കണം. അതേ ഉണ്ടാവുള്ളൂ. അവിടെ സഹോദരന്മാരെ, നിങ്ങൾ ആത്മാർത്ഥമായി മതം പഠിച്ചോളി. ഇതൊരു വാശിയും മക്കളും ദേശം തീർക്കാനും ഒന്നുമല്ല. ആത്മാർത്ഥമായി മതം പഠിച്ചോളി. ആ മതത്തിൽ എന്തുണ്ടോ അത് ജീവിതത്തിൽ പരമാവധി പാലിക്കാൻ ശ്രമിച്ചോളി. ചിലപ്പോൾ എല്ലാം പാലിക്കാനൊക്കെ പറ്റിക്കോളുന്നത് അത് വേറെ കാര്യം. പക്ഷെ നിരാകരിക്കലും നിസ്സാരവൽക്കരിക്കലും അത് പ്രശ്നം വേറെ. അള്ളാഹു റസൂൽ പറഞ്ഞൊരു കാര്യം ഒരു പക്ഷേ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. എന്നാൽ അത് ചെറുതായി കാണുക, അത് കിബറാണ്. ഒരു സ്വഹാബി എന്ന നബിനോട് ചോദിച്ചു, ഒരു അറാബി
നബിയോട് ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗത്ത് പോകണം, തോനെ അമലെടുക്കാനൊന്നും കഴിയൂല, വലിയ ഇബാദത്ത് അതിക്ക് കഴിയൂല, ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും നിർബന്ധം നിങ്ങൾ പറഞ്ഞില്ല, അത് ഞാൻ ചെയ്തോളാം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ദിവസം 5 നേരം നിസ്കരിക്കണം. ആ ആയിക്കോട്ടെ, അത് ഞാൻ ഏറ്റുവന്നു. വേറെ വല്ല നിസ്കാരം ഉണ്ട് വെച്ചാൽ വേറെ നിസ്കാരമൊക്കെ ഉണ്ട്, സുന്നത്തുകളാണ്, അതിക്ക് വേണമെങ്കിൽ ചെയ്യാൻ, അത് വേണ്ട കഴിയൂലാണ്, ഉള്ളതാണ് പറഞ്ഞുള്ളത് പോലെ. ഇനി വേറെ വല്ല നിർബന്ധം ഉണ്ടോ ചോദിച്ചു, നിർബന്ധം ഉണ്ട്, കൊല്ലത്തിൽ റമദാൻ മാസം നോമ്പൊലിക്കണം, ആയിക്കോട്ടെ ഞാൻ നോറ്റോളാം. വേറെ വല്ലതും ഉണ്ടോ? വേറെ കുറച്ച് സുന്നത്ത് നോമ്പുകളൊക്കെ ഉണ്ട്, കയ്യുങ്ങി നോൽക്കാം, വേണ്ട നബി അത് കഴിയൂല. അങ്ങനെ ഫർദ് മാത്രം എടുത്തു. ഇനി വല്ലതും ഉണ്ടോ ചോദിച്ചാൽ അഞ്ഞൊന്നുമില്ല. ശരി, ഇയാൾ പറഞ്ഞു, പടച്ചോനാണ് സത്യം, ലാ അസീദു വലാ അൻഖുസ്. നിങ്ങൾ ഈ പറഞ്ഞുണ്ടല്ലോ, ഇതിന് ഒന്നും ഞാൻ കുറക്കൂല, ഇത് അങ്ങനെ തന്നെ ചെയ്യും. ഇനി ഇതിനപ്പുറം ഞാൻ ഒന്നും ചെയ്യൂല, ഞാൻ ഇതേ ചെയ്യുള്ളൂ, ഇതിനപ്പുറം ഒന്നും ചെയ്യൂല, ഇതിന് കമ്മിയും വരുത്തൂല എന്ന് പറയാൻ പോയി. പോയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഫ്ലഹ ഇൻ സ്വദഖ. അയാൾ അവസാനം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് സത്യസന്ധമായിട്ടാണെങ്കിൽ അയാൾ വിജയിച്ചു. അപ്പോൾ ചില മനുഷ്യന്മാർ ഫർള് മാത്രം ചെയ്യും, ചില മനുഷ്യന്മാർ കുറച്ചൊക്കെ സുന്നത്ത് ചെയ്യും, ചില മനുഷ്യന്മാർ എല്ലാ സുന്നത്തും ചെയ്യും. അതൊക്കെ ഓരോരുത്തരുടെ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് ഏറ്റവും വ്യത്യാസം ഉണ്ടാകും അമലിൽ. എന്നാൽ ആ നിസ്കാരം ഞാൻ അംഗീകരിക്കൂല, ആ സുന്നത്ത് ഞാൻ സ്വീകരിക്കൂല, ആ വിഷയം ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം വേറെ. അത് ഒരു ചെറിയ സുന്നത്താണെങ്കിൽ പോലും. സ്വഹാബത്തിൻ്റെ നിലപാട് അതല്ല. ഒരു സ്വഹാബിയുടെ കയ്യിൽ സ്വർണ്ണമോതിരം കണ്ടു നബി തങ്ങൾ. നബി സ്വർണം ഹറാമാക്കിയ തൊട്ടടുത്ത സമയങ്ങളിലാണ്. അപ്പോൾ ഈ സ്വഹാബി അറിഞ്ഞിട്ടില്ല സ്വർണം ഹറാമാക്കി എന്ന വിഷയം, ആ സ്വഹാബി അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണമോതിരം ഇട്ട് വന്നേക്കാം. കയ്യിൽ സ്വർണ്ണമോതിരം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. നബി തങ്ങൾ ആ കയ്യിൽ പിടിച്ചിട്ട് മോതിരം ഉരുട്ടാണ്ട് വലിച്ചെറിഞ്ഞു. മോതിരം എറിഞ്ഞു. എന്നിട്ട് നബിയോട് പോയി. അപ്പം നബി പോയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞെടുത്തു, സ്വർണം പാടില്ല നബി പറഞ്ഞിട്ടുണ്ട്, ഏതായാലും എടുത്തോ, എൻ്റെ ഭാര്യമാർക്കോ പെൺകുട്ടികൾക്കോ പെങ്ങന്മാർക്കോ ഒക്കെ കൊടുക്കാലോ, അല്ലെങ്കിൽ മറ്റു നിരക്ക് ഉപകാരപ്പെടുത്താലോ, അണിയാൻ പാടില്ല എന്നേ ഉള്ളൂ, നീ എടുത്തു പറഞ്ഞു. ആ സ്വഹാബി പറഞ്ഞെന്താ അറിയോ, അള്ളാഹിൻ്റെ റസൂൽ ഊരി എറിഞ്ഞത് ഞാൻ തൊടൂലാന്ന്, എനിക്കിത് വേണ്ടാന്ന്. നമ്മളാണെങ്കിൽ എന്താ, ഞാൻ എന്താ പറഞ്ഞാൽ പറഞ്ഞാൽ പോലെ ഊരി വലിച്ചെടുക്കാൻ പാടാ, എന്താ അപ്പം അങ്ങനെ. അതാ മനസ്സിൻ്റെ വ്യത്യാസം. അവിടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ ചോദ്യമില്ല, അവിടെ കിബറില്ല, അവിടെ പൊങ്ങച്ചില്ല, വലുപ്പത്തലില്ല, ഒന്നുമില്ല. നബി തങ്ങൾ പറഞ്ഞു എന്നാൽ സമീഅനാ വ അത്വഅനാ. എന്നിട്ട് ദുആ പഠിച്ചോനെ ആ സുന്നത്തും കൂടി ചെയ്യാൻ നീ തൗഫീഖ് തരണേ. എത്ര ചെറിയ സുന്നത്താണെങ്കിലും റബ്ബേ ആ സുന്നത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ, അത് ചെയ്യാൻ തൗഫീഖ് തരണേന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതാണ് ഒരു ശരിയായ വിശ്വാസിയുടെ നിലപാട്, അതാണ് അഹ്ലുസുന്നയുടെ നയം, അതാ സ്വഹാബത്തിൻ്റെ രീതി, അതാ താബിഈങ്ങളുടെ രീതി, അതാ സുന്നത്തമായ. അപ്പം നബി തങ്ങൾ പറഞ്ഞതിൽ കൂട്ടാനും പോണ്ട, അതിന് കുറക്കാനും പോണ്ട, എടുത്ത് ഒഴിവാക്കാനും പോണ്ട, നബി പറയാത്തതിലേക്ക് കൂട്ടിച്ചേർക്കാനും പോണ്ട. അല്ലാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അവിടെ നിൽക്കുക. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കുക, അവൻ്റെ റസൂലിനെയും അനുസരിക്കുക എന്ന് ഖുർആൻ പറയുന്നു. അവിടെ നിൽക്കുക. അല്ലാഹു റസൂലും പറയാത്തത് അതിനെ കൊണ്ടെന്നാൽ അത് അധികമായി പോയി. അല്ലാഹു റസൂലും പറഞ്ഞത് എടുത്ത് ഒഴിവാക്കിയാൽ അതും മതത്തിന് ഛേദിക്കലായി മാറും. അത് രണ്ടിലേക്കുമില്ലാതെ എന്താണോ പഠിച്ചോൻ പറഞ്ഞത്, എന്താണോ റസൂൽ പറഞ്ഞത്, അത് ഏത് വിഷയക്കൂടെ, സിഹിറിൻ്റെ വിഷയോ, കണ്ണേറിൻ്റെ വിഷയോ, ജിന്നിൻ്റെ വിഷയോ, മലക്കിൻ്റെ വിഷയോ, സിറാത്ത് പാലമോ, മസീഹു ദജ്ജാലോ, സംസം വെള്ളമോ, ഹജറുൽ അസ്വദോ, ഏത് കാര്യമാണെങ്കിലും ശരി, അള്ളാഹിൻ്റെ റസൂൽ എന്ത് നമ്മളെ പഠിപ്പിച്ചെന്നോ അത് സ്വീകരിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിൻ്റെ റസൂൽ എന്ത് കൊണ്ടുവന്ന് തന്നോ അത് നിങ്ങൾ സ്വീകരിക്കുകയും ആ നബി എന്ത് വിലക്കിയോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുവീൻ എന്നതിനെ മുഖവേക്കെടുക്കുക. അത് പ്രകാരം ജീവിതം ക്രമീകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.